പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ നല്ല നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ಕರ್ತನ ನಾಮ ಮಹಿಮೆ ಉಂಟಾಗಲಿ. ಮತ್ತೊಂದು ಆವೃತ್ತಿ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ നടുവിൽ വചനവുമായി നിൽക്കാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ಮತ್ತೊಂದು ಆವೃತ್ತಿ ದೇವರ ವಾಕ್ಯವನ್ನು ಹಿಡಿದುಕೊಂಡು ನಿಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಆಗಿರೋದ್ರಲ್ಲಿ ನಾನು ದೇವರನ್ನ ಸ್ತುತಿಸುತ್ತೇನೆ. സന്തോഷമുള്ളവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ಸಂತೋಷವಿರೋರು ಕರಗಳು ಎತ್ತಿ ದೇವರನ್ನ ಮತ್ತೊಂದು ಆವೃತ್ತಿ ಸ್ತುತಿಸೋಣ. ചിരിച്ചുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ನಗುಮುಗುತ್ತಾ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ರಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള തുടർമാന ചിന്തകളാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. ಪರಿಶುದ್ಧಾತ್ಮನ ಕುರಿತಾದಂಥ ಕಾರ್ಯಗಳನ್ನು ನಾವು ಧ್ಯಾನ ಮಾಡ್ತಾ ಬಂದಿದ್ದೇವೆ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ വചനത്തിനകത്ത് നിന്ന് ചിന്തിക്കും തോറും നമ്മൾ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കും. ಪರಿಶುದ್ಧಾತ್ಮನ ಕುರಿತು ವಾಕ್ಯದಲ್ಲಿ ನಾವು ಧ್ಯಾನ ಮಾಡ್ತಾ ಇರುವ ಹಾಗೆ ನಾವು ಆತ್ಮಿಕವಾಗಿ ಬೆಳೀತಾ ಇರುತ್ತೇವೆ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും തോറും നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരിക്കും. ಪರಿಶುದ್ಧಾತ್ಮನ ಕುರಿತು ನಾವು ಧ್ಯಾನ ಮಾಡ್ತಾ ಇರುವ ಹಾಗೆ ಒಳಗಿರುವಂತ ಮನುಷ್ಯ ಬಲವನ್ನು ಹೊಂದುತ್ತಾನೆ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ വചനത്തിനകത്ത് നിന്ന് പഠിക്കും തോറും നമ്മുടെ രോഗബന്ധനങ്ങൾ അഴിഞ്ഞുകൊണ്ടിരിക്കും. ಪರಿಶುದ್ಧಾತ್ಮನ ಕುರಿತಾಗಿ ವಾಕ್ಯದಿಂದ ಕಲಿತಾ ಇರುವ ಹಾಗೆ ನಮ್ಮ ರೋಗದ ಬಂಧನಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತದೆ. ഇന്ന് പകലും ആത്മാവിൽ നിറയുവാൻ ആഗ്രഹിക്കുന്നവരെ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ಈಗಲೂ ಕೂಡ ಆತ್ಮನಲ್ಲಿ ತುಂಬುವುದಕ್ಕೆ ಬಯಸುವವರು ಕರಗಳ ಎತ್ತಿ ದೇವರನ್ನ ಮಹಿಮೆಪಡಿಸೋಣ. ഈ ഉച്ചതിരിഞ്ഞ സമയം, ഈ സമയം ഒരു വ്യത്യസ്തമായ പരിശുദ്ധാത്മാവിന്റെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ദൈവമേ നൽകണമെന്ന് ആഗ്രഹിക്കുന്നവരെ കരമുയർത്തി കർത്താവിനെ ಈ ಸಂಜೆ ಸಮಯದಲ್ಲಿ ಒಂದು ವ್ಯತ್ಯಾಸಕರವಾದಂತ ಪರಿಶುದ್ಧಾತ್ಮನ ಅನುಭವವನ್ನ ನನಗೆ ಕೊಡು ಎಂಬುದಾಗಿ ಬಯಸುವವರು ಕರಗಳನ್ನು ಎತ್ತೋಣ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് ഈ സമയം ദൈവത്തിൻ്റെ ആത്മാവ് വ്യത്യസ്തമായ ഒരാത്മാവിൻ്റെ നിറവിലേക്ക്, ഒരു പുതിയൊരു അനുഭവത്തിലേക്ക് എന്നെ നയിക്കുമെന്ന് വിശ്വസിക്കുന്നവർ അകത്തളത്തിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കട്ടെ. ಎಷ್ಟು ಜನ ನಂಬುತ್ತೀರಾ ಇವತ್ತು ಈ ಸಂಜೆ ಸಮಯದಲ್ಲಿ ದೇವರು ನನ್ನ ವಿಶೇಷವಾದಂತ ಆತ್ಮಿಕ ಕಾರ್ಯಗಳಿಗೆ ದೇವರು ನಡೆಸ್ತಾನೆ ಎಂಬುದಾಗಿ ಬಯಸುವವರ ಒಳಗೆ ದೇವರನ್ನ ಸ್ತುತಿಸುವವರಾಗಿ ഉള്ളങ്ങളെ കർത്താവ് നിറയ്ക്കും. ಬಯಸುವಂತ ಹೃದಯವನ್ನ ದೇವರು ತುಂಬಿಸುವವನಾಗಿದ್ದಾನೆ. ദാഹിക്കുന്നവനെ അവൻ നിറയ്ക്കുന്ന പകലായി തീരുകയാണ്. ದಾಹದಿಂದ ಇರುವವನಿಗೆ ತುಂಬಿಸುವಂತ ಈ ಹಗಲಾಗಿರುತ್ತದೆ. ಇದು ആത്മാവിൽ തിരിച്ചറിയുന്നു, ഈ ഹോൾ നിറയെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ನಾನು ಆತ್ಮನಲ್ಲಿ ತಿಳಿದುಕೊಳ್ಳುತ್ತೇನೆ, ಈ ಹಾಲ್ ಪೂರ್ತಿಯಾಗಿ ದೇವರ ಸಾನ್ನಿಧ್ಯ ತುಂಬಿದೆ. ലോകം മുഴുവനും പ്രതികൂലത്തിൽ നിറയുമ്പോൾ ഇതിനകത്ത് ആത്മാവിൽ നിറയുന്ന ഒരു ജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಲೋಕವೇ ಪ್ರತಿಕೂಲದಲ್ಲಿ ತುಂಬಿರುವಾಗ ಇಲ್ಲಿ ದೇವರ ಸಾನ್ನಿಧ್ಯ ತುಂಬಿರುವಂತ ದೇವ ಜನರಿಗಾಗಿ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇನೆ. ആത്മാവിൽ നിറയുമ്പോൾ പട്ടണത്തിനകങ്ങളിൽ ദൈവം വിടുതലുകളെ പകരും. ನಾವು ಒಟ್ಟಾಗಿ ದೇವರಲ್ಲಿ ಆತ್ಮಿಕವಾಗಿ ಬಲ ಹೊಂದುವಾಗ ಪಟ್ಟಣವು ಆತ್ಮಿಕವಾದ ಬಿಡುಗಡೆಯನ್ನು ಹೊಂದುತ್ತದೆ. എത്ര പേർ ആഗ്രഹിക്കുന്നു ഇന്ന് പകലും എനിക്കൊന്ന് ബലപ്പെടണം? ಎಷ್ಟು ಜನ ಬಯಸ್ತೀರಾ ನಾನು ಇವತ್ತು ಹಗಲು ಬಲಪಡಬೇಕು? എനിക്കൊന്ന് ബലപ്പെടണം. എത്ര പേര് പറഞ്ഞ് എനിക്കൊന്ന് ബലപ്പെടണം? ಎಷ್ಟು ಜನ ಹೇಳ್ತೀರಾ ನನಗೆ ಬಲ ಹೊಂದಬೇಕು, ನಾನು ಬಲ ಹೊಂದಬೇಕೆಂಬುದಾಗಿ? എനിക്ക് പോരാ, ഇനിയും ബലപ്പെടണം. ಈ ಬಲ ಸಾಲದು, ನಾನು ಇನ್ನೂ ಬಲ ಹೊಂದಬೇಕು. എനിക്ക് ഇനിയും ബലപ്പെടണം. ಇನ್ನೂ ನಾನು ಬಲ ಹೊಂದಬೇಕು. ഇനിയും എനിക്ക് ബലപ്പെടണം. ಇನ್ನೂ ನಾನು ಬಲ ಹೊಂದಬೇಕು. അകത്തെ മനുഷ്യൻ ബലപ്പെടുന്തോറും പുറമേ മനുഷ്യനുള്ള ക്ഷീണങ്ങൾ അഴിഞ്ഞു മാറും. ಒಳಗಿರುವಂತ ಮನುಷ್ಯ ಬಲ ಹೊಂದುವ ಹಾಗೆ ಹೊರಗಿಡುವಂತಹ ಮನುಷ್ಯ ಶರೀರ ಅದರ ಎಲ್ಲ ಬಲಹೀನತೆ ನೀಗಿ ಹೋಗುತ್ತದೆ. വചനം പറയുന്നു, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക. ಆ ದೇವರ ವಾಕ್ಯ ಹೇಳುತ್ತದೆ, ಆತ್ಮಿಕ ಕಾರ್ಯಗಳಿಂದ ಶಾರೀರಿಕವಾದ ಇಚ್ಛೆಗಳನ್ನ ಸಾಯಿಸಿರಿ ಎಂಬುದಾಗಿ. ഹല്ലേലൂയ. ആത്മാവിൽ ബലപ്പെട്ടവന്റെ പ്രാർത്ഥന നിന്നു പോകത്തില്ല. ಆತ್ಮನಲ್ಲಿ ಬಲ ಹೊಂದಿದವನ ಪ್ರಾರ್ಥನೆ ನಿಂತು ಹೋಗುವುದಿಲ್ಲ. ആത്മാവിൽ ബലപ്പെട്ടവന്റെ അന്യഭാഷ നിന്നു പോകത്തില്ല. ಆತ್ಮನಲ್ಲಿ ಬಲ ಹೊಂದಿದವನ ಅನ್ಯ ಭಾಷೆ ನಿಂತು ಹೋಗುವುದಿಲ್ಲ. ആത്മാവിൽ ബലപ്പെട്ടവന്റെ ആരാധന നിന്നു പോകത്തില്ല. ಆತ್ಮನಲ್ಲಿ ಬಲ ಹೊಂದಿದವನ ಆರಾಧನೆ ನಿಂತು ಹೋಗುವುದಿಲ್ಲ. ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ಅವನು ಎಲ್ಲಾ ಸಮಯದಲ್ಲಿ ಪ್ರಾರ್ಥಿಸುತ್ತಾ ಇರುತ್ತಾನೆ. ഇപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കും. ಎಲ್ಲಾ ಸಮಯದಲ್ಲಿ ಅವನು ಆರಾಧಿಸುತ್ತಾ ಇರುತ್ತಾನೆ. ഇപ്പോഴും അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കും. ಅವನು ಯಾವಾಗಲೂ ಎಡಬಿಡದೆ ಅನ್ಯ ಭಾಷೆ ಹೇಳುತ್ತಾ ಇರುತ್ತಾನೆ. പുതിയ ആത്മാവിന്റെ ഭാഷകളാൽ നിറഞ്ഞുകൊണ്ടിരിക്കും. ಹೊಸ ಹೊಸ ಭಾಷೆಯಿಂದ ಅವನು ತುಂಬುತ್ತಾ ಇರುತ್ತಾನೆ. വെളിപ്പാടുകളാൽ നിറഞ്ഞുകൊണ്ടിരിക്കും. ಪ್ರಕಟಣೆಯಿಂದ ತುಂಬುತ್ತಾನೆ. അവൻ ആത്മാവിൽ ബലപ്പെടുന്തോറും പൈശാചിക മണ്ഡലങ്ങളുടെ ബലങ്ങൾ ക്ഷയിച്ചു പോകാൻ തുടങ്ങും. ಅವನು ಆತ್ಮನಲ್ಲಿ ಬಲ ಹೊಂದಿದ ಹಾಗೆ ಸೈತಾನ ಕ್ರಿಯೆಗಳು ಲಯವಾಗ್ತಾ ಹೋಗುತ್ತದೆ. വിശ്വസിക്കുന്നവർക്ക് ആത്മാവിൽ ബലപ്പെടട്ടെ. ನಂಬುವವರು ಆತ್ಮನಲ್ಲಿ ಬಲ ಹೊಂದಲಿ, ആത്മാവിൽ നിറയട്ടെ, ಆತ್ಮನಲ್ಲಿ ತುಂಬಲ್ಪಡಲಿ. പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് പകൽ തകരട്ടെ. ಸೈತಾನ ಕ್ರಿಯೆಗಳು ಮುರಿಯಲ್ಪಡಲಿ. ശത്രുവിന്റെ ബലങ്ങൾ ഇന്ന് പകൽ ഉടയുന്ന പകലായി തീരട്ടെ. ಸೈತಾನ ಕ್ರಿಯೆಗಳು ಒಡೆಯುವಂತ ಹಗಲಾಗಿ ಮಾರ್ಪಡಲಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ആത്മാവിൽ നിറയുക മാത്രമല്ല, ആത്മാവിൽ നിലനിൽക്കുക. ಆತ್ಮನಲ್ಲಿ ತುಂಬುವುದು ಮಾತ್ರವಲ್ಲ, ಆತ್ಮನಲ್ಲಿ ನೆಲೆ ನಿಂತ್ಕೊಳ್ಳ್ರಿ. അടുത്തിരിക്കുന്ന ഒരാളുടെ കരത്തിൽ പിടിച്ച് മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞ ആത്മാവിൽ ബലപ്പെടുക. ಪಕ್ಕದಲ್ಲ ಇರುವಂತ ಅವರಿಗೆ ಕೈ ಕೊಟ್ಟು ಹೇಳ್ರಿ, ಆತ್ಮನಲ್ಲಿ ತುಂಬುವುದು ಮಾತ್ರ ಅಲ್ಲ, ಆತ್ಮನಲ್ಲಿ ನೆಲೆ ನಿಂತ್ಕೊಳ್ರಿ ಎಂಬುದಾಗಿ. ചിലര് ചിരിച്ചില്ല. ಕೆಲವರು ನಗು ಮುಖ ಬಂದಿಲ್ಲ. ಕೆಲವರದು ചിരിച്ചുകൊണ്ട് പറഞ്ഞ ആത്മാവിൽ ബലപ്പെടുക. ನಗುತ್ತಾ ಸಂತೋಷವಾಗಿ ಹೇಳ್ರಿ, ಆತ್ಮನಲ್ಲಿ ಬಲ ಹೊಂದ್ರಿ.
ആമേൻ. ആമേൻ. വെരി ഗുഡ്, വെരി ഗുഡ്. ആത്മാവിൽ റെസ്പോണ്ട് ചെയ്യുന്ന ദൈവജനത്തിനായി സ്തോത്രം. ಆತ್ಮನಲ್ಲಿ ಪ್ರತಿಕ್ರಿಯಿಸುವಂತಹ ದೇವಜನರಿಗಾಗಿ ഒരു ಸ್ತೋತ್ರ. വചനം പറയുമ്പോൾ അത് എന്റെ മേൽ വരട്ടെ എന്ന് പറയുന്ന നല്ല ജനത്തിനായി ഞാൻ ദൈവത്തെ ಒಂದು സ്തുതിക്കുന്നു. ವಾಕ್ಯ ಹೇಳುವಾಗ ಅದು ನನ್ನ ಮೇಲೆ ಬರಲಿ ಎಂಬುದಾಗಿ ಹೇಳುವಂತವರಿಗಾಗಿ ಸ್ತೋತ್ರ. നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. ನಿಜವಾಗಲೂ ದೇವರು ನಿಮ್ಮನ್ನು ಆಶೀರ್ವದಿಸುತ್ತಾನೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവിൽ ബലപ്പെട്ട മനുഷ്യൻ അല്ലെങ്കിൽ ആത്മാവിൽ നിലനിൽക്കുന്ന മനുഷ്യന് മാത്രമേ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയത്തുള്ളൂ. ಆತ್ಮನಲ್ಲಿ ಬಲ ಹೊಂದಿದಂತ ಮನುಷ್ಯನಿಗೆ ಮಾತ್ರವೇ ದೇವರ ಮುಂದೆ ನಿಂತುಕೊಳ್ಳೋದಕ್ಕೆ ಸಾಧ್ಯವಾಗುವಂತದ್ದು. എനിക്ക് എപ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ കരം ഉയർത്തുന്ന കർത്താവിനെ സ്തുതിച്ചാൽ. ನನಗೆ ಯಾವಾಗಲೂ ದೇವರ ಮುಂದೆ ನಾನು ನಿಂತ್ಕೊಳ್ಬೇಕೆಂಬುದಾಗಿ ಹೇಳುವಂತವರು ಕರಗಳನ್ನು ಎತ್ತಿ ದೇವರನ್ನು ಸ್ತುತಿಸಿರಿ. ആമേ. ദൈവത്തിന്റെ മുമ്പിൽ എപ്പോഴും നിൽക്കണമെങ്കിൽ ആത്മാവിൽ നിലനിൽക്കുന്നവരായിരിക്കണം. ದೇವರ ಮುಂದೆ ಯಾವಾಗಲೂ ನಿಂತ್ಕೊಳ್ಬೇಕಂದ್ರೆ ನೀನು ಆತ್ಮನಲ್ಲಿ ಬಲ ಹೊಂದದವನಾಗಬೇಕು. ആത്മാവിൽ നിലനിൽക്കണമെങ്കിൽ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കണം. ಆತ್ಮನಲ್ಲಿ ನೆಲೆನಿಲ್ಲಬೇಕಂದ್ರೆ ಆತ್ಮನಲ್ಲಿ ತುಂಬಲ್ಪಡಬೇಕು. ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ ആരാധന നിർത്തരുത്, പ്രാർത്ഥന നിർത്തരുത്, അന്യഭാഷയിൽ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കണം. ಆತ್ಮನಲ್ಲಿ ತುಂಬಬೇಕಂದ್ರೆ ಪ್ರಾರ್ಥನೆ ನಿಲ್ಲಿಸಬಾರದು, ಅನ್ಯ ಭಾಷೆ ನಿಲ್ಲಿಸಬಾರದು, ಆತ್ಮನಲ್ಲಿ ತುಂಬುತ್ತಾ ಇರಬೇಕು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവിൽ നിറയുന്നവൻ ആത്മാവിൽ നിലനിൽക്കും. ആത്മാവിൽ നിലനിൽക്കുന്നവൻ ദൈവസന്നിധിയിൽ എപ്പോഴും നിന്നുകൊണ്ടിരിക്കും. ಆತ್ಮನಲ್ಲಿ ತುಂಬಿದವನು ಆತ್ಮನಲ್ಲಿ ನೆಲೆ ನಿಲ್ಲುತ್ತಾನೆ. ಆತ್ಮನಲ್ಲಿ ನೆಲೆ ನಿಂತವನು ದೇವರ ಸನ್ಮುಖದಲ್ಲಿ ಯಾವಾಗಲೂ ನಿಂತುಕೊಳ್ಳುತ್ತಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇന്നലെ അവസാനം നമ്മുടെ ഒരു വാക്യം വായിച്ചു നിർത്തി. ഏത് വാക്യം എന്ന് പറയാമോ? ನಾವು ಕೊನೆಗೆ ನಾವು ನಿನ್ನೆ ಆ ಒಂದು ವಾಕ್ಯವನ್ನ ಓದಿ ನಾವು ನಿಲ್ಲಿಸಿದ್ದೆವು. ಆ ವಾಕ್ಯ ಯಾವುದು ಅಂತ ಹೇಳಬಹುದಾ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എബ്രായർക്ക് എഴുതിയ ലേഖനം ಇಬ್ರಿಯ ಪತ್ರಿಕೆ 9-ാം അധ്യായം 9ನೇ ಅಧ್ಯಾಯ ഹല്ലേലൂയ അതിന്റെ 28-ാം വാക്യം. ಅದರ 27ನೇ ವಾಕ್ಯದ ಕೊನೆ ಭಾಗ. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 28-ാം ವಾಕ್യം. ಕ್ರಿಸ್ತನು ಸಹ ಬಹು ಜನರ ಪಾಪಗಳನ್ನು ಹೊತ್ತುಕೊಳ್ಳೋಸ್ಕರ ಒಂದೇ ಸಾರಿ ಸಮರ್ಥನಾದನು ಮತ್ತು ತನ್ನನ್ನು ನಿರೀಕ್ಷಿಸಿಕೊಂಡವರಿಗೆ ರಕ್ಷಣೆಯನ್ನು ಉಂಟು ಮಾಡೋದಕ್ಕೋಸ್ಕರ ಪಾಪ ಸಂಬಂಧವಿಲ್ಲದವನಾಗಿ ಎರಡನೆಯ ಸಾರಿ ಕಾಣಿಸಿಕೊಳ್ಳುವನು. ഇന്നലെ നിർത്തിയ ഇടത്ത് നിന്ന് ഞാൻ തുടങ്ങട്ടെ. ನಾವು ನಿಲ್ಲಿಸಿದ ಭಾಗದಿಂದ ನಾನು ಪ್ರಾರಂಭಿಸುತ್ತೇನೆ. നമ്മുടെ കർത്താവ് വരാറായി. ನಮ್ಮ ಕರ್ತನು ಬರಲಿಕ್ಕೆ ಆಗಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ಸಂತೋಷವುಳ್ಳವರು ದೇವರನ್ನ ಸ್ತುತಿಸಿರಿ. ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ಶಕ್ತಿಯಾಗಿ ಸ್ತುತಿಸಿರಿ. ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ಶಕ್ತಿಯಾಗಿ ಸ್ತುತಿಸಿರಿ. എത്ര പേര് വിശ്വസിക്കുന്നു ഞാൻ ആമേ പ്രിയം വെച്ച ഞാൻ ആഗ്രഹിച്ച എന്റെ കർത്താവ് വേഗം വരാറായി? ಎಷ್ಟು ಜನ ಬಯಸ್ತಿದ್ದೀರಿ? ನಾನು ನಿರೀಕ್ಷೆ ಇಟ್ಟಂತ ಯೇಸು ಬೇಗನೆ ಬರುತ್ತಾನೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ പറഞ്ഞു കർത്താവ് വേഗം വരും. പക്ഷേ എല്ലാവരും ചേർക്കാനല്ല കർത്താവ് വരുന്നത്, കാത്തു നിൽക്കുന്നവരെ ചേർക്കുവാൻ കർത്താവ് വരാൻ പോകുകയാണ്. ನಾನು ನಿನ್ನೆ ಹೇಳಿದೆ, ಕರ್ತನು ಬೇಗನೆ ಬರುತ್ತಾನೆ. ಎಲ್ಲರನ್ನ ಕರೆದುಕೊಂಡು ಹೋಗೋದಕ್ಕಲ್ಲ, ತನ್ನ ನಿರೀಕ್ಷಿಸುವವರನ್ನ ಕರೆದುಕೊಂಡು ಹೋಗ್ಲಿಕ್ಕೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് ഒരു ബസ് കിട്ടണമെങ്കിൽ ഞാൻ എവിടെ കാത്തു നിൽക്കണം? ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കണം. ನನಗೆ ಒಂದು ಬಸ್ ಸಿಗ್ಬೇಕಂದ್ರೆ ನಾನು ಎಲ್ಲಿ ನಿಲ್ಬೇಕು? ನಾನು ಬಸ್ ಸ್ಟ್ಯಾಂಡ್ ನಲ್ಲಿ ಹೋಗಿ ನಿಂತ್ಕೊಳ್ಬೇಕು. ബസ് കിട്ടണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിന്ന ബസ് കിട്ടത്തില്ല. ಬಸ್ ಸಿಗ್ಬೇಕಂದ್ರೆ ನಾನು ರೈಲ್ವೆ ಸ್ಟೇಷನ್ಗೆ ಹೋದ್ರೆ ಬಸ್ ಸಿಗೋದಿಲ್ಲ. എനിക്കൊരു ഫ്ലൈറ്റ് കിട്ടണമെങ്കിൽ ഞാൻ എയർപോർട്ടിൽ പോകണം, എങ്കിൽ മാത്രമേ ഫ്ലൈറ്റ് എനിക്ക് കിട്ടത്തുള്ളൂ. ನನಗೆ ಒಂದು ಫ್ಲೈಟ್ ವಿಮಾನ ಸಿಗ್ಬೇಕಂದ್ರೆ ನಾನು ಏರ್ಪೋರ್ಟ್ಗೆ ಹೋಗ್ಬೇಕು, ಅಲ್ಲಿ ಮಾತ್ರ ಫ್ಲೈಟ್ ಸಿಗುವಂತದ್ದು. ഫ്ലൈറ്റ് ലഭിക്കാൻ ഞാൻ ബസ് സ്റ്റാൻഡിൽ കാത്തു നിന്നിട്ട് കാര്യമില്ല. ಫ್ಲೈಟ್ ಸಿಗುವುದಕ್ಕಾಗಿ ನಾನು ಬಸ್ ಸ್ಟ್ಯಾಂಡ್ ನಲ್ಲಿ ನಾನು ನೋಡ್ತಾ ಇದ್ರೆ ಸಿಗೋದಿಲ್ಲ. ഇപ്പൊ ഫ്ലൈറ്റ് കിട്ടാൻ വേണ്ടി പോയാലും കിട്ടത്തില്ല. കൊറോണ ബാധിച്ചതുകൊണ്ട് ഫ്ലൈറ്റ് എല്ലാം ബന്ദ് ചെയ്തിരിക്കുകയാണ്. ಈಗ ಫ್ಲೈಟ್ ಅನ್ನ ಸಿಗ್ಬೇಕಂತ ಹೋದ್ರೂ ಸಿಗಲ್ಲ. ಎಲ್ಲ ಕಡೆ ಕೊರೋನಾ ಯುಗ ಆವರಿಸಿಕೊಂಡಿದೆ. ഞാൻ അവിടെ നിന്ന് ഒരു ദൂത് പറയാം. ಅಲ್ಲಿಂದ ನಾನು ಒಂದು ಸಂದೇಶ ಹೇಳ್ತೇನೆ. ഫ്ലൈറ്റിന്റെ വരവ് അല്ലെങ്കിൽ കർത്താവിന്റെ വരവുമായി ബന്ധപ്പെടുത്തി ഞാൻ പറയാം. ഫ്ലൈറ്റിന്റെ വരവ് സ്റ്റോപ്പ് ആകാൻ പോകുന്നതിന് മുൻപ് എനിക്ക് ലഭിക്കേണ്ട ഫ്ലൈറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ಕರ್ತನ ಬರೋಣದಲ್ಲಿ ಆ ಫ್ಲೈಟಿನ ವಿಷಯದಲ್ಲಿ ನಾನು ನಿಮಗೆ ಹೇಳುವುದಾದರೆ, ಆ ಫ್ಲೈಟ್ ನಿಂತು ಹೋಗೋದಕ್ಕಿಂತ ನನಗಿರುವಂತ ಫ್ಲೈಟ್ ಬರುವಂತ ಕರ್ತನಿಗಾಗಿ ನಾನು ಸ್ತುತಿಸ್ತಾ ಇದ್ದೇನೆ. ഒത്തിരി പേര് അവരുടെ ഫ്ലൈറ്റ് മിസ്സായിട്ട് ഇന്ന് നിൽക്കുകയാണ്. ಇವತ್ತು ಅನೇಕರ ಫ್ಲೈಟ್ ಅವರಿಗೆ ಮಿಸ್ ಆಗಿ ಅವರು ನಿಂತ್ಕೊಂಡಿದ್ದಾರೆ. ഇന്ന് പകൽ ഞാനൊരു ദൂത് പറയാം. ನಾನು ಒಂದು ಸಂದೇಶ ಹೇಳುತ್ತೇನೆ. എന്റെ കർത്താവിന്റെ വരവിൽ ഞാനും നിങ്ങൾ മിസ്സാകരുത്. ನನ್ನ ಕರ್ತನ ಬರೋಣದಲ್ಲಿ ನಾನು ನೀನು ತಪ್ಪಿಸಿಕೊಳ್ಳಬಾರದು. കർത്താവിന്റെ വരവിൽ ഞാനും നിങ്ങൾ മിസ്സാകരുത്. ನಾನು ನೀನು ಕರ್ತನ ಬರೋಣದಲ್ಲಿ ತಪ್ಪಿಸಿಕೊಳ್ಳಬಾರದು. ടൈമിന് എടുക്കപ്പെടേണ്ടതിന് കാത്തു നിൽക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ಸರಿಯಾದ ಸಮಯದಲ್ಲಿ ಕಾದು ನಿಲ್ಲುತ್ತವರನ್ನ ತೆಗೆದುಕೊಂಡು ಹೋಗ್ಲಿಕ್ಕೆ ಅವರು ಇರುವವರಿಗಾಗಿ ನಾನು ದೇವರನ್ನು ಸ್ತುತಿಸುತ್ತೇನೆ. കാത്തു നിൽക്കണമെങ്കിൽ ആത്മാവിൽ നിലനിൽക്കണം. ಕಾದು ನಿಲ್ಲಬೇಕಂದ್ರೆ ಆತ್ಮನಲ್ಲಿ ನೆಲೆ ನಿಲ್ಲಬೇಕು. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എവിടെയാണ് ഞാൻ കാത്തു നിൽക്കേണ്ടത്? ആത്മാവിൽ നിൽക്കുന്നവൻ കർത്താവിനായി കാത്തു നിൽക്കുന്നു. ಎಲ್ಲಿ ನಾನು ಕಾದು ನಿಂತ್ಕೊಳ್ಳುತ್ತೇವೆ, ಆತ್ಮನಲ್ಲಿ ನೆಲೆ ನಿಂತವನು ಮಾತ್ರ ನಿರೀಕ್ಷೆಯಿಂದ ಇರಲಿಕ್ಕೆ ಸಾಧ್ಯ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവിൽ നിൽക്കുന്നവൻ
കർത്താവിന്റെ വരവിനായി കാത്തു നിൽക്കുന്നു. ಆತ್ಮನಲ್ಲಿ ನೆಲೆ ನಿಂತವನು ಕರ್ತನ ಬರೋಣಕ್ಕಾಗಿ ನಿರೀಕ್ಷಿಸಿಕೊಂಡಿರುವನು. വചനം പറയുന്നു, ആമേ സ്തോത്രം, കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമതും അവൻ പ്രത്യക്ഷനാകും. ನಿರೀಕ್ಷಿಸುವವರ ರಕ್ಷಣೆಯನ್ನು ಉಂಟು ಮಾಡೋದಕ್ಕೋಸ್ಕರ ಪಾಪ ಸಂಬಂಧ ಇಲ್ಲದವನಾಗಿ ಎರಡನೇ ಸಾರಿ ಕಾಣಿಸಿಕೊಳ್ಳುವನು. ഇന്ന് പകൽ എത്ര പേർ റെഡിയാണ് കർത്താവിന്റെ മുമ്പിൽ നിൽക്കുവാൻ? ಎಷ್ಟು ಜನ ಇವತ್ತು ಸಿದ್ಧರಿದ್ದೀರಾ ಕರ್ತನ ಮುಂದೆ ನಿಂತ್ಕೊಳ್ಳೋದಕ್ಕೆ? കർത്താവിന്റെ മുൻപിൽ എപ്പോഴും നിൽക്കുവാൻ ആത്മാവിൽ കർത്താവ് ഇന്ന് പകൽ ചിലരെ നിറയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ಕರ್ತನಲ್ಲಿ ಮುಂದೆ ನಿಲ್ಲಿಸುವುದಕ್ಕಾಗಿ ಕೆಲವರನ್ನ ಆತ್ಮನಲ್ಲಿ ದೇವರು ತುಂಬಿಸಲಿಕ್ಕಿದ್ದಾನೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. എഫെസ്യ ലേഖനം വിളിച്ചു പറയുന്നു, 6-ാം അധ്യായം 10-ാം വാക്യത്തിനകത്ത് നമുക്ക് വായിക്കാൻ കഴിയും. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം ഒരാൾ വായിച്ചാട്ടെ. ಎಫೆಸ ಪತ್ರಿಕೆ 6ನೇ ಅಧ್ಯಾಯ 10ನೇ ವಾಕ್ಯವನ್ನು ಓದಿಕೊಳ್ಳೋಣ. ಕಡೆ ಮಾತನೆಂದರೆ, ನೀವು ಕರ್ತನನ್ನು ಆತನ ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿಯನ್ನು ಆಶ್ರಯಿಸಿಕೊಂಡವರಾಗಿ ಬಲಗೊಳ್ಳಿರಿ. ഹല്ലേലൂയ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. ನೀವು ಕರ್ತನ ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿಯನ್ನು ಆಶ್ರಯಿಸಿಕೊಂಡವರಾಗಿ ಬಲಗೊಳ್ಳಿರಿ. ಸೈತಾನ ತಂತ್ರೋಪಾಯಗಳನ್ನು ಎದುರಿಸಿ ನಿಲ್ಲುವುದಕ್ಕೆ ಶಕ್ತರಾಗುವ ದೇವರು ದಯಪಾಲಿಸುವ ಸರ್ವಾಯುಧಗಳನ್ನು ಧರಿಸಿಕೊಳ್ಳಿರಿ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണമെങ്കിൽ വചനം പറയുന്നു, കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. ನೋಡಿ, ಸೈತಾನ ತಂತ್ರಗಳನ್ನು ಎದುರಿಸಿ ನಿಲ್ಲಬೇಕಂದರೆ ಆತನ ಅತ್ಯಧಿಕ ಶಕ್ತಿಯಲ್ಲಿ ನೀವು ಬಲ ಹೊಂದಬೇಕು. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ശത്രുവിന്റെ പല പദ്ധതികൾക്കെതിരെയും എനിക്ക് നിൽക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ಅನೇಕ ಸಂದರ್ಭದಲ್ಲಿ ನಾವು ಹೀಗೆ ಯೋಚನೆ ಮಾಡ್ತೀವಿ, ಯಾಕೆ ಸೈತಾನ ತಂತ್ರಗಳಲ್ಲಿ ನನಗೆ ಎದುರಿಸಿ ನಿಲ್ಲಕ್ಕಾಗದೆ ಹೋಗ್ತಾ ಇದೆ ಎಂಬುದನ್ನ. ഇന്ന് പകൽ ഞാൻ പറയാം, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയണമെങ്കിൽ അവന്റെ അമിത ബലത്തിൽ നമ്മൾ ശക്തിപ്പെടണം. ಇವತ್ತು ಹಗಲು ನಾನು ಹೇಳುತ್ತೇನೆ, ಸೈತಾನ ತಂತ್ರಗಳನ್ನು ಎದುರಿಸಿ ನಿಲ್ಲಬೇಕಾದರೆ ನೀನು ಆತನ ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿಯಲ್ಲಿ ನೀನು ಆಶ್ರಯಿಸಿ ಬಲಗೊಳ್ಳಬೇಕು. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. ಪೌಲನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಕಡೆ ಮಾತನೆಂದರೆ ನೀವು ಕರ್ತನಲ್ಲಿಯೂ ಆತನ ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿಯಲ್ಲಿ ഇന്ന് പകൽ ಬಲಗೊಂಡು കർത്താവിന്റെ ഒരു അമിത ബലം ഇതിനകത്ത് വ്യാപരിക്കാൻ പോകുകയാണ്. ಇವತ್ತು ಹಗಲು ಆತನ ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿಯಲ್ಲಿ ഇന്ന് ಆವರಿಸಿಕೊಳ್ಳುತ್ತದೆ. പകൽ കർത്താവിന്റെ ഒരു അമിത ബലം നിന്നെ ശത്രുവിന്റെ തന്ത്രങ്ങൾക്കെതിരെ നിൽക്കുവാൻ വേണ്ടി ഒരു അമിത ബലം നിന്റെ മേൽ ചലിക്കാൻ പോകുകയാണ്. ಇವತ್ತು ಸೈತಾನ ತಂತ್ರಗಳನ್ನು ಎದುರಿಸುವುದಕ್ಕೆ ಬೇಕಾದಂತ ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿಯನ್ನು ದೇವರು ಇವತ್ತು ನಿಮಗೆ ಕೊಡುವವನಾಗಿದ್ದಾನೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര ആഗ്രഹിക്കുന്നു ഒരു അമിത ബലത്തിൽ എനിക്കൊന്ന് ശക്തിപ്പെടണം. ಎಷ್ಟು ಜನರು ಬಯಸ್ತಿದ್ದೀರಾ, ನಾನು ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿಯಲ್ಲಿ ನಾನು ಬಲ ಹೊಂದಬೇಕು? എത്ര പേർ ആഗ്രഹിക്കുന്നു അമിത ബലത്തിൽ എനിക്കൊന്ന് നിറയണം. ಎಷ್ಟು ಜನ ಬಯಸ್ತಿದ್ದೀರಾ, ನಾನು ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿಯಲ್ಲಿ ನಾನು ತುಂಬಬೇಕು ಎಂಬುದನ್ನು? അമിത ബലത്തിൽ ചിലരെ കർത്താവ് നിറയ്ക്കാൻ പോകുകയാണ്. ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿಯಲ್ಲಿ ಕೆಲವರನ್ನು ದೇವರು വിശ്വസിക്കുന്ന ತುಂಬಿಸಲಿಕ್ಕಿದ್ದಾನೆ. എത്ര പേരുണ്ട് ഇന്ന് പകൽ ഒരു അമിത ബലം എന്റെ മേൽ ദൈവം പകർന്നിരിക്കും? ആമേൻ. ಎಷ್ಟು ಜನ ಅದನ್ನು ನಂಬುತ್ತೀರಾ? ಇವತ್ತು ದೇವರು ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿಯನ್ನ ದೇವರು ನನಗೆ ಇವತ್ತು ತುಂಬಿಸುತ್ತಾನೆ ಎಂಬುದಾಗಿ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചാട്ട്. ನಂಬುವವರು ಇವತ್ತು ಆತ್ಮನಲ್ಲಿ ಕರ್ತನನ್ನು ಸ್ತುತಿಸಿರಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അമിത ബലത്തിൽ ശക്തിപ്പെടുന്നവൻ, ആത്മാവിൽ ശക്തിപ്പെടുന്നവൻ, ಅಧಿಕವಾದ ಶಕ್ತಿಯಲ್ಲಿ ಬಲ ಹೊಂದುವವನು, ಆತ್ಮಿಕ ಶಕ್ತಿಯಲ್ಲಿ ಬಲ ಹೊಂದುವವನು, ശക്തിപ്പെടുന്നവൻ ആമേ ശത്രുവിന്റെ ശക്തികൾക്കെതിരെ ആമേ ശത്രുവിന്റെ ശക്തികളെ ക്ഷയിപ്പിച്ചിരിക്കും. ಆ ಬಲ ಹೊಂದುವಂತವನು ಶೈತಾನನ ಶಕ್ತಿಗಳನ್ನ ನಾಶ ಮಾಡುವವನಾಗಿರ್ತಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എന്റെയും നിങ്ങളുടെയും വാഗ്ദത്തങ്ങൾക്കെതിരെയാണ് ശത്രു പലപ്പോഴും തടങ്ങൽ നിൽക്കുന്നത്. ನೋಡಿ, ಯಾವಾಗಲೂ ನನ್ನ ನಿನ್ನ ವಾಗ್ದಾನಕ್ಕೆ ವಿರೋಧವಾಗಿಯೇ ಯಾವಾಗಲೂ ಸೈತಾನು ತಡೆಯಾಗಿ ನಿಂತಿರುವಂತದ್ದು. എന്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ വാഗ്ദത്തം സ്വർഗരാജ്യത്തിൽ പോകണമെന്നുള്ള വാഗ്ദത്തമാണ്. ನೋಡಿ, ನಮ್ಮ ನಿಮ್ಮ ದೊಡ್ಡ ವಾಗ್ದಾನ ಎಂಬುದು ಅದು ಪರಲೋಕ ರಾಜ್ಯಕ್ಕೆ ಹೋಗುವಂತದ್ದಾಗಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ വാഗ്ദത്തം എനിക്ക് നടക്കണം? ಎಷ್ಟು ಜನ ಬಯಸ್ತಿದ್ದೀರಿ, ನನ್ನ ವಾಗ್ದಾನ ನನ್ನ ಜೀವಿತದಲ್ಲಿ ನೆರವೇರಬೇಕೆಂಬುದನ್ನ? സ്വർഗരാജ്യത്തിൽ പോകണം, അതാ ഏറ്റവും വലിയ വാഗ്ദത്തം. ಪರಲೋಕ ರಾಜ್ಯವನ್ನ ನಾನು ಸೇರ್ಬೇಕು, ಅದೇ ದೊಡ್ಡ ವಾಗ್ದಾನ. അത് ഏറ്റവും വലിയ വാഗ്ദത്തമായിരിക്കെ ആമേൻ അതിനുവേണ്ടി നിൽക്കുന്നവന്റെ ജീവിതത്തിലുള്ള ആമേൻ ചെറിയ വാഗ്ദത്തങ്ങളെ നിറവേറ്റാൻ ദൈവം ശക്തനാണ്. ಆ ದೊಡ್ಡ ವಾಗ್ದಾನಕ್ಕಾಗಿ ನೆಲೆ ನಿಲ್ಲುವಂತವನಿಗೋಸ್ಕರ ಅವನ ಸಣ್ಣ ವಾಗ್ದಾನಗಳನ್ನು ಕೂಡ ನೆರವೇರಿಸುವವನಾಗಿದ್ದಾನೆ ದೇವರು. ഇന്ന് പകലും ദൈവമേ ഒത്തിരി വാഗ്ദത്തങ്ങൾ ഞാൻ കേട്ടതാണ്, ഒത്തിരി പ്രവാചകന്മാർ എന്നോട് ദൂത് പറഞ്ഞതാണ്,
പലതും നടക്കാതെ വേദനപ്പെട്ടിരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ഒരു ദൂത് പറയാൻ ആഗ്രഹിക്കുന്നു. ಈ ಹಗಲು ಕೂಡ ನೀವು ಅನೇಕ ವಾಗ್ದಾನಗಳನ್ನ ಅನೇಕ ಸೇವಕರುಗಳ ಮೂಲಕ ಪ್ರವಾದಿಗಳ ಮೂಲಕವಾಗಿ ಕೇಳಿಸ್ಕೊಂಡಿದ್ದೀರಾ, ಆದರೆ ಇದುವರೆಗೂ ನಡೆಯದನ್ನ ದೇವರು ನಿಮಗಾಗಿ ಮಾಡುವವನಾಗಿದ್ದಾನೆ. ആമേൻ. ആമേൻ. ഒത്തിരി വാഗ്ദത്തങ്ങൾ കേട്ടു പാസ്റ്ററെ, പക്ഷെ അതിലേക്ക് കയറാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് പറയുന്നവരൊന്ന് കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ಪಾಸ್ಟ್ರೆ, ನಾನು ಅನೇಕ ವಾಗ್ದಾನಗಳನ್ನ ಕೇಳಿಸ್ಕೊಂಡಿದ್ದೇನೆ, ಆದ್ರೆ ಇದುವರೆಗೂ ನನಗೆ ಅದರಲ್ಲಿ ಪ್ರವೇಶಿಸಕ್ಕೆ ಆಗಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳುವವರು ನಿಮ್ಮ ಕರಗಳನ್ನು ಎತ್ತುರಿ. എനിക്ക് എന്റെ വാഗ്ദത്തങ്ങളിലേക്ക് കയറണമെന്ന് ആഗ്രഹിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ನನಗೆ ನನ್ನ ವಾಗ್ದಾನದಲ್ಲಿ ನಾನು ಹತ್ತಬೇಕೆಂಬುದಾಗಿ ಬಯಸುವವರು ಕರಗಳೆತ್ತಿ ದೇವರನ್ನ ಸ್ತುತಿಸಿರಿ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം. ಆತ್ಮನಲ್ಲಿ ನಿಮಗೆ ಸಂದೇಶ ಹೇಳುತ್ತೇನೆ. ഇന്ന് പകൽ ചിലരുടെ വാഗ്ദത്തങ്ങളിലേക്ക് നടന്നു കയറാൻ പോകുകയോ. ಇವತ್ತು ಕೆಲವರು ನಿಮ್ಮ ವಾಗ್ದಾನಗಳಲ್ಲಿ ನೀವು ನಡೆದು ಅದನ್ನ ಏರಲಿಕ್ಕಿದ್ದೀರಿ. ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം മാറിപ്പോകത്തില്ല. ದೇವರು ನಿನಗೆ ಹೇಳಿದ ವಾಗ್ದಾನ ಅದನ್ನು ನೆರವೇರದೆ ಇರುವುದಿಲ್ಲ. ആ വാഗ്ദത്തത്തിലേക്ക് നീ കയറാൻ പോകുകയാണ്. ಆ ವಾಗ್ದಾನದ ಒಳಗಡೆ ನೀನು ಏರಲಿಕ್ಕಿದೀಯಾ. നിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് കയറാൻ ഒരു അമിത ബലം ഇന്ന് പകൽ വ്യാപരിക്കുന്നു. ನಿನ್ನ ವಾಗ್ದಾನಗಳಲ್ಲಿ ಏರುವುದಕ್ಕಾಗಿ ಒಂದು ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿಯನ್ನು ದೇವರು ತುಂಬಿಸುತ್ತಿದ್ದಾನೆ. ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ പോകുകയോ. ದೇವರು ಹೇಳಿದ ವಾಗ್ದಾನವನ್ನು ನೀನು ಹೊಂದಲಿಕ್ಕಿದೀಯಾ. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ആ അമിത ബലത്തിൽ കയറി വാഗ്ദത്തങ്ങളിലേക്ക് നടന്നു കയറുന്ന രാത്രിയായി തീരട്ടെ. ನಂಬುವವರು ಆ ಅಧಿಕವಾದ ಶಕ್ತಿಯಲ್ಲಿ ಆಶ್ರಯಿಸಿಕೊಂಡವರಾಗಿ ಆ ವಾಗ್ದಾನದಲ್ಲಿ ಏರುವವರಾಗಿ ಮಾರ್ಪಡಲಿ. വാഗ്ദത്തങ്ങളിലേക്ക് കയറാൻ ഒരു ബലം വ്യാപരിക്കുന്നു. ವಾಗ್ದಾನಗಳಲ್ಲಿ ಏರುವುದಕ್ಕಾಗಿ ಒಂದು ಬಲ ಆವರಿಸ್ತಾ ಇದೆ. വാഗ്ദത്തങ്ങളിലേക്ക് കയറാൻ ഒരു ബലം വ്യാപരിക്കുന്നു. ವಾಗ್ದಾನಗಳಲ್ಲಿ ಏರುವುದಕ್ಕಾಗಿ ಒಂದು ಬಲ ಆವರಿಸ್ತಾ ಇದೆ. വാഗ്ദത്തങ്ങളിലേക്ക് കയറാൻ പരിശുദ്ധാത്മാവ് ചലിക്കുന്നു. ಆ ವಾಗ್ದಾನಗಳಲ್ಲಿ ಏರುವುದಕ್ಕಾಗಿ ಪರಿಶುದ್ಧಾತ್ಮನು ಚಲಿಸುತ್ತಿದ್ದಾನೆ. കാഴ്ചക്കാരായിട്ടിരിക്കരുത്. വാഗ്ദത്തങ്ങളിലേക്ക് ഇന്ന് മകൻ ആത്മാവിൽ കയറുന്ന മകനായി തീരട്ടെ. ನೀವೇನೋ ನೋಡ್ಕೊಂಡು ಕೂತ್ಕೊಳ್ಳೋವರಾಗದೆ ವಾಗ್ದಾನವನ್ನು ಪ್ರವೇಶಿಸುವವರಾಗಿ ಏರುವವರಾಗಿ ಮಾರ್ಪಡಲಿ. ഇതിനകത്ത് ചലിക്കുന്നു. എന്റെ വാഗ്ദത്തം എനിക്ക് വേണം, അതിലേക്ക് ഞാൻ കയറണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് മകൻ ഒരു അമിത ബലം അതിനായി ചലിക്കുന്നു. ಇವತ್ತು ನಾನು ವಾಗ್ದಾನದಲ್ಲಿ ನಾನು ಏರಬೇಕು ಅದರ ಬಯಸುವವರಿಗೆ ಆಗಿ ಒಂದು ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿಯಲ್ಲಿ ಆವರಿಸುತ್ತಿದೆ. നിന്റെ വാഗ്ദത്തങ്ങളെ തടയുന്ന അന്ധകാര മണ്ഡലങ്ങളെ എന്റെ ദൈവം ഇന്ന് മകൻ ഉടയ്ക്കുന്ന മകനാ. ನಿನ್ನ ವಾಗ್ದಾನವನ್ನು ತಡೆಯುವಂತ ಅಂಧಕಾರ ಕ್ರಿಯೆಗಳನ್ನು ನನ್ನ ದೇವರು ಹೊಡೆದಾಕುವಂತ ಅಗಲಾಗಿದೆ. ಇದು അതിനായി ഒരു അമിത ബലം ചലിക്കുന്നു. ಅದಕ್ಕಾಗಿ ಒಂದು ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿ ಚಲಿಸ್ತಾ ಇದೆ. ഒരു ദൈവശക്തി ചലിക്കുന്നു. ಅದಕ್ಕಾಗಿ ದೇವರ ಶಕ್ತಿ ಚಲಿಸ್ತಿದೆ. എത്ര വലിയ വാഗ്ദത്തമായിരുന്നാലും ഇന്ന് മകൻ നീ കയറാൻ പോകുകയോ. ಎಷ್ಟೇ ದೊಡ್ಡ ವಾಗ್ದಾನವಾದರೂ ನೀನು ಅದರಲ್ಲಿ ಪ್ರವೇಶಿಸಲಿಕ್ಕಿದೆಯಾ. ഒരു ശത്രുവിനെ തടയാൻ പറ്റത്തില്ല. ಯಾವ ಶತ್ರುವಿಗೆ ನೀವು ಮುಟ್ಟುವುದಕ್ಕಾಗುವುದಿಲ್ಲ. ആത്മാവിൽ നിറയുന്നവന്റെ വാഗ്ദത്തം തടയാൻ പറ്റത്തില്ല. ಆತ್ಮನಲ್ಲಿ ತುಂಬುವವನನ್ನ ವಾಗ್ದಾನವ ತಡೆ ಮಾಡುವುದಕ್ಕಾಗುವುದಿಲ್ಲ. വാഗ്ദത്തം തടയാൻ പറ്റത്തില്ല. ಆತ್ಮದಲ್ಲಿ ತುಂಬುವವನನ್ನ ವಾಗ್ದಾನವನ್ನು ತಡೆಯುವುದಕ್ಕಾಗುವುದಿಲ್ಲ. നിറയുന്നവന്റെ വാഗ്ദത്തം ബന്ധിക്കാൻ ഒരു പിശാചിനും കഴിയത്തില്ല. ಆತ್ಮನಲ್ಲಿ ತುಂಬುವವನ ವಾಗ್ದಾನವನ್ನ ಯಾವ ಸೈತಾನಿಗೆ ತಡೆ ಮಾಡುವುದಕ್ಕಾಗುವುದಿಲ್ಲ. നീ കേട്ട വാഗ്ദത്തം നടക്കാൻ പോകുകയോ. ಅನೇಕ ದಿನಗಳಿಂದ ಕೇಳಿದ ವಾಗ್ದಾನ ಇವತ್ತು ನಡೀಲಿಕ್ಕಿದೆ. ലൈവിൽ എന്നെ കാണുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നീ വാഗ്ദത്തത്തിലേക്ക് കയറുന്ന പകലാ. ಆ ಲೈವ್ ಆಗಿ ನನ್ನ ನೋಡುವಂತ ನಿಮಗೆ ಹೇಳುತ್ತಾನೆ, ನೀನು ಇವತ್ತು ಆಗಲು ನಿನ್ನ ವಾಗ್ದಾನಕ್ಕೆ ನೀನು ಏರಲಿಕ್ಕಿದೆಯಾ. അതിനായി ഒരു അമിത ബലം ചലിക്കുന്നു. ಅದಕ್ಕಾಗಿ ಇವತ್ತು ಅಧಿಕ ದೈವ ಶಕ್ತಿ ಚಲಿಸುತ್ತಿದೆ. Receive in the name of Jesus. Receive in the name of Jesus. Receive in the name of Jesus. ദൈവത്തിന്റെ അമിത ബലം ഇതിനകത്ത് ചലിക്കുന്നു. ആത്മാവിൽ സ്വീകരിക്കുക. ದೈವಿಕವಾದ ಅಧಿಕವಾದ ಶಕ್ತಿಯಲ್ಲಿ ಚಲಿಸುತ್ತಿದೆ, ಅದನ್ನು ಸ್ವೀಕಾರ ಮಾಡಿಕೊಳ್ಳ್ರಿ. വാഗ്ദത്തങ്ങൾ വീഴുന്നു. ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಲ್ಲಿ ಬೀಳುತ್ತಿದೆ. വാഗ്ദത്തങ്ങൾ വീഴുന്നു. ವಾಗ್ದಾನಗಳು ಬೀಳುತ್ತಿದೆ. ആത്മാവിന്റെ തീ ചലിക്കുന്നു. ಆತ್ಮನ ಬೆಂಕಿ ಉರಿಯುತ್ತಿದೆ. പരിശുദ്ധാത്മാവ് ഇതിനെ പുറപ്പെടുവിക്കുകയാണ്. ಪವಿತ್ರಾತ್ಮ ನಿನ್ನ ಹೊರಗೆ ತರುತ್ತಿದೆ. ಆತ್ಮನಲ್ಲಿ ಸ್ವೀಕರಿಸಿರಿ, ಆತ್ಮನಲ್ಲಿ ಸ್ವೀಕಾರ ಮಾಡ್ಕೊಳ್ರಿ. ഒരു ബലം ഇന്ന് മകൾ ഇതിനകത്ത് ചലിക്കാൻ പോകുകയാ. ಒಂದು ದೈವಿಕ ಬಲ ಇದರ ಮಧ್ಯದಲ್ಲಿ ಚಲಿಸಲಿಕ್ಕಿದೆ. ബലം ഇന്ന് മകൾ ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാ. ಅದು ದೈವಿಕ ಬಲ ಇದರಲ್ಲಿ ಚಲಿಸುತ್ತಿದೆ. ആളുകളെ നിന്റെ കുടുംബത്തോട് പറഞ്ഞ വാഗ്ദത്തത്തെ തടഞ്ഞതിനെ എന്റെ ദൈവം ഇന്ന് മകൾ പൊട്ടിച്ചു കളയുകയാ. ಅನೇಕ ದಿನಗಳಿಂದ ನಿನ್ನ ವಾಗ್ದಾನಗಳನ್ನು ತಡೆ ಮಾಡಿದನ್ನ ನನ್ನ ದೇವರ ಆತ್ಮನ ಅದನ್ನು ಮುರಿದಾಕ್ತಿದ್ದಾನೆ.
നീ ആത്മാവിൽ ബലപ്പെടും തോറും ശത്രുവിന്റെ ബലം നിന്നെ വിട്ട് അകന്നു മാറാൻ തുടങ്ങുകയോ. ನೀನು ಆತ್ಮನಲ್ಲಿ ಬಲ ಹೊಂದುವಾಗ ಸೈತಾನ ಕ್ರಿಯೆಗಳು ಅದು ಮುರಿದು ಹೋಗುವಂತದಾಗಿದೆ. ഞാൻ ആത്മാവിൽ കാണുന്നു ശക്തമേറിയ ദൈവമഹത്വം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ನಾನು ಕಾಣ್ತಾ ಇದ್ದೇನೆ ಶಕ್ತವಾದ ದೇವರ ಮಹಿಮೆಯಲ್ಲಿ ಚಲಿಸುತ್ತಿದೆ. ഓ രാബാബ വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്വീകരിച്ചു തുടങ്ങ്. ഇത് ഹല്ലേലൂയ ആമേ ശക്തിയാലല്ല, ആമേ ദൈവത്തിന്റെ കൃപയാൽ. ഇത് ആമേ നാലിൽ ദൈവത്തിന്റെ ശക്തിയാൽ, മനുഷ്യന്റെ ശക്തിയാലല്ല, ഇത് ദൈവത്തിന്റെ ശക്തിയാൽ. ಇದು ಚಲಿಸುವಂತದ್ದು ದೇವರ ಮನುಷ್ಯನ ಶಕ್ತಿ ಅಲ್ಲ, ದೇವರ ಕೃಪೆಯಿಂದ ದೇವರ ಶಕ್ತಿಯಲ್ಲಿ ಚಲಿಸುತ್ತಿದೆ. ഓ എത്ര പേര് തിരിച്ചറിയുന്നു, എത്ര പേര് തിരിച്ചറിയുന്നു ദൈവത്തിന്റെ ദൂതന്മാർ ഇതിനകത്ത് നടക്കുന്നത് ഞാൻ കാണുന്നു. ಎಷ್ಟು ಜನ ಅದನ್ನು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುತ್ತಿದ್ದೀರಾ? ದೇವರ ದೂತರು ಇಲ್ಲಿ ಸಂಚರಿಸುತ್ತಿದ್ದಾರೆ. ദൈവത്തിന്റെ ദൂതന്മാർ ഓരോ ചെയറിന് അടുത്തേക്ക് വരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ದೇವ ದೂತರು ಒಂದೊಂದು ಚೇರಿನ ಬಳಿಗೆ ಬರುವುದನ್ನು ನಾನು ಕಾಣುತ್ತಿದ್ದೇನೆ. ദൈവത്തിന്റെ ദൂതന്മാർ ചിലരുടെ വാഗ്ദത്തങ്ങളെ തടഞ്ഞ ശത്രുവിന്റെ പദ്ധതികളെ പൊട്ടിക്കുന്നത് ഞാൻ കാണുകയോ. ಕೆಲವರ ಜೀವಿತದಲ್ಲಿರುವ ವಾಗ್ದಾನಗಳ ಸೈತಾನ ತಡೆ ಮಾಡಿದಂತ ಕ್ರಿಯೆಗಳೆಲ್ಲ ಸೈತಾನ ಮುರಿದು ದೇವದೂತರು ಮುರಿದು ಹಾಕುವುದನ್ನು ನಾನು ಕಾಣುತ್ತಿದ್ದೇನೆ. നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. ആത്മാവിൽ നിറയുന്ന ദൈവ വൈതല് നിന്നെ ഒതുക്കാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല. ನಿನ್ನನ್ನು ಅಡಗಿಸಿಡುವುದಕ್ಕೆ ನಿನ್ನನ್ನು ಯಾವ ಸೈತಾನ ಶಕ್ತಿಯಿಂದಲೂ ಸಾಧ್ಯವಿಲ್ಲ. ಆತ್ಮನಲ್ಲಿ ತುಂಬುವಂತ നിന്നെ എത്ര ഒതുക്കാൻ ശ്രമിക്കോ നീ അപ്പുറത്തോളം ആത്മാവിൽ നിറയാൻ ശ്രമിക്കണം. ಎಷ್ಟರ ಮಟ್ಟಿಗೆ ನಿನ್ನನ್ನು ಅಡಗಿಸುವುದಕ್ಕೆ ಸೈತಾನ ಬದುಕಿಸ್ತಾನೋ ನೀನು ಅಷ್ಟರಲ್ಲಿ ಆತ್ಮನಲ್ಲಿ ತುಂಬುವುದಕ್ಕೆ ಬಯಸಬೇಕು. നിന്നെ ഏത് ശത്രു ഒതുക്കുന്നു അതിന്റെ നടുവിൽ നീ ആത്മാവിൽ നിറഞ്ഞേ ഒതുക്കിയ ശത്രുക്കൾ തകർന്നു മാറാ. ಯಾವ ಶತ್ರು ನಿನ್ನನ್ನು ಅಡಗಿಡಿಸೋದಕ್ಕೆ ಪ್ರಯತ್ನಿಸೋ ಅದಕ್ಕೆ ವಿರೋಧವಾಗಿದೆ ಆತ್ಮನಲ್ಲಿ ತುಂಬುವುದಕ್ಕೆ ಪ್ರಯತ್ನಿಸಬೇಕು. ഇതിനകത്ത് തൈലക്കൊമ്പുമായി ദൂതന്മാർ ഇറങ്ങി നടക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയോ. ಇದರ ಮಧ್ಯದಲ್ಲಿ ತೈಲ ಕೊಂಬನ್ನು ಹಿಡಿದುಕೊಂಡು ದೂತರು ಇಳಿಯುವುದನ್ನು ನಾನು ಆತ್ಮದಲ್ಲಿ ಕಾಣ್ತಿದ್ದೇನೆ. ഇരട്ടി ബലം ചിലതിന്റെ മേൽ ചലിക്കുകയോ. 2ರಷ್ಟು ಬಲ ಇದರ ಮಧ್ಯದಲ್ಲಿ ಚಲಿಸುತ್ತಿದೆ. ഇരട്ടി ബലം ചലിക്കുകയോ. 2ರಷ್ಟು ಶಕ್ತಿ ಚಲಿಸುತ್ತಿದೆ. വിശ്വസിക്കുന്നവർ ഇന്ന് മകൾ ആര് കാഴ്ചക്കാരെ നിൽക്കരുത്. ഒരാത്മബലം ഇന്ന് മകൾ ചലിക്കുന്നു. ಇಲ್ಲಿ ನಂಬುವಂತವರು ಯಾರು ಕಣ್ಣು ತೆರೆದು ನೋಡುತ್ತಾ ಕೂತ್ಕೊಳ್ಬೇಡ್ರಿ. ಆತ್ಮಿಕವಾದ ದೇವರ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಚಲಿಸುತ್ತಿದೆ. This is time for Holy Spirit. ಇದು ಪರಿಶುದ್ಧಾತ್ಮನ ಸಮಯವಾಗಿದೆ. ಇದು ಪರಿಶುದ್ಧಾತ್ಮನ ಸಮಯമാണ്. ಇದು ಪರಿಶುದ್ಧಾತ್ಮನ ಸಮಯವಾಗಿದೆ. പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. ಪವಿತ್ರಾತ್ಮನ ಸಮಯವಾಗಿದೆ. രോഗക്കെട്ടുകൾ അഴിയുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ರೋಗ ಬಂಧನಗಳು ಬಿಚ್ಚುವುದನ್ನು ನಾನು ಆತ್ಮನಲ್ಲಿ ಕಾಣುತ್ತಿದ್ದೇನೆ. പുതിയ കൃപകളാൽ നിറയുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ಹೊಸ ಕೃಪೆಗಳಿಂದ ತುಂಬುವುದನ್ನು ನಾನು ಆತ್ಮದಲ್ಲಿ ಕಾಣುತ್ತಿದ್ದೇನೆ. യേശുവിನ ನಾಮದಲ್ಲಿ ഇന്ന് പകൽ വാഗ്ദത്തത്തിലേക്ക് നീ നടന്നു കയറാൻ പോകുകയാ. ಈ ಹಗಲು ನೀನು ವಾಗ್ದಾನವನ್ನ ನಡೆದು ಪ್ರವೇಶಿಸಲಿಕ್ಕಿದೆಯಾ? വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ നീ ആമേ ബന്ധപ്പെടുമ്പോൾ, വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ നീ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് വിളിച്ചു പറയുന്നു വാഗ്ദത്തങ്ങളിലേക്ക് നീ ഈസിയായി കയറാൻ പോകുകയാ. ಇವತ್ತು ನೀನು ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಕೇಳಿದಂತ ವಾಗ್ದಾನಗಳನ್ನ ಪ್ರವೇಶಿಸುವುದಕ್ಕೆ ನೀನು ಪ್ರಯಾಸ ಪಡುವಾಗ, ಅದಕ್ಕೆ ಪ್ರಯತ್ನ ಪಡುವಾಗ ಇವತ್ತು ದೇವರ ಆತ್ಮನ ಹೇಳ್ತಾ ಇದ್ದಾನೆ ನೀನು ಸುಲಭವಾಗಿ ಅದನ್ನ ನೀನು ಪ್ರವೇಶಿಸ್ತೀಯ ಎಂಬುದನ್ನ. വചനം പറയുന്നു ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടും, താമസിക്കത്തിൽ അത് വേഗം വരും. ದೇವರ ವಾಕ್ಯ ಹೇಳುತ್ತದೆ ದರ್ಶನಕ್ಕೆ ಒಂದು ಸಮಯವನ್ನ ಗೊತ್ತು ಮಾಡಿದಾನೆ, ಅದನ್ನ ಬೇಗನೆ ನೆರವೇರುತ್ತದೆ ಎಂಬುದನ್ನ. ദൈവം പറഞ്ഞ വാഗ്ദത്തമാണെങ്കിൽ അത് താമസിക്കത്തില്ല, വരും നിശ്ചയമാ. ದೇವರು ಹೇಳಿದ ವಾಗ್ದಾನ ಆಗಿದ್ದರೆ ಅದು ತಡೆ ಆಗೋದಿಲ್ಲ, ಅದು ನಿಶ್ಚಯವಾಗಿ ನಡೆಯುತ್ತದೆ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ സഭയുടെ നേരെ ഇട്ട വാഗ്ദത്തങ്ങള് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്താൻ പോവുകയാ. ಇದನ್ನು ಹೇಳುತ್ತಿರುವಾಗ ಸಭೆ ಮೇಲೆ ಹಾಕುವಂತ ವಾಗ್ದಾನಗಳನ್ನ ದೇವರು ಅದು ನೆರವೇರಿಸುವನಾಗಿದ್ದಾನೆ. ദൈവാത്മാവോട് പറയും ഇതിന്റെ അതിരിനെ വിശാലമാക്കുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ ഈ 2020 അതിര് വിശാലമാകാൻ പോവുകയാ. ದೇವರು ಈ ಸಭೆಯ ಮೇರೆಯನ್ನು ವಿಸ್ತಾರಗೊಳಿಸ್ತಾನೆ ಅಂತ ಹೇಳಿದರೆ 2020 ದೇವರು ಈ ಸಭೆಯ ಮೇರೆಯನ್ನು ವಿಸ್ತಾರ ಮಾಡುವವನಾಗಿದ್ದಾನೆ. പട്ടണത്തിൽ കൂട്ടമായ ജനം ഇതിനകത്ത് കയറി വരുമെന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്തം ഈ ചില മാസങ്ങൾക്കകത്ത് ദൈവം നിറവേറ്റാൻ പോവുകയാ. ದೊಡ್ಡ ಗುಂಪು ಜನರು ಈ ಸಭೆಗೆ ಸೇರಿ ಬರ್ತಾರೆ ಎಂಬುದ ಹೇಳಿದ ವಾಗ್ದಾನ ಕೆಲವು ತಿಂಗಳುಗಳಲ್ಲಿ ಗುಂಪಾಗಿ ಸಭೆಯನ್ನು ಸೇರುತ್ತಾರೆ. കാണുന്നു കൂട്ടമായ ജനം സഭയ്ക്കകത്ത് കയറി വരുന്ന ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാ. ನಾನು ಆತ್ಮನಲ್ಲಿ ಕಾಣ್ತಾ ಇದ್ದೇನೆ, ಗುಂಪಾಗಿ ಸೇರಿ ಗುಂಪಾಗಿ ಜನ ಬರುವುದನ್ನ ನಾನು ಆತ್ಮನಲ್ಲಿ ಕಾಣುತ್ತಿದ್ದೇನೆ. ദൈവം പറഞ്ഞ വാഗ്ദത്തം അവൻ മാറ്റുന്ന ദൈവമല്ല, അവൻ നിവർത്തിക്കുന്ന ദൈവമാണ്. ದೇವರು ಹೇಳಿದ ವಾಗ್ದಾನವನ್ನು ಬದಲಾಯಿಸುವವನಲ್ಲ, ತಾನು ಹೇಳಿದ ವಾಗ್ದಾನವನ್ನು ನೆರವೇರಿಸುವ
പ്രയാസപ്പെടുന്നു. ഈ വാഗ്ദത്തം എങ്ങനെ ലഭിക്കും? ഈ വാഗ്ദത്തം എങ്ങനെ ലഭിക്കും? നീ ഈസിയായി കയറാൻ പോയോ? ಅನೇಕ ದಿನಗಳಿಂದ ನೀನು ಪ್ರಯತ್ನಿಸ್ತಾ ಇದೆಯಾ? ಈ ವಾಗ್ದಾನವಲ್ಲ ಹೇಗೆ ಓದುತ್ತೀಯಾ, ಹೇಗೆ ಹೊಂದೋದು ಎಂಬುದನ್ನ, ಆದರೆ ನೀನು ಸುಲಭವಾಗಿ ಅದನ್ನು ಪ್ರವೇಶಿಸ್ತೀಯಾ? വാഗ്ദത്തങ്ങളിലേക്ക് ചിലർ നടന്നു കയറാൻ പോയോ? ವಾಗ್ದಾನದಲ್ಲಿ ಕೆಲವರು ನಡೆದು ಪ್ರವೇಶಿಸಲಿಕ್ಕಿದ್ದಾರೆ. വാഗ്ദത്തങ്ങളിലേക്ക് ചിലർ ഇന്ന് മകൾ കയറുന്ന മകളെ പിരികയോ? ಇವತ್ತು ಕೆಲವರು ವಾಗ್ದಾನಗಳಲ್ಲಿ ಪ್ರವೇಶಿಸುವಂತ ದಿನವಾಗಿದೆ. അതിനുവേണ്ടി അധിക ബലം, ഒരു അമിത ബലം ഇതിനകത്ത് ചലിക്കുന്നു. ಅದಕ್ಕಾಗಿ ಆಗಿದೆ ಇವತ್ತು ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿ ಇಲ್ಲಿ ಚಲಿಸ್ತಾ ಇರೋದು. ഒരു അമിത ബലം ചില കുടുംബങ്ങളിൽ ചലിക്കുന്നു. ಅತ್ಯಧಿಕವಾದ ಬಲ ಕುಟುಂಬದಲ್ಲಿ ಚಲಿಸ್ತಿದೆ. ഒരു അമിത ബലം നിന്റെ വീട്ടിനകത്ത് ചലിക്കുകയോ? ಒಂದು ಅಧಿಕವಾದ ಶಕ್ತಿ ನಿನ್ನ കുടുംബದಲ್ಲಿ ಚಲಿಸ್ತಿದೆ. ഓ രാബാലാബാ ദൈവാരാധ നടക്കത്തില്ലെന്ന് പറഞ്ഞ് ശത്രു വെല്ലുവിളിച്ച് ആമേ ചില വിഷയങ്ങളെ എന്റെ കർത്താവിന്റെ മകൻ തൊട്ടുകൊണ്ടിരിക്കുകയോ? ನಡೆಯುವುದಿಲ್ಲ ಎಂಬುದಾಗಿ ಸವಾಲು ಹಾಕಿದ ಸೈತಾನ ಕ್ರಿಯೆಗಳನ್ನ ನನ್ನ ದೇವರು ಮುರಿದು ಹಾಕುತ್ತಿದ್ದಾನೆ. ഓ രാബാലാബ ശിയാന്ധാരാബാബാന അർബനാദി ഘടകദല മനഘടകസിയാന എൽബരബോദിയാന്ധാല ബരബരഘടകാന വേദുര ഘടകമനാദല വർഷിബിരിയാന്തൽ പ്രഭോന റീബല മധുരി മനഘടകദ ആരാ പറഞ്ഞേ നിന്റെ വാക്ക് തടസ്സപ്പെടുമെന്ന്? നോ നോ നോ, തടയാൻ ഒരു പിശാചിനും പറ്റത്തില്ല. ನಿನಗೆ ಯಾರು ಹೇಳಿದ್ದು ನಿನ್ನ ವಾಗ್ದಾನವನ್ನ ನಡೆಯುವುದಿಲ್ಲ, ಅದು ನೆರವೇರುವುದಿಲ್ಲ ಅಂತ? ಆದರೆ ಅದು ಆಗಲ್ಲ, ಅದನ್ನ ಯಾವ ಶಕ್ತಿಗೂ ತಡೆಯುವುದಕ್ಕಾಗುವುದಿಲ್ಲ. ഇതിനകത്തിരിക്കുന്ന എല്ലാവരും ആത്മാവിൽ നിന്ന് മകൾ സന്തോഷിക്കട്ടെ. നിന്റെ വാഗ്ദത്തങ്ങളെ നിറവേറ്റാൻ ഒരു അത്യന്ത ശക്തി ഈ ഹോളിനകത്തേക്ക് ചലിക്കുന്നത് ദൈവാത്മാവെന്നെ കാണിക്കുകയോ? ಇಲ್ಲಿ ಇರುವಂತ ಎಲ್ಲರೂ ಆತ್ಮನಲ್ಲಿ ಸಂತೋಷ ಪಡಲಿ. ಇಲ್ಲಿ ನಿನ್ನನ್ನು ತುಂಬಿಸುವುದಕ್ಕೆ ಆತ್ಮನ ಶಕ್ತಿ ಇಲ್ಲಿ ಚಲಿಸುತ್ತಿದೆ. ഓ ദിസ് ഈസ് ടൈം ഫോർ ഹോളി സ്പിരിറ്റ്. ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. ಇದು ಪರಿಶುದ್ಧಾತ್ಮನ ಸಮಯವಾಗಿದೆ. പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. ಇದು ಪರಿಶುದ್ಧಾತ್ಮನ ಸಮಯವಾಗಿದೆ. പരിശുദ്ധാത്മാവിന്റെ ടൈമാണ്. ಇದು ಪರಿಶುದ್ಧಾತ್ಮನ ಸಮಯವಾಗಿದೆ. മറ്റൊന്നിനായിട്ട് നീ കാത്തിരിക്കരുത് ഇന്ന് മകൾ. അവന്റെ ഒരു അമിത ബലം നിന്റെ മേൽ ചലിക്കുകയാണ്. ಬೇರೆ ಯಾವುದಕ್ಕೋಸ್ಕರ ನೀನು ಕಾಯಬೇಡ, ಆತನ ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿ ಚಲಿಸುತ್ತಿದೆ. അമിത ബലം ഇതിനകത്ത് ചലിക്കുകയാണ്. ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿ ಇಲ್ಲಿ ಚಲಿಸುತ್ತಿದೆ. കഴിഞ്ഞ ദിവസങ്ങളിൽ നീ എന്താണോ കേട്ടത് അത് ഇന്ന് മകൾ ഇതിനകത്ത് റിവീൽ ആകുകയാണ്. ಕಳೆದ ದಿನ ನೀನು ಏನ್ ಕೇಳಿಸ್ಕೊಂಡಿದ್ಯೋ ಅದು ಇವತ್ತು ഇവിടെ ಬಿಡುಗಡೆ ಆಗುತ್ತಿದೆ. ആമേ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടെങ്കിൽ അവന്റെ അത്യന്ത ശക്തി ചിലതിന്റെ മേൽ ഇന്ന് മകൾ ചലിച്ചിറങ്ങുകയാണ്. ಪರಿಶುದ್ಧಾತ್ಮನ ಕುರಿತಾಗಿ ನೀನು ಕೇಳಿರುವುದಾದರೆ ಆತನ ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿ ಇಲ್ಲಿ ಚಲಿಸುತ್ತಿದೆ. ഓ റബലേ ഹന്തോരോ റോബോനോ ഹദുരി അദല മനഗദല റീബാ മാമാ മാമാ അമ്മേ വെള്ള ഷോളിട്ട സഹോദരി നിലനിൽപ്പിച്ച് പിടിച്ചോണ്ട് നിൽക്കുന്നതിന് ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു അത്യന്ത ശക്തി ആ മകളുടെ മേൽ ഇറങ്ങുന്നു. ദൈവാത്മാവെന്നെ കാണിക്കുന്നു. ഇന്ന് മകൾ അവൾ ആള് മാറിയവളെ പോലെ സ്വർഗ്ഗത്തിലെ ദൈവം ആക്കി മാറ്റുകയാ. ದೇವರ ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿ ಆ ಸಹೋದರಿಯ ಮೇಲೆ ಇಳಿದು ಬಂದು ಅವಳನ್ನು ವ್ಯಕ್ತಿ ಬದಲಾಯಿಸುವ ರೀತಿಯಲ್ಲಿ ಪರಲೋಕ ದೇವರು ಮಾಡುವವನಾಗಿದ್ದಾನೆ. അവളുടെ ജീവിതത്തിൽ ആമേ പല വാഗ്ദത്തങ്ങളും ശത്രു തടഞ്ഞു. പക്ഷെ ഇനി പടയാൻ ദൈവം അനുവദിക്കത്തില്ല. ಅವಳ ಜೀವಿತದಲ್ಲಿ ಸೈತಾನು ಅನೇಕ ವಾಗ್ದಾನಗಳನ್ನು ತಡೆದನು. ಇನ್ನು ಅವಳ ವಾಗ್ದಾನವನ್ನ ತಡೆಯುವುದಕ್ಕೆ ಯಾವ ಸೈತಾನಿಂದ ಸಾಧ್ಯವಿಲ್ಲ. ഒരു അമിത ബലം ഇന്ന് മകൾ വ്യാപരിക്കുന്നു. ಒಂದು ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿ ಇಲ್ಲಿ ಆವರಿಸ್ತಿದೆ. അമിത ബലം ഇന്ന് മകൾ വ്യാപരിക്കുന്നു. ಒಂದು ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿ ಇಲ್ಲಿ ಆವರಿಸ್ತಾ ಇದೆ. അമിത ബലം ഇന്ന് മകൾ ചലിക്കുന്നു. ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿ ಚಲಿಸುತ್ತಿದೆ. ഓരാലാബാ ഹതുരിബാന ഹദരമന ഗഡഗദ ലമന ഗഡഗസി റോബോരോ ഹോഷിയാന്തലവന. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലരുടെ മേൽ അത്യന്തമായി ഇറങ്ങി വരുന്ന ഞാൻ ആത്മാവിൽ കാണുകയാണ്. ಪರಿಶುದ್ಧಾತ್ಮನು ಕೆಲವರ ಮೇಲೆ ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿಯಾಗಿ ಇಳಿದು ಬರೋದನ್ನು ನನ್ನ ಆತ್ಮದಲ್ಲಿ ಕಾಣುತ್ತಿದ್ದೇನೆ. ആമേ. അത്യന്തമായി ഇറങ്ങി വരുന്ന ദൈവാത്മാവെന്നെ കാണിക്കുകയാ. ಅತ್ಯಧಿಕವಾಗಿ ಇಳಿದು ಬರೋದನ್ನ ದೇವರ ಆತ್ಮನನ್ನು ತೋರಿಸುತ್ತಿದ್ದಾನೆ. ആമേൻ. ആ പുറകിൽ ടീഷർട്ട് ഇട്ടിരിക്കുന്ന ബ്രദർ ഹല്ലേലൂയ. ಹಿಂದ್ಗಡೆ ಟಿ ಶರ್ಟ್ ಹಾಕಿರುವಂತ ಸಹೋದರರೇ, ಹಿಂದ್ಗಡೆ ಕೂತಿರುವಂತ ಸಹೋದರು പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ? ഇന്ന് പകൽ ആമേൻ അത്യന്തമായ ഒരു ശക്തി ബ്രദറിന്റെ മേൽ ദൈവാത്മാവ് കൈമാറാൻ പോകുകയാ. ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಕೂತ್ಕೊಳ್ಳ್ರಿ. ಇವತ್ತು ದೇವರು ಒಂದು ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿಯನ್ನ ನಿಮಗೆ ದೇವರು ಹಸ್ತಾಂತರ ಮಾಡುವನಾಗಿದೆ. തടഞ്ഞു നിൽക്കുന്ന ഒരു പൈശാചിക മണ്ഡലങ്ങളെ എന്റെ കർത്താവ് ഇന്ന് പകൽ പൊട്ടിക്കാൻ പോകുകയാ. ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ನಿನ್ನ ಭವಿಷ್ಯವನ್ನ ತಡೆ ಮಾಡಿದಂತ ಕ್ರಿಯೆಗಳ ಮೇಲೆ ದೇವರ ಶಕ್ತಿ ಆವರಿಸುತ್ತದೆ. നിന്റെ ആമേ മുന്നോട്ടുള്ള യാത്രയെ തടഞ്ഞ പൈശാചിക മണ്ഡലങ്ങളെ ദൈവം പൊട്ടിക്കാൻ പോകുകയാ. ಮುಂದಕ್ಕೆ ಹೋಗಬೇಕಾದ ಪ್ರಯಾಣವನ್ನ ತಡೆದಂತ ಕ್ರಿಯೆಗಳನ್ನ ಆತ್ಮಿಕ ದೇವರ ಸಾನ್ನಿಧ್ಯ ಅದನ್ನು ಮುರಿದಾಕುವಂತದಾಗಿದೆ. ಅತ್ಯಂತ ಶಕ್ತಿ ಸ್ವೀಕರಿക്കാൻ ರೆಡಿಯಾണോ? ಒಂದು ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿಯನ್ನ ಹೊಂದಿಕೊಳ್ಳೋದಕ್ಕೆ ನೀನು ಸಿದ್ಧನಾಗಿದೆಯೋ? ദൈവകരം ഇന്ന് പകൽ ചലിക്കാൻ പോകുകയാ. ದೇವರ ಹಸ್ತವು ಚಲಿಸಲಿಕ್ಕಿದೆ. ദൈവകരം ഇന്ന് പകൽ ചലിക്കാൻ പോകുകയാ. ದೇವರ ಹಸ್ತ ಚಲಿಸಲಿಕ್ಕಿದೆ. ആമേൻ. വാഗ്ദത്തങ്ങളിലേക്ക് ചിലർ നടന്നു കയറാൻ പോകുകയാ. ವಾಗ್ದಾನಗಳಲ್ಲಿ ಕೆಲವರು ನಡೆದು ಪ್ರವೇಶಿಸಲಿಕ್ಕಿದ್ದಾರೆ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ വാഗ്ദത്തം കനാൻ ദേശമായിരുന്നു. ಇಸ್ರಾಯೇಲ್ ಜನರ ವಾಗ್ದಾನ ಕನಾನ್ ದೇಶವಾಗಿತ್ತು. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ಇಸ್ರಾಯೇಲ್ ಜನರು ದೇವರ ಸ್ವಂತ ಜನರಾಗಿದ್ದರು, സ്വന്തം മക്കളാണ്. ಸ್ವಂತ ಮಕ್ಕಳಾಗಿದ್ದಾರೆ. ദൈവത്തിന്റെ സ്വന്തം ജനത്തിന്റെ വാഗ്ദത്തത്തെ തടയാൻ ഒരു പിശാചിനും കഴിയത്തില്ല. ಸ್ವಂತ ಜನರ ಮಕ್ಕಳ ಆ ವಾಗ್ದಾನವನ್ನ ಯಾವ ಸೈತಾನಿಗೆ ತಡೆಯುವುದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ദൈവം വാഗ്ദത്തം കൈമാറുന്നത് സ്വന്തം മക്കളോട്. ದೇವರು ವಾಗ್ದಾನವನ್ನ ಹಸ್ತಾಂತರಗೊಳಿಸುವುದು ತನ್ನ ಸ್ವಂತ ಮಕ್ಕಳಿಗೆ. ഇന്ന് പകൽ എത്ര പേര് പറയും ഞാൻ എന്റെ യേശോപ്പന്റെ സ്വന്തം മകളാ, ഞാൻ എന്റെ യേശോപ്പന്റെ സ്വന്തം മകനാ? ಎಷ್ಟು ಜನರಿಗೆ ಹೇಳೋದಕ್ಕೆ ಸಾಧ್ಯ ನಾನು ಯೇಸುವಿನ ಸ್ವಂತ ಮಗಳು ಎಂಬುದನ್ನ? ദൈവത്തിന്റെ സ്വന്തം മക്കളാണെങ്കിൽ നിന്റെ വാഗ്ദത്തത്തെ തടയാൻ ഒരു ശത്രുവിനെ ദൈവം അനുവദിക്കത്തില്ല. ನೀನು ದೇವರ ಸ್ವಂತ ಮಗಳು ಆಗಿದ್ದರೆ ನಿನ್ನ ಯಾವ ವಾಗ್ದಾನವನ್ನ ಸೈತಾನಿಗೆ ಯಾವ ಶಕ್ತಿಗೂ ತಡೆಯುವುದಕ್ಕಾಗುವುದಿಲ್ಲ. വാഗ്ദത്തങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഫറവോന്റെ ചങ്ങലയെ ദൈവം പൊട്ടിച്ചെങ്കിൽ പിന്നെ അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ವಾಗ್ದಾನಕ್ಕೆ ತೆಗೆದುಕೊಂಡು ಹೋಗ್ಲಿಕ್ಕೆ ಫರೋಹನ ಶತ್ರುವಿನ ಬಂಧನಗಳನ್ನು ಮುರಿದಿದ್ರೆ ನಿನ್ನ ಯಾವ ಕಾರ್ಯಗಳು ನಿನ್ನ ತಡೆ ಮಾಡೋದಕ್ಕಾಗುವುದಿಲ್ಲ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിലേക്ക് നടന്ന് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ വാഗ്ദത്തത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. ಇಸ್ರಾಯೇಲ್ ಜನರು ವಾಗ್ದಾನಕ್ಕೋಸ್ಕರ ಆ ವಾಗ್ದಾನಕ್ಕಾಗಿ ನಡೆದು ಮರುಭೂಮಿಯಲ್ಲಿ ಪ್ರವೇಶಿಸುತ್ತಿದ್ದಾರೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ആമേ സ്തോത്രം ചർച്ചിനെ നോക്കി, വിശ്വാസികളെ നോക്കി, ദൈവത്തിന്റെ സ്വന്തം മക്കൾ എന്ന് പറയുന്ന ജനത്തെ നോക്കി ദൈവാത്മാ വിളിച്ചു പറയുന്നു, ആമേ നീ വാഗ്ദത്തങ്ങളിലേക്ക് നടന്നു കയറാൻ പോകുകയാണ്. ಇವತ್ತು ಸಭೆಯನ್ನ ದೇವರ ಮಕ್ಕಳನ್ನ ಸ್ವಂತ ಮಕ್ಕಳು ಎಂಬುದಾಗಿ ಹೇಳುವಂತ ಜನರನ್ನ ನೋಡಿ ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಇವತ್ತು ನೀನು ವಾಗ್ದಾನವನ್ನ ನಡೆದು ಪ್ರವೇಶಿಸಲಿಕ್ಕಿದ್ಯಾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ മകളുടെ മേൽ ഭയങ്കര തീ ഇറങ്ങുന്നു, ഈ മകളുടെ മേൽ ഭയങ്കര തീ ഇറങ്ങുന്നു. ಪರಿಶುದ್ಧಾತ್ಮನ ಹೇಳ್ತಾ ಇದ್ದೇನೆ, ಈ ಮಗಳ ಮೇಲೆ ಭಯಂಕರವಾದ ಬೆಂಕಿ ಇಳಿತಾ ಇದೆ. ഓ അവിടെ വാഗ്ദത്തങ്ങളെ തടഞ്ഞത് ഇന്ന് പകൽ പൊളിയുകയാണ്. ಅವಳ ವಾಗ್ದಾನವನ್ನ ತಡೆ ಮಾಡಿದನ್ನ ಇವತ್ತು ಮುರಿಯಲ್ಪಡ್ತಾ ಇದೆ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേലേക്ക് ദൈവത്തിന്റെ അത്യന്ത ശക്തി വന്നിറങ്ങുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ഇന്ന് പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ദൈവം പുതിയത് ചിലത് ചെയ്യാൻ പോകുകയാണ്. ಇಲ್ಲಿಗೆ ಬಂದು ಕೂತರಂತ ಅನೇಕರ ಮೇಲೆ ದೇವರ ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿಯನ್ನ ಬಂದು ಇಳಿಯುವುದನ್ನ ನಾನು ಕಾಣ್ತಾ ಇದ್ದೇನೆ. ನೀವು ಬಹಳ ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ಕೂತ್ಕೊಳ್ಳ್ರಿ. ആഗ്രഹിക്കുന്നവന്റെ ജീവിതത്തിന്റെ വാഗ്ദത്തങ്ങളെ നിറവേറ്റാൻ പോകുകയാണ്. ಬಯಸುವಂತವರ ಜೀವಿತದ ವಾಗ್ದಾನಗಳನ್ನು ಆತನು ನೆರವೇರಿಸುವವನಾಗಿದ್ದಾನೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു അമിത ബലം ഈ ഹോളിന്റെ മുന്നറ്റം മുതൽ പുറകറ്റം വരെ ചലിക്കുന്നത് ഞാൻ കാണുന്നു. ಒಂದು ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿ ಇಲ್ಲಿ ಮೊದಲೇ ಪ್ರಾರಂಭ ಸ್ಥಳದಿಂದ ಅಂತ್ಯದ ಸ್ಥಳವರೆಗೆ ಆವರಿಸುವುದನ್ನು ಕಾಣುತ್ತಿದ್ದೇನೆ. ഓ രാബാബാബാ ശിയാന്ധരാധനാദിയാന. വചനം പറയുന്നു, ആമേ സ്തോത്രം, ഇസ്രായേൽ മക്കളുടെ വാഗ്ദത്തത്തിലേക്ക് ആമേൻ അവർ നടന്നു കയറി. ವಾಕ್ಯ ಹೇಳುತ್ತದೆ, ಇಸ್ರಾಯೇಲ್ ಜನರ ವಾಗ್ದಾನದಲ್ಲಿ ಅವರು ನಡೆದು ಪ್ರವೇಶಿಸಿದರು ಎಂಬುದನ್ನ. ഒരു ദൂത് പറയാം, ಒಂದು ಸಂದೇಶ ಹೇಳುತ್ತೇನೆ. ഒരു വാഗ്ദത്തത്തിലേക്ക് കയറാൻ വെപ്പപ്പെടേണ്ട, ഈസിയായി നടന്നു കയറാം. ನೋಡಿ, ಒಂದು ವಾಗ್ದಾನಕ್ಕಾಗಿ ನೀನು ಬಹಳ ಕಷ್ಟಪಡೋದೇನು ಬೇಡ, ನೀನು ನಡೆದುಕೊಂಡೇ ಸುಲಭವಾಗಿ ಪ್ರವೇಶಿಸಬಹುದು. നീ ആമേ സ്തോത്ര ശുശ്രൂഷയിൽ കയറുമെന്ന്, നിന്റെ വിടുതൽ നന്മകൾ വെളിപ്പെടുമെന്ന്, രോഗസൗഖ്യം ഉണ്ടാകുമെന്ന്, കുടുംബത്തിന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാഗ്ദത്തങ്ങളിലേക്ക് നീ ഈസിയായി നടന്നു കയറാൻ പോകുകയാണ്. ನಿನ್ನ ಸೇವೆಯಲ್ಲಿ, ನಿನ್ನ ಕುಟುಂಬದಲ್ಲಿ ನೀನು ಆ ಆತ್ಮಿಕ ಆಶೀರ್ವಾದಗಳನ್ನು ಹೊಂದುತ್ತೀಯ ಎಂಬ ವಾಗ್ದಾನಗಳಲ್ಲಿ ನೀನು ಸುಲಭವಾಗಿ ನಡೆದು ಪ್ರವೇಶಿಸುತ್ತೀಯ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോലി നിനക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് നീ ഈസിയായി നടന്നു കയറാൻ പോകുകയാണ്. ನಿನಗೆ ಒಂದು ಒಳ್ಳೆ ಉದ್ಯೋಗ ಸಿಗುತ್ತದೆ ಎಂಬ ವಾಗ್ದಾನಕ್ಕೆ ನೀನು ಸುಲಭವಾಗಿ ನಡೆದು ನೀನು ಪ್ರವೇಶಿಸುತ್ತೀಯ. ഒരു അഭിഷേകം നിന്റെ മേൽ വീഴുമെന്ന് പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് നീ നടന്നു കയറാൻ പോകുകയാണ്. ಒಂದು ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿ ಅಭಿಷೇಕ ನಿನಗೆ ಉಂಟಾಗ್ತದೆ ಅಂತ ಹೇಳಿದ ವಾಗ್ದಾನದಲ್ಲಿ ನೀನು ನಡೆದು ಪ್ರವೇಶಿಸುತ್ತೀಯ. ആമേൻ, ആമേൻ, ഈസിയായി കയറാൻ പോകുകയാണ്. ಸುಲಭವಾಗಿ ನೀನು ಪ್ರವೇಶಿಸಲಿಕ್ಕಿದೆಯಾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വാഗ്ദത്തത്തിലേക്ക് നടന്നു കയറണമെങ്കിൽ ആമേ സ്തോത്രം അതിനു മുൻപ് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ವಾಗ್ದಾನಗಳಲ್ಲಿ ನಡೆದು ಪ್ರವೇಶಿಸಬೇಕಂದ್ರೆ ಅದಕ್ಕಿಂತ ಮೊದಲು ಒಂದು ಹಂತ ಹೆಜ್ಜೆ ಇದೆ.
സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു 42 സങ്കീർത്തനം, മാൻ നീർത്തോടിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരാൻ കാംക്ഷിക്കുന്നു. ಆ ಕೀರ್ತನೆಗಾರನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಜಿಂಕೆಯು ನೀರಿಗಾಗಿ ಹಾತೊರೆಯುವ ಹಾಗೆ ನನ್ನ ಮನಸ್ಸು ನಿನಗಾಗಿ ಹಂಬಲಿಸ್ತದೆ ಎಂಬುದನ್ನ. ദാവീദ് പറയുന്നു, നീ എന്റെ കാലുകളെ കലാമാൻ പേടയ്ക്ക് തുല്യമാക്കി മാറ്റുന്നു. ದಾವೀದನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಜಿಂಕೆಯನ್ನ ನೀರಿನ ಕಾಲುವೆಗೆ ನಡೆಸುವವನಾಗಿದ್ದಾನೆ. ഇന്ന് പകൽ വാഗ്ദത്തത്തിലേക്ക് നടന്നു കയറാൻ ഒരു മാനിനെ പോലെ ആത്മാവിൽ ഓടിക്കയറാൻ തയ്യാറാകണം. ಆ ವಾಗ್ದಾನವನ್ನು ಪ್ರವೇಶಿಸುವುದಕ್ಕಾಗಿ ಒಂದು ಜಿಂಕೆ ಹಾಗೆ ಆತುರದಿಂದ ಓಡಿ ಪ್ರವೇಶಿಸಕ್ಕೆ ಸಿದ್ಧನಾಗಬೇಕು. ഒരു മാൻ ആത്മാവെ വെള്ളത്തിനായി ദാഹിക്കുന്നത് പോലെ, വെള്ളത്തിനരികത്തേക്ക് ഓടാൻ കൊതിക്കുന്നത് പോലെ, ഓടുന്നത് പോലെ ഒരു ദൈവമൈതൽ ആത്മാവിന്റെ നിറവിനായി ഓടാൻ തയ്യാറാണെങ്കിൽ നീ വാഗ്ദത്തങ്ങളിലേക്ക് നടന്നു കയറൂ. ನೀನು ಒಂದು ಜಿಂಕೆಯು ನೀರಿಗಾಗಿ ಆ ನೀರಿನ ಸ್ಥಳವನ್ನ ತವಕಿಸುವ ಹಾಗೆ ನೀನು ವಾಗ್ದಾನಗೋಸ್ಕರ ನೀನು ಕಾಯುವವನಾಗಿದ್ದರೆ ನೀನು ಬೇಗವಾಗಿ ಅದರಲ್ಲಿ ಪ್ರವೇಶಿಸೋದಕ್ಕಾಗುತ್ತದೆ. എത്ര പേർ ആത്മാവിനായി ഓടാൻ തയ്യാറാണ്? ನೀನು ಎಷ್ಟು ಜನ ಆತ್ಮನಿಗಾಗಿ ಓಡೋದಕ್ಕೆ ಸಿದ್ಧರಿದ್ದೀರಿ? അകത്തെ മനുഷ്യർ ഇത് മകൾ ചലിക്കാൻ തയ്യാറാകട്ടെ. ನಿನ್ನ ಒಳಗಿರುವ ಮನುಷ್ಯ ಇವತ್ತು ಚಲಿಸುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಲಿ. ഒരു മാനിനെ പോലെ ദാഹം കൊണ്ട് ഓടാൻ തയ്യാറാണെങ്കിൽ വാഗ്ദത്തങ്ങളിലേക്ക് കയറ്റാൻ ദൈവം ശക്തനാണ്. ಒಂದು ಜಿಂಕೆ ಹಾಗೆ ನೀರಿಗಾಗಿ ಓಡೋದಕ್ಕೆ ನಿನ್ನ ಸಿದ್ಧನಿದ್ದರೆ ನಿನ್ನನ್ನು ವಾಗ್ದಾನಕ್ಕೆ ತಲುಪಿಸೋದಕ್ಕೆ ನನ್ನ ದೇವರು ಶಕ್ತನಾಗಿದ್ದಾರೆ. ഒരു ആത്മദാഹത്തോടെ ഓടുന്ന ചിലതിന്റെ മേൽ ദൈവത്തിന്റെ ആത്മ പകർച്ചയുന്ന മകൾ ചലിക്കുന്നു ഞാൻ ആത്മാവിൽ കാണുകയോ. ಒಂದು ದೇವರ ಆತ್ಮನ ದಾಹವಾಗಿರುವಂತಹ ಅವನ ಮೇಲೆ ಆತ್ಮ ಚಲಿಸುವುದನ್ನು ಕಾಣುತ್ತಿದ್ದೇನೆ. ഓടുവാൻ നിന്റെ കാലുകളെ ബലപ്പെടുത്തുകയോ, ആത്മാവിനെ പ്രാപിക്കുവാൻ വേണ്ടി നിന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുകയോ. ಓಡುವುದಕ್ಕಾಗಿ ನಿನ್ನ ಕಾಲುಗಳನ್ನು ಬಲಪಡಿಸುತ್ತಿದ್ದಾಳೆ, ಓಡುವುದಕ್ಕಾಗಿ ನಿನ್ನ ಒಳಗಿನ ಮನುಷ್ಯನನ್ನ ದೇವರಾತ್ಮರು ಬಲಪಡಿಸುತ್ತಿದ್ದಾಳೆ. ഞാൻ നിൽക്കത്തില്ല, ഞാൻ ആത്മനിറവിനായി ഓടാൻ തുടങ്ങുകയാണ്. ನಾನು ನಿಲ್ಲುವುದಿಲ್ಲ, ನನ್ನ ಆತ್ಮನ ಬಲಕ್ಕಾಗಿ ನಾನು ಓಡೋದಕ್ಕೆ ಸಿದ್ಧನಿದ್ದಾಳೆ. നിന്റെ മനസ്സ് സ്റ്റക്ക് ആകരുത്, ആത്മാവിൽ ഓടാൻ തുടങ്ങട്ടെ. ನಿನ್ನ ಮನಸ್ಸು ನಿಂತು ಹೋಗಬಾರದು, ಆತ್ಮನಿಗಾಗಿ ಓಡೋದಕ್ಕೆ ಸಿದ್ಧನಾಗು. ഒരു ചിന്തകളിൽ നീ കുടുങ്ങി പോകരുത്, ആത്മാവിൽ ഓടാൻ തയ്യാറാകട്ടെ. ಯಾವ ಚಿಂತೆಯಲ್ಲಿ ನೀನು ಬಿದ್ದು ಹೋಗಬಾರದು, ಆತ್ಮನಲ್ಲಿ ಓಡೋದಕ್ಕೆ ಸಿದ್ಧನಾಗು. ഒരു വേദനയിൽ നീ സ്റ്റക്ക് ആകരുത്, ആത്മാവിൽ ഓടാൻ തയ്യാറാകട്ടെ. ಯಾವ ವೇದನೆಯಲ್ಲಿ ನೀನು ಸ್ಟಕ್ ಆಗಿ ನಿಲ್ಲಬೇಡ, ನೀನು ಆತ್ಮನಿಗಾಗಿ ಓಡೋದಕ್ಕೆ ಸಿದ್ಧನಾಗು. ലോകത്തിന്റെ പാപത്തിന്റെ മുമ്പിൽ സ്റ്റക്ക് ആകരുത്, ആത്മാവിൽ ഓടാൻ തയ്യാറാകട്ടെ. ಲೋಕದ ಪಾಪದ ಮುಂದೆ ನೀನು ನಿಂತು ಹೋಗಬಾರದು, ಆತ್ಮನಿಗಾಗಿ ಓಡೋದಕ್ಕೆ ಸಿದ್ಧನಾಗು. നിന്നെ സ്റ്റക്കാക്കുന്ന ശത്രുവിന്റെ പദ്ധതികളെ ദൈവത്തിന്റെ ആത്മാവിന്റെ മകൾ പൊട്ടിക്കുന്ന മകളാണ്. ನಿನ್ನನ್ನ ಸಕ್ಕು ಮಾಡುವಂತ ಆತ್ಮ ದುಷ್ಟನ ಕ್ರಿಯೆಗಳನ್ನು ಆತ್ಮನಿ ಒಂದು ಮುರಿದಾಕೋಲಾಗಿದ್ದಾಳೆ. നീ വാഗ്ദത്തം പ്രാപിക്കേണ്ടത് എന്റെ ദൈവത്തിന്റെ ആവശ്യമാണ്. അതിനായി ദൈവാത്മാവ് നിന്റെ മേൽ നിറയുകയോ. ನೀನು ವಾಗ್ದಾನ ಹೊಂದುವಂತದ್ದು ದೇವರ ಅವಶ್ಯವಾಗಿದೆ, ಅದಕ್ಕಾಗಿ ದೇವರ ಆತ್ಮನ ಸಾನ್ನಿಧ್ಯವನ್ನು ತುಂಬಿಸುತ್ತಿದ್ದಾಳೆ. ആത്മാവ് ചിലതിന്റെ മേൽ നിറഞ്ഞു വരികയോ. ಇವತ್ತಾಗಲೂ ಕೆಲವರ ಮೇಲೆ ಆತ್ಮನ ಶಕ್ತಿ ತುಂಬುತ್ತಾ ಬರುತ್ತಿದೆ. വാഗ്ദത്തം പ്രാപിക്കേണ്ടതിന് ആത്മദാഹത്തോടെ ഓടുന്ന ചിലതിനായ ദൈവത്തെ സ്തുതിക്കുകയോ. ವಾಗ್ದಾನವನ್ನು ಹೊಂದುವುದಕ್ಕಾಗಿ ಆತ್ಮದಾಹ ಇರುವವರ ಮೇಲೆ ಅವರಿಗಾಗಿ ನಾನು ದೇವರನ್ನು ಸ್ತುತಿಸುತ್ತಿದ್ದೇನೆ. അടുത്ത സ്റ്റെപ്പ് വെക്കാൻ നിന്നെ അനുവദിക്കാതെ നിന്റെ കാലുകളെ ബന്ധിച്ച ബന്ധനത്തെ പൊട്ടിച്ച് ചിലർ ആത്മാവിൽ ഓടിക്കയറുന്ന മകന്. ಮುಂದಿನ ಹೆಜ್ಜೆಯನ್ನು ಇಡುವುದಕ್ಕೆ ಆಗದಾಗ ನಿನ್ನ ಕಾಲನ್ನು ಬಂಧಿಸಿದಂತ ನಿನ್ನನ್ನ ಅದ ಬಂಧನವನ್ನು ಮುರಿದು ನಿನ್ನನ್ನು ಓಡುವುದಕ್ಕೆ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തടഞ്ഞ ചിലതിന്റെ മേൽ അത്യന്ത ശക്തി ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. ನಾನು ಹೇಳುತ್ತಿರುವಾಗಲೇ ತಡೆದಂತ ಮೇಲೆ ದೇವರ ಅತ್ಯಂತ ಶಕ್ತಿ ಇಳಿದು ಬರುವುದನ್ನು ಕಾಣುತ್ತಿದ್ದೇನೆ. ലൈവിൽ കാണുന്ന ദൈവമൈതലേ, ഇതിനകത്തിറങ്ങുന്ന അഭിഷേകം നിന്റെ മേൽ ഇറങ്ങുകയാണ്. ಇದನ್ನ ಲೈವ್ ಆಗಿ ಕಾಣುವ ದೇವರ ಮಗುವೆ, ಇಲ್ಲಿ ಇಳಿಯುವ ದೇವರ ಸಾನ್ನಿಧ್ಯ ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಇಳಿತಿದೆ. എവിടെ സ്റ്റക്കായി പോയോ അവിടേക്ക് ഒരു ആത്മശക്തി ജനിക്കുന്നു. ನೀನು ಎಲ್ಲಿ ನಿಂತು ಹೋಗಿದೆಯೋ ಅಲ್ಲಿ ಆತ್ಮನ ಶಕ್ತಿ ಆವರಿಸುತ್ತಿದೆ. കാലുകളിലേക്ക് ബലം വ്യാപരിക്കുമ്പോൾ ನಿನ್ನ ಕಾಲುಗಳ ಮೇಲೆ ಬಲ ಆವರಿಸುತ್ತಿದೆ. ഒരു സ്ഥലത്ത് നീ സ്റ്റക്കാകത്തില്ല, നീ ഓടാമോ. ಯಾವ ಸ್ಥಳದಲ್ಲಿ ನೀನು ಸ್ಟಕ್ ಆಗಿ ನಿಲ್ಲುವುದಿಲ್ಲ, ನೀನು ಓಡುತ್ತೀಯ. നീ ദൈവത്തിന്റെ പൈതലാണോ?
വാഗ്ദത്തം നിന്റെ ശിരസിന്റെ മേലുണ്ടോ, അതിനെ നിവർത്തിക്കാൻ ഒരു ആത്മശക്തി ഇറങ്ങി വരുന്നു. ನೀನು ದೇವರ ಮಗನಾಗಿದೆಯೋ, ನಿನ್ನ ವಾಗ್ದಾನ ನಿನಗೆ ಇದೆಯೋ, ಅದು ನೆರವೇರಿಸುವುದಕ್ಕಾಗಿ ಆತ್ಮನ ಸಾಲು ನಿನಗಾಗಿ ಇಳಿದು ಬರ್ತಿದೆ. ಅಡಗ ಮನಗ ಡಗದ ರಗದುರಿ ವಿರಿಗಡಗ ಶಂದರಾಧನ ವೇದುರ ಜಗಡಗ ಸಾರ ಬರಂಧರ ಮನ ಅದುರಿಯಾನ ರೀಬ ಬಾಬಾ ಬಾಬಾ മരകലകദല മരകടകദുരി വിരികടക ശതരാധന. ഇന്ന് പകൽ ഇത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, നിന്റെ കാലുകളിലേക്ക് ഒരു ബലം, നിന്റെ ആത്മ മനുഷ്യനിലേക്ക് ഒരു ബലം, ഓടിക്കയറാൻ ഒരു ബലം വ്യാപരിക്കുന്നു. ಎಷ್ಟು ಜನ ಅದನ್ನ ನಂಬುತ್ತೀರಾ? ನೀವು ಓಡುವುದಕ್ಕಾಗಿ ನಿಮ್ಮ ಕಾಲುಗಳಿಗೆ ಆತ್ಮಿಕ ಮನುಷ್ಯನಿಗೆ ಒಂದು ಬಲ ಆವರಿಸುತ್ತದೆ ಎಂಬುದಾಗಿ ಎಷ್ಟು ಜನ ನಂಬುತ್ತೀರಾ? എവിടെയൊക്കെ നിന്നെ സ്റ്റക്കാക്കി കളഞ്ഞു, എവിടെയൊക്കെ നിന്നെ നിൽക്കുമാറാക്കി, ഇന്ന് പകൽ ആത്മാവ് നിന്നെ ഓടിച്ചു കയറ്റുകയോ. ಎಲ್ಲೆಲ್ಲ ನಿನ್ನನ್ನು ಹಿಡಿದು ನಿಲ್ಲಿಸಿದ ಸ್ಟಕ್ ಮಾಡಿದೆಯೋ ಅಲ್ಲೆಲ್ಲ ನಿನ್ನನ್ನು ಬಿಡುಗಡೆ ಮಾಡಿ ಓಡುವಂತೆ ಆತ್ಮನಿಗೆ ಸಹಾಯ ಮಾಡ್ತಿದ್ದಾಳೆ. ആത്മ മനുഷ്യൻ ഇന്ന് പകൽ ബലപ്പെടുന്ന മകളായി തീരുന്നു. ಈ ಆಗಲು ಆತ್ಮ ಮನುಷ್ಯನ ಬಲ ಹೊಂದುವಂತಾಗಲಾಗಿ ಮಾರ್ಪಡ್ತಿದೆ. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു, എനിക്ക് ഓടണം, എനിക്ക് ആത്മാവിൽ ഓടി കയറണം. ಎಷ್ಟು ಜನ ನಂಬುತ್ತ ಬಯಸ್ತೀರೋ, ನಾನು ಆತ್ಮದಲ್ಲಿ ಬಲ ಹೊಂದಬೇಕು, ಓಡಿ ನಾನು ಪ್ರವೇಶಿಸಬೇಕು ಬದಲ. എവിടെയൊക്കെ എന്നെ സ്റ്റക്കാക്കുന്ന, എവിടെയൊക്കെ എന്നെ നിർത്തുന്ന മണ്ഡലങ്ങളെ എനിക്ക് പൊട്ടിച്ചു ആത്മാവിൽ ഓടി കയറണം. ಎಲ್ಲೆಲ್ಲೋ ನನ್ನನ್ನು ನಿಲ್ಲುವಂತೆ ಮಾಡುವಂತ ಸ್ಟಕ್ ಮಾಡುವಂತ ಕ್ರಿಯೆಗಳೆಲ್ಲ ಓಡದ ಹಾಕಿಕೊಂಡು ನಾನು ಓಡಿ ಪ್ರವೇಶಿಸಬೇಕು. അങ്ങനെയുള്ള ശിലവിന്റെ മേൽ ആത്മബലം ഇന്ന് പകൽ വ്യാപരിക്കുന്നു. ಅದಕ್ಕೋಸ್ಕರ ಕೆಲವರ ಮೇಲೆ ಆತ್ಮದ ಶಕ್ತಿ ಆವರಿಸ್ತಿದೆ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവശക്തി ചലിക്കുന്നു. ನಂಬುವವರಿಗಾಗಿ ದೇವರ ಶಕ್ತಿ ಚಲಿಸ್ತಿದೆ. ഓ രാബാല ബാന ദാല ബാന ശന്തലാദന വൈഡമന ഘടകസി അതുൽ പ്രഭാന. ഇന്ന് പകൽ സ്റ്റക്കാക്കിയ ശത്രുവിന്റെ പദ്ധതികളെ പൊട്ടിക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരികയോ. ಇವತ್ತು ನಿನ್ನನ್ನು ನಿಲ್ಲಿಸಿದಂತ ಕ್ರಿಯೆಗಳನ್ನ ಮುರಿದಾಕಿ ಅದನ್ನ ಹೊಡೆದಾಕಿ ಬರುವಂತ ಒಂದು ಜನರೇಷನ್ ದೇವರು ಎಬ್ಬಿಸ್ತಿದ್ದಾರೆ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ വാഗ്ദത്ത ദേശത്തേക്ക് കയറാൻ, നടന്നു കയറാൻ, ആമേ സ്തോത്രം, സ്വർഗത്തിലെ ദൈവത്തിന്റെ ബലം അവരുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങി. ಇಸ್ರಾಯೇಲ್ ಜನರ ವಾಗ್ದಾನವನ್ನ ಪ್ರವೇಶಿಸೋದಕ್ಕೋಸ್ಕರ ಅವರ ಮೇಲೆ ದೇವರ ಶಕ್ತಿ ಅವರ ಮೇಲೆ ಇಳಿದು ಬಂತು. നീ ദൈവത്തിന്റെ പൈതലാണോ? ನೀನು ದೇವರ ಮಗನಾಗಿದೆಯೋ? എത്ര പേര് പറയും ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ಎಷ್ಟು ಜನ ദൈവത്തിന്റെ ಹೇಳ್ತೀರಾ മകളാണ്? ನಾನು ದೇವರ ಮಗನು ಮಗಳು ಎಂಬುದನ್ನ? നിന്നെ വിളിച്ചിറക്കിയത് ഒരു വാഗ്ദത്തത്തിന് വേണ്ടിയിട്ടാണ്. ನಿನ್ನನ್ನು ಕರೆದು ಬೇರ್ಪಡಿಸಿರುವುದು ಒಂದು ವಾಗ್ದಾನಕ್ಕೋಸ್ಕರ. ആ വാഗ്ദത്തം കനാൻ ദേശമാണ്. ಆ ವಾಗ್ದಾನ ಕನಾನ್ ದೇಶವಾಗಿದೆ. നമ്മുടെ വാഗ്ദത്തം നിത്യത സ്വർഗരാജ്യമാണ്. ನಮ್ಮ ವಾಗ್ದಾನ ನಿತ್ಯತೆ, ಅದು ಸ್ವರ್ಗ ಪರಲೋಕ ರಾಜ್ಯವಾಗಿದೆ. അതിന്റെ യാത്രാമധ്യം നിന്നെ സ്റ്റക്കാക്കുന്ന പ്രതിസന്ധികളെ പൊളിക്കുന്ന ഒരാത്മ പകർച്ചതിനകത്ത് നടക്കുകയാണ്. ಆ ಪ್ರಯಾಣವನ್ನ ಸ್ಟಕ್ ಮಾಡುವಂತ, ಅದನ್ನ ತಡೆಯುವಂತ ಕ್ರಿಯೆಗಳನ್ನ ಮುರಿಯುವಂತ ಆತ್ಮ ಸಾನ್ನಿಧ್ಯ ಪ್ರಕಟವಾಗ್ತಿದೆ. കഴിഞ്ഞ വർഷം നീ പ്രാർത്ഥിച്ചതുപോലെ ഈ വർഷം നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എവിടെയോ നീ സ്റ്റക്കായി പോയി. ഇന്ന് മകൾ ആത്മബലം നിനക്ക് ആവശ്യമാണ്. ಕಳೆದ ವರ್ಷಗಳು ನೀನು ಪ್ರಾರ್ಥಿಸಿದ ಹಾಗೆ ನಿನಗೆ ಪ್ರಾರ್ಥಿಸಕ್ಕೆ ಆಗ್ತಾ ಇಲ್ಲದಿದ್ರೆ ಎಲ್ಲೆಲ್ಲೋ ನೀನು ನಿಂತು ಹೋಗಿದ್ಯಾ, ನೀನು ಅದನ್ನು ಜಯಿಸಬೇಕಾದ್ರೆ ಆತ್ಮದ ಶಕ್ತಿ ನಿನಗೆ ಅವಶ್ಯವಾಗಿದೆ. എല്ലാവരും വാഗ്ദത്തം പ്രാപിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കയറാൻ പറ്റില്ലെന്ന് ഭാരപ്പെടുന്നെങ്കിൽ ഭാരപ്പെടേണ്ട, ഒരു ആത്മബലം ജനിക്കാൻ പോവുകയോ. ನನಗೆ ಎಲ್ಲರೂ ವಾಗ್ದಾನವನ್ನ ಹೊಂದಿಕೊಳ್ಳುತ್ತಿದ್ದಾರೆ, ಆದ್ರೆ ನನಗೆ ಅದರಲ್ಲಿ ಪ್ರವೇಶಿಸಲಿಕ್ಕೆ ಆಗ್ತಾ ಇಲ್ಲ ಎಂಬುದಾಗಿ ಬಯಸುವವರಿಗೆ ಇಲ್ಲಿ ಆತ್ಮಶಕ್ತಿ ಆವರಿಸ್ತಿದೆ. ഭാരപ്പെടേണ്ട, നിന്റെ കാലുകളെ ബലപ്പെടുത്താൻ ദൈവത്തിന്റെ ആത്മാവിന്റെ മകൾ ചലിക്കുകയോ. ಭಾರಪಡುವಂತ ನಿನ್ನ ಕಾಲುಗಳನ್ನ ಚಲಿಸುವಂತೆ ಮಾಡುವುದಕ್ಕೆ ಆತ್ಮಶಕ್ತಿ ಚಲಿಸ್ತಿದೆ. കാരണം നീ ദൈവത്തിന്റെ പൈതലോ, കാരണം നീ ദൈവത്തിന്റെ മകനോ, കാരണം നീ ദൈവത്തിന്റെ മകളോ, ಕಾರಣ ನೀನು ದೇವರ ಮಗನು ಮಗಳು ಆಗಿದೆಯಾ. ഇന്ന് പകൽ ഒരു ആത്മബലം ചിലതിന്റെ കാലുകളുടെ മേൽ വ്യാപരിക്കാൻ പോകുന്നു. ಇವತ್ತಾಗಲೂ ಆ ಒಂದು ಆತ್ಮನ ಬಲ ಕೆಲವರ ಕಾಲುಗಳಲ್ಲಿ ಆವರಿಸಪಡಲಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. വാഗ്ദത്തത്തിലേക്ക് നടന്നു കയറാൻ, ವಾಗ್ದಾನಗಳಲ್ಲಿ ನಡೆದು ಪ್ರವೇಶಿಸುವುದಕ್ಕೆ, ആത്മദാഹത്തിനായി ഓടാൻ തയ്യാറാകണം. ಆತ್ಮದಾಹಕ್ಕಾಗಿ ಓಡುವುದಕ್ಕೆ ಸಿದ್ಧನಾಗಬೇಕು. ആത്മ നിറവിൽ ഓടാൻ തയ്യാറാകണം. ಆತ್ಮನ ತುಂಬುವಿಕೆಯಲ್ಲಿ ಓಡುವುದಕ್ಕೆ ಸಿದ್ಧನಾಗಬೇಕು. ഒഴിഞ്ഞ പാത്രമായിട്ടല്ല, നിറഞ്ഞ പാത്രമായി ഓടാൻ തയ്യാറാകണം. ಖಾಲಿಯಾದ ಪಾತ್ರೆಯೊಂದಿಗಲ್ಲ, ತುಂಬಿದ ಪಾತ್ರೆಯಿಂದ ಓಡುವುದಕ್ಕೆ ಸಿದ್ಧನಾಗಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ.
ദാവീദ് പറയുന്നു, എന്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു. ದಾವೀದನು ಹೇಳ್ತಿದ್ದಾನೆ, ನನ್ನನ್ನ ತನ್ನ ಎಣ್ಣೆಯಿಂದ ನನ್ನ ತಲೆಯನ್ನು ಅಭಿಷೇಕ ಮಾಡಿದನು. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ನನ್ನ ಪಾನ ಪಾತ್ರೆ ತುಂಬಿ ತುಳುಕುತ್ತಿದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ അത്യന്ത ശക്തി എന്റെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമെന്ന് വരേണ്ടതിന് അതെന്റെ മൺപാത്രങ്ങളിലെ പകർന്നിരിക്കുന്നത്. ದೇವರು ತನ್ನ ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿ ಅದು ನನ್ನ ಸ್ವಂತವಲ್ಲ, ಅದು ನನಗೆ ವರವಾಗಿ ಕೊಡುವುದಕ್ಕಾಗಿ ನನ್ನ ಮಣ್ಣಿನ ಗಡಿಕೆಯಲ್ಲಿ ಅದನ್ನು ತುಂಬಿಸಿದ್ದಾನೆ. ഞാനും നിങ്ങളുമാകുന്ന പാത്രങ്ങളെ നിറയ്ക്കാൻ സർവശക്തനെന്ന് മകൾ ആഗ്രഹമുണ്ട്. ನಾನು ಎಂಬ ಪಾತ್ರೆಯನ್ನು ತುಂಬಿಸುವುದಕ್ಕೆ ಸರ್ವಶಕ್ತನಾದ ದೇವರಿಂದ ಸಾಧ್ಯ. ഇന്ന് മകൾ പാത്രം ഒഴിയുന്നു നമ്മൾ അറിയത്തില്ല, എന്നാൽ ഇന്ന് മകൾ നിറയാൻ തയ്യാറാകണം. ಇವತ್ತು ಪಾತ್ರೆ ಖಾಲಿ ಆಗುವುದು ಗೊತ್ತಾಗುವುದಿಲ್ಲ, ಆದರೆ ಇವತ್ತು ಆಗಲು ನೀನು ಪಾತ್ರೆ ತುಂಬಲಿಕ್ಕೆ ನಡೆಸಿದನಾಗಬೇಕು. ഞാനും നിങ്ങളുമാകുന്ന മൺപാത്രം എപ്പോഴാണത് ഒഴിഞ്ഞ പാത്രമായി മാറുന്നെന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ಅನೇಕ ಸಂದರ್ಭದಲ್ಲಿ ನಾನು ಎಂಬ ಪಾತ್ರೆ ಯಾವಾಗ ಬರಿದಾಗಿ ಶೂನ್ಯವಾಗ್ತಿದೆ ಎಂಬುದಕ್ಕೆ ನಮ್ಗೆ ಗೊತ್ತಿಲ್ಲದ ರೀತಿಯಲ್ಲಿ ಅದು ಬರಿದಾಗುತ್ತದೆ. പക്ഷെ ദാവീദിനറിയാം എന്റെ പാത്രം നിറഞ്ഞു കവിയുന്നു. ಆದ್ರೆ ದಾವೀದನಿಗೆ ಗೊತ್ತಿದೆ, ನನ್ನ ಪಾತ್ರೆ ತುಂಬಿ ತುಳುಕುತ್ತಿದೆ. ദൈവത്തിന്റെ ഹൃദയത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവവേദന അറിയാൻ കഴിയോ എപ്പോഴൊക്കെ എന്റെ പാത്രം നിറയാൻ തുടങ്ങുന്ന അറിയാൻ കഴിയോ. ಯಾವಾಗೆಲ್ಲ ದೇವರನ್ನ ನೋಡುತ್ತಾ ಇರುವಂತ ಅವನಿಗೆ ಗೊತ್ತಾಗುತ್ತದೆ ಯಾವಾಗೆಲ್ಲ ನನ್ನ ಪಾತ್ರೆ ತುಂಬುತ್ತದೆ ಎಂಬುದನ್ನ. എവിടെയെങ്കിലും വെച്ച് പാത്രം ആത്മാവിൽ ഒഴിയാൻ തുടങ്ങിയാൽ ആ സമയം മുതൽ നിറയാൻ വേണ്ടി ചിലത് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ಎಲ್ಲೆಲ್ಲ ನಿನ್ನ ಪಾತ್ರೆ ಆತ್ಮದಲ್ಲಿ ಖಾಲಿ ಆಗುತ್ತದೆ ಅವಾಗೆಲ್ಲ ನೀನು ಆತ್ಮದಲ್ಲಿ ತುಂಬುವುದಕ್ಕೆ ನಿನ್ನ ಸಿದ್ಧಲಾಗಬೇಕು. ഇന്ന് പകൽ എത്ര പേര് പറയും എനിക്കൊന്ന് നിറയണം? ഹല്ലേലൂയ. ಎಷ್ಟು ಜನ ಇವತ್ತು ಹೇಳ್ತೀರಾ, ನಾನು ಇವತ್ತು ತುಂಬಬೇಕು, എന്റെ പാനപാത്രം നിറഞ്ഞു കവിയണോ, ನನ್ನ ಪಾನ ಪಾತ್ರೆ ತುಂಬಿ ತುಳುಕಬೇಕು. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം നിന്നിൽ നിന്ന് ഒഴുകാൻ തുടങ്ങണം. ನಿನ್ನಲ್ಲೇ ಒಳಗೆ ಇರುವಂತ ಅಭಿಷೇಕ ತುಂಬುವುದಕ್ಕೆ ಸಿದ್ಧಲಾಗಬೇಕು. അത് പട്ടണത്തിലേക്ക് ചലിക്കാൻ തുടങ്ങണം. ಅದು ಪಟ್ಟಣದಲ್ಲಿ ಚಲಿಸುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಬೇಕು. കുടുംബത്തിനകത്ത് ചലിക്കാൻ തുടങ്ങണം. ಕುಟುಂಬದಲ್ಲಿ ಚಲಿಸುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಬೇಕು. വീട്ടിനകത്ത് വ്യാപരിക്കാൻ തുടങ്ങണം. ಅದು ನಿನ್ನ ಇಲ್ಲಿಂದ ಪ್ರಾರಂಭಿಸಬೇಕು. ഇന്ന് പകലും ആരുടെയൊക്കെ പാത്രങ്ങളെ ദൈവം നിറച്ചോണ്ടിരിക്കുകയോ, ಇವತ್ತು ಎಲ್ಲ ಪಾತ್ರೆಗಳನ್ನು ದೇವರು ತುಂಬಿಸುವವರಾಗಿದ್ದಾರೆ. ആരുടെയൊക്കെ പാത്രങ്ങളെ നിറച്ചോണ്ടിരിക്കുകയോ, ಯಾರೆಲ್ಲ ಪಾತ್ರೆಯನ್ನು ದೇವರು ತುಂಬಿಸುತ್ತಿದ್ದಾರೆ. നിറവിനായ ഒരു അഭിഷേകത്തിന്റെ തലമേൽ വീണോണ്ടിരിക്കുകയോ, ತುಂಬಿಸುವಿಗಾಗಿ ಒಂದು ಅಭಿಷೇಕ ಇವತ್ತು ದೇವರು ಸುರಿಸ್ತಾ ಇದ್ದಾರೆ. വിശ്വസിക്കുന്നവരെന്ന് പകൽ ആത്മാവിൽ സ്വീകരിച്ച് ನಂಬುವವರು ಆತ್ಮದಲ್ಲಿ ಸ್ವೀಕರಿಸಿರಿ. ചില പാത്രങ്ങളിലേക്ക് ദൈവാത്മാവിന്റെ മകൾ ആത്മസാന്നിധ്യം പകരുകയാ. കാഴ്ചക്കാരായിട്ട് ആരും ഇരിക്കരുത്, ആത്മാവിൽ ഇന്ന് മകൾ നിറയാൻ തയ്യാറാകട്ടെ. ಕೆಲವರ ಪಾತ್ರೆಯಲ್ಲಿ ದೇವರು ತುಂಬಿಸುವಲಾಗಿದ್ದಾರೆ. ನೀವು ಸುಮ್ಮನೆ ನೋಡುತ್ತಾ ಕೂತ್ಕೊಳ್ಬೇಡ್ರಿ, ആത്മನಲ್ಲಿ ತುಂಬುವುದಕ್ಕಾಗಿ ನೀವು ಅದಕ್ಕಾಗಿ ಪ್ರಾರ್ಥಿಸುತ್ತಾ ಕೂತ್ಕೊಳ್ರಿ. എനിക്ക് ഓടാൻ വേണ്ടി എനിക്കൊന്ന് നിറയണം, ആത്മാവിൽ ഓടാൻ വേണ്ടി എനിക്കൊന്ന് നിറയണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് മകൾ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ನಾನು ಆತ್ಮನಲ್ಲಿ ಓಡುವುದಕ್ಕಾಗಿ ನನ್ನ ಪಾತ್ರ ತುಂಬಬೇಕೆಂಬುದಾಗಿ ಬಯಸುವವರು ಪ್ರಾರ್ಥಿಸೋದಕ್ಕೆ ಸಿದ್ಧರಾಗ್ರಿ. നീ സ്റ്റക്കാകാൻ ദൈവത്തിന് ആഗ്രഹമല്ല, നീ ആത്മാവിൽ ഓടണം, ഓടണം, ഓടണം. ನೀನು ನಿಂತುಕೊಳ್ಳುವುದು ದೇವರ ಆತ್ಮನಿಗೆ ಇಷ್ಟವಿಲ್ಲ, ನೀನು ಆತ್ಮದಲ್ಲಿ ಓಡಬೇಕು. നിന്റെ പ്രാർത്ഥന സ്റ്റക്കാവാൻ ദൈവം സമ്മതിക്കത്തില്ല. ನಿನ್ನ ಪ್ರಾರ್ಥನೆ ನಿಂತು ಹೋಗಲಿಕ್ಕೆ ದೇವರು ಬಯಸುವುದಿಲ್ಲ. അന്യഭാഷ സ്റ്റക്കാവാൻ ദൈവം അനുവദിക്കത്തില്ല. ನೀನು ಅನ್ಯ ഭാಷೆ ನಿಂತು ಹೋಗೋದಕ್ಕೆ ದೇವರು ಅನುಮತಿಸುವುದಿಲ್ಲ. അതിലേക്ക് ഓടിക്കയറാൻ പോയോ? ಇವತ್ತು ನೀನು ಅದರಲ್ಲಿ ಓಡಿ ಪ್ರವೇಶಿಸಲಿಕ್ಕಿದೆಯಾ? അതിനു വേണ്ടി നിന്റെ പാത്രത്തെ നിറയ്ക്കുന്ന ഒരു ദൈവശക്തി ഈ ഹോള് നിറയെ ഇതിനകത്ത് വ്യാപരിച്ചോണ്ടിരിക്കുകയാ. വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്വീകരിക്കുക. ಅದಕ್ಕಾಗಿ ಈ ಹೋಲ್ನಲ್ಲಿರುವಂತಹ ಪಾತ್ರೆ ತುಂಬಿಸುವುದಕ್ಕೆ നിറവ് 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 ആത്മാവിന്റെ നിറവ് ചലിക്കുന്നു. ആത്മാവിൽ നിറയണം, ആത്മാവിൽ നിറയണം. നിന്റെ വാഗ്ദത്തങ്ങളെ പിടിക്കാൻ ആത്മാവിൽ നിറയുക. ಆ ವಾಗ್ದಾನವನ್ನು ಹಿಡಿದುಕೊಳ್ಳೋದಕ್ಕಾಗಿ ಆತ್ಮದಲ್ಲಿ ತುಂಬಕು. ആത്മാവിൽ നിറയുക. നിന്റെ പാനപാത്രം നിറഞ്ഞു കവിയട്ടെ. ಆತ್ಮನಲ್ಲಿ ತುಂಬಲಿ. ನಿನ್ನ ಪಿನ್ನ ಪಾತ್ರೆ ಆತ್ಮದಲ್ಲಿ ತುಂಬಿ വിശ്വസിക്കുന്നവർ ഇന്ന് മകൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രാപിക്കുന്ന മകളായി തീരട്ടെ. ನಂಬುವವರು ಇವತ್ತು ಹೊಂದಿಕೊಳ್ಳುವಂತ ಅಗಲಾಗಿ ಮಾರ್ಪಡಲಿ. പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ ആത്മാവിൽ പ്രാപിക്കുന്ന മകളായി തീരട്ടെ. ತುಂಬಲಿಕ್ಕೆ ಬಯಸುವವರಂತವರು ಇವತ್ತು ಆತ್ಮದಲ್ಲಿ ತುಂಬುವಂತ ಅಗಲಾಗಿ ಮಾರ್ಪಡಲಿ. ആഗ്രഹിക്കുന്നവർ ആത്മാവിൽ നിറയട്ടെ. ಬಯಸುವವರು ಆತ್ಮದಲ್ಲಿ ಇವತ್ತು ತುಂಬಲ್ಪಡಲಿ. ആത്മാവിൽ നിറയുക. ಆತ್ಮದಲ್ಲಿ ತುಂಬರೆ. ആത്മാവിൽ നിറയുക. ಆತ್ಮದಲ್ಲಿ ತುಂಬರೆ. അന്ധകാരങ്ങൾ അഴിയുക. ಆತ್ಮದಲ್ಲಿ ತುಂಬಲೆ. തൊടട്ടെ.
തൊടട്ടെ, ദൈവാത്മാവ് ഇന്ന് പകൽ തൊടട്ടെ, ದೇವರ ಆತ್ಮನ ಇವತ್ತು ಮುಟ್ಟಲಿ, ദൈവാത്മാവ് തൊടട്ടെ ഇന്ന് പകൽ, ದೇವರ ಆತ್ಮನ ಮುಟ್ಟಲಿ, ആത്മാവ് ഇന്ന് പകൽ നിറയട്ടെ ഇന്ന് പകൽ. ಆತ್ಮನ ಇವತ್ತು ತುಂಬಲ್ಪಡಲಿ. കാഴ്ചക്കാരായിട്ട് ആരും നിൽക്കരുത്, ആത്മാവിൽ നിറയട്ടെ. ಸುಮ್ಮನೆ ನೋಡ್ತಾ ನೀನು ಕೂತ್ಕೊಳ್ಬೇಡ್ರಿ, ಆತ್ಮನ ತುಂಬಲ್ಪಡಲಿ. അന്യഭാഷ വരം പ്രാപിച്ചവർ അന്യഭാഷകളിൽ ഇന്ന് പകൽ നിറയ്ക്കുന്ന ദൈവ സാന്നിധ്യം, ಅನ್ಯ ಭಾಷೆ ಹೊಂದಿದವರು ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ತುಂಬಿಸುವಂತ ದಿನವಾಗಲಿ. അത്യന്ത ശക്തി ഇന്ന് പകൽ ചിലതിന്റെ മേൽ പകരുന്നത് ദൈവാത്മാവിനെ കാണിക്കുകയാണ്. ಅತ್ಯಂತ ಶಕ್ತಿ ದೇವರ ಆತ್ಮ ಇವತ್ತು ಕೆಲವರನ್ನು ತುಂಬಿಸುವುದು ದೇವರ ಆತ್ಮ ತೋರಿಸುತ್ತಿದ್ದಾರೆ. ആരോ പറഞ്ഞ പിശാചിനെ ബന്ധിക്കുമെന്ന്, ಯಾರು ನಿನಗೆ ಹೇಳಿದ ಸೈತಾನ ನಿನ್ನನ್ನು ಬಂಧನದಲ್ಲಿ ಇಡುತ್ತಾನೆ ಎಂಬುದನ್ನು, നിന്നെ ബന്ധിക്കാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല. ನಿನ್ನನ್ನು ಬಂಧಿಸುವುದಕ್ಕೆ ಯಾವ ಸೈತಾನ ಕ್ರಿಯೆಗಳಿಗೂ ಸಾಧ್ಯವಿಲ್ಲ. കുടുംബത്തെ ബന്ധിക്കാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല. ನಿನ್ನ ಕುಟುಂಬವನ್ನು ಬಂಧಿಸುವುದಕ್ಕೆ ಯಾವ ಸೈತಾನ ಶಕ್ತಿಗೂ ಸಾಧ್ಯ ಇಲ್ಲ. വാഗ്ദത്തത്തെ തടയാൻ ആർക്കും കഴിയത്തില്ല. ಆ ಆತ್ಮನನ್ನು ತಡೆಯುವುದಕ್ಕೆ ಯಾರಿಂದಲೂ ಸಾಧ್ಯವಿಲ್ಲ. ആത്മസാന്നിധ്യത്തിന്റെ മേൽ നിറയാൻ തുടങ്ങിയ, ಆತ್ಮನ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ತುಂಬುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದ್ರೆ, ആത്മാവിൽ ബലപ്പെടാൻ തുടങ്ങിയാൽ, ನೀನು ಆತ್ಮನಲ್ಲಿ ಬಲ ಹೊಂದೋದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದ್ರೆ, ആത്മാവിൽ ചലിക്കാൻ തുടങ്ങിയാൽ, ನೀನು ಆತ್ಮನಲ್ಲಿ ಚಲಿಸುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದ್ರೆ, വാഗ്ദത്തങ്ങൾ നിറവേറാൻ തുടങ്ങും. ನಿನ್ನ ವಾಗ್ದಾನವನ್ನು ನೆರವೇರುತ್ತದೆ. വാഗ്ദത്തങ്ങളിലേക്ക് നടന്നു കയറാൻ തുടങ്ങും. ನಿನ್ನ ವಾಗ್ದಾನವನ್ನು ನಡೆದು ಪ್ರವೇಶಿಸುತ್ತೀಯಾ? അതിന്റെ തടസ്സങ്ങൾ ഇന്ന് പകൽ പൊട്ടുകയാ, അതിന്റെ തടസ്സങ്ങൾ ദൈവാത്മ പൊട്ടിച്ചു കളയുകയാ. ಇವತ್ತಾಗಲ ತಡೆಗಳು ಮುರಿಯಲ್ಪಡುತ್ತಿದೆ, ಅದ ತಡೆಯನ್ನು ದೇವರಾತ್ಮ ಮುರಿದು ಹಾಕ್ತಿದ್ದಾಳೆ. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ആത്മാവിൽ നിറയട്ടെ, ನಂಬುವವರು ಆತ್ಮನಲ್ಲಿ ಇವತ್ತು ತುಂಬಲ್ಪಡಲಿ, വിശ്വസിക്കുന്നവർ ആത്മാവിൽ പ്രാപിക്കട്ടെ. ನಂಬುವವರು ಇವತ್ತು ಆತ್ಮನಲ್ಲಿ ಹೊಂದಿಕೊಳ್ಳಲಿ. നീ ദൈവത്തിന്റെ പൈതല, ನೀನು ದೇವರ ಮಗನು, നീ ദൈവത്തിന്റെ മകനാ, ನೀನು ದೇವರ ಮಗನು. നിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റാൻ ദൈവത്തിന്റെ ആവശ്യമാ. ನಿನ್ನ ವಾಗ್ದಾನವನ್ನ ತುಂಬಿಸುವುದು ದೇವರ ಅವಶ್ಯವಾಗಿದೆ. അതിനായി നിന്റെ കാലുകളിൽ ബലം വ്യാപരിക്കുന്നു, ಅದಕ್ಕಾಗಿ ನಿನ್ನ ಕಾಲುಗಳಿಗೆ ಬಲ ಆವರಿಸ್ತಿದೆ. നിന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു, ನಿನ್ನ ಪಾನ ಪಾತ್ರೆ ತುಂಬಿ ತುಳುಕ್ತಿದೆ. അഭിഷേക തൈലം നിന്റെ തലമേൽ വീഴുന്നു, ಅಭಿಷೇಕ ತೈಲ ನಿನ್ನ ತಲೆ ಮೇಲೆ ಬೀಳುತ್ತಿದೆ. അഭിഷേക തൈലം നിന്റെ തലമേൽ വീഴുന്നു, ಅಭಿಷೇಕ ತೈಲ ನಿನ್ನ ತಲೆ ಮೇಲೆ ಬೀಳುತ್ತಿದೆ. അഭിഷേക തൈലം ചില ലൈവിൽ കാണുന്ന ചിലരുടെ മേൽ വീഴുന്നു. ಅಭಿಷೇಕ ತೈಲವು ಲೈವ್ ಆಗಿ ಕಾಣುವಂತವರ ಮೇಲೆ ಬೀಳುತ್ತಿದೆ. ಹೊಂದಿಕೋ ಹೊಂದಿಕೋ. ആത്മാവിന്റെ സ്പർശനം, ಆತ್ಮನ ಸ್ಪರ್ಶನ, പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്നത് ഞാൻ കാണുകയാണ്. ಪರಿಶುದ್ಧಾತ್ಮನ ಕೆಲವರನ್ನು ಮುಟ್ಟುವುದನ್ನು ನಾನು ಕಾಣುತ್ತಿದ್ದೇನೆ. ചിലരെ തൊടുകയോ, ಪರಿಶುದ್ಧಾತ್ಮನ ಕೆಲವರು ಮುಟ್ಟುತ್ತಿದ್ದಾರೆ. ചിലരെ തൊട്ടോണ്ടിരിക്കുകയോ, ಪರಿಶುದ್ಧಾತ್ಮನ ಕೆಲವರನ್ನು ಮುಟ್ಟುತ್ತಿದ್ದಾರೆ. ചിലരെ തൊട്ടോണ്ടിരിക്കുകയോ. ಪರಿಶುದ್ಧಾತ್ಮ ಕೆಲವರು ಮುಟ್ಟುತ್ತಿದ್ದಾರೆ. നിന്റെ വഴിയെ തടയുന്നതിനെ അവൻ പൊട്ടിക്കുകയോ, ನಿನ್ನ ದಾರಿಯನ್ನು ತಡೆಯುವುದನ್ನು ಮುರಿದು ಹಾಕ್ತಿದ್ದಾನೆ. ഓ ചിലരുടെ മേൽ തീ വന്ന് വീഴുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ಕೆಲವರ ಮೇಲೆ ಬೆಂಕಿ ಬಂದು ಬೀಳುವುದನ್ನು ನನ್ನ ಆತ್ಮನಲ್ಲಿ ಕಾಣುತ್ತಿದ್ದೇನೆ. വിട്ടുകൊടുക്കുന്ന ചിലരുടെ മേൽ ആത്മാവിന്റെ തീ വന്ന് ഇറങ്ങുകയോ, ಬಿಟ್ಟು ಕೊಡುವವರಂತ ಮೇಲೆ ಆತ್ಮರ ಬೆಂಕಿ ಬೀಳುತ್തു ಬಿಡುತ್ತದೆ. ഓ ഏത് മരുഭൂമിയിൽ നടന്നാലും നിന്നെ വാടിച്ചു കളയാത്ത ഒരു ആത്മശക്തി, ಯಾವ ಮರುಭೂಮಿಯಲ್ಲಿ ನಡೆದರೂ ನೀನು ಬಾಡಿ ಹೋಗದಂತ ಆತ್ಮಶಕ್ತಿ, നീ ഏത് പ്രതികൂലത്തിൽ നടന്നാലും നീ വാഗ്ദത്തങ്ങളിലേക്ക് നടന്നു കയറും. ನೀನು ಯಾವ ಪ್ರತಿಕೂಲ ನಡೆದರೂ ನೀನು ವಾಗ್ದಾನವನ್ನು ನಡೆದು ಪ್ರವೇಶಿಸ್ತೀಯ. ലോകത്തിലൊത്തിരി പ്രതികൂലങ്ങളുണ്ട്, ಲೋಕದಲ್ಲಿ ದೊಡ್ಡ ಪ್ರತಿಕೂಲಗಳಿದೆ, ലോകത്തിലൊത്തിരി തടസ്സങ്ങളുണ്ട്. ಲೋಕದಲ್ಲಿ ದೊಡ್ಡ ತಡೆಗಳಿದೆ. അത് നിന്നെ ബാധിക്കത്തില്ല, ಅದು ನಿನ್ನನ್ನು ಬಾಧಿಸುವುದಿಲ್ಲ, അത് നിന്നെ തൊടപ്പില്ല, ಅದು ನಿನ್ನನ್ನು ಮುಟ್ಟುವುದಿಲ್ಲ. നിന്നെ തൊടാതിരിക്കാൻ ನಿನ್ನನ್ನು ಮುಟ್ಟದೇ ಇರುವುದಕ್ಕೆ പരിശുദ്ധാത്മാവിന്റെ നിറവ് പകരുകയോ, ಪರಿಶುದ್ಧಾತ್ಮರು ತನ್ನ ತುಂಬಿಸುವಿಕೆಯನ್ನು ಕೊಡುತ್ತಿದ್ದಾನೆ. പരിശുദ്ധാത്മാവിന്റെ നിറവ് ജനിക്കുകയോ, ಪರಿಶುದ್ಧಾತ್ಮನ ತುಂಬಿಕೆ ಆವರಿಸ್ತಿದೆ. വിശ്വസിക്കുന്നവർ ആത്മാവിൽ നിന്ന് പകൽ പ്രാപിക്കട്ടെ. ನಂಬುವವರು ಆತ್ಮನಲ್ಲಿ ಹೊಂದಿಕೊಳ್ಳಲಿ. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചേ. ಶಕ್ತಿಯಾಗಿ ಕರ್ತನನ್ನು ಸ್ತುತಿಸಿರಿ. ഓ ദൈവപ്രവൃത്തി ഇതിനകത്ത് ചലിക്കുകയാണ്, ದೇವರ ಕಾರ್ಯಗಳಲ್ಲಿ ಚಲಿಸುತ್ತಿದೆ. കർത്താവ് ഇതിനകത്ത് നടക്കുകയാണ്, ಕರ್ತನು ಇದರ ಮಧ್ಯದಲ್ಲಿ ನಡೆಯುತ್ತಿದ್ದಾನೆ. ഓ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നടകൊള്ളുകയാണ്. ಪರಿಶುದ್ಧಾತ್ಮನಲ್ಲಿ ನಡೆಯುತ್ತಿದ್ದಾನೆ. വിശ്വസിക്കുന്നവർ, ನಂಬುವಂತವರು, വാഗ്ദത്തങ്ങളിലേക്ക് നടന്നു കയറാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് മകൻ ആത്മാവിൽ നിറയുക. ಆ ವಾಗ್ದಾನಗಳಲ್ಲಿ ನಡೆದು ಪ್ರವೇಶಿಸಲಿಕ್ಕೆ ಬಯಸುವವರು ಆ ಆತ್ಮನಲ್ಲಿ ತುಂಬರೆ. ഒരു ആത്മബലം ചിലതിന്റെ മേൽ ചലിക്കുന്നു, ಆತ್ಮನ ಶಕ್ತಿ ಚಲಿಸುತ್ತಿದೆ. ശക്തിയോടെ കരമടിച്ച് ഇന്ന് മകൻ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചേ. ಶಕ್ತಿಯಾಗಿ ಕರಗಳ ತಟ್ಟಿ ದೇವರನ್ನು ಸ್ತುತಿಸಿರಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ദാവീദ് പറയുന്നു, എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ದಾವೀದನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ನನ್ನ ಪಾನ ಪಾತ್ರೆ ತುಂಬಿ ತುಳುಕ್ತಿದೆ. നന്മയും കരുണയും എന്റെ ആഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ಕೃಪೆಯು ಶುಭವು ನನ್ನನ್ನು ಜೀವಕಾಲವೆಲ್ಲ ಹಿಂಬಾಲಿಸುತ್ತದೆ.
ദൈവത്തിന്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കണമെങ്കിൽ നിന്റെ പാനപാത്രം ആത്മാവിൽ നിറയണം. ದೇವರ ಆಲಯದಲ್ಲಿ ನೀ ದೀರ್ಘಕಾಲ ವಾಸ ಮಾಡಬೇಕಂದ್ರೆ ನಿನ್ನ ಪಾತ್ರೆ ತುಂಬಿ ತುಳುಕಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ദൈവസന്നിധിയിൽ എപ്പോഴും വസിക്കണമെങ്കിൽ എൻ്റെ അകത്തളം ആത്മാവിനാൽ നിറയണം. ನಾನು ದೇವರ ಸನ್ಮುಖದಲ್ಲಿ ನಾ ವಾಸ ಮಾಡಬೇಕಂದ್ರೆ ನನ್ನ ಒಳಗಡೆ ಆತ್ಮನಲ್ಲಿ ನಾ ತುಂಬಲ್ಪಟ್ಟವನಾಗಿರಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ദാവീദ് പറഞ്ഞത് എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയെന്ന് പറഞ്ഞത് ആമേൻ സ്തോത്രം വെറും ഒരു സാധാരണ സ്ഥലത്ത് വെച്ചല്ല ദാവീദ് പറഞ്ഞത്. ದಾವೀದನು ನನ್ನ ಪಾನಪಾತ್ರೆ ತುಂಬಿ ತುಳುಕ್ತಾ ಇದೆ ಎಂಬುದನ್ನ ಹೇಳಿದ್ದು ಒಂದು ಸಾಧಾರಣವಾದ ಸ್ಥಳದಲ್ಲಿ ಅಲ್ಲ. ദാവീദ് പറഞ്ഞത് ഞാൻ കൂരിരുൾ താഴ്വരെ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല. ದಾವಿದ ಹೇಳುವಂತದ್ದು ನಾನು ಕಾರ್ಗತ್ತಲ ಕಣಿವೆಯಲ್ಲಿ ನಡೆದರೂ ನಾನು ಯಾವುದಕ್ಕೂ ಹೆದರೋದಿಲ್ಲ. ഏത് കൂരിൽ വന്നാലും ഒരു ദൈവ പൈതൽ പേടിക്കേണ്ട കാര്യമില്ല. ಯಾವ ಕಾರ್ಗತ್ತಲ ಅನುಭವ ಬಂದರೂ ಯಾವ ದೇವರ ಮಗು ಭಯಪಡೋ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ഭയപ്പെടുത്തുന്ന നൂറുകണക്കിന് വിഷയം വരും, അതിന്റെ നടുവിൽ വിളിച്ചു പറയണം എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. ಭಯಪಡಿಸುವಂತ 100 ಕಾರ್ಯಗಳು ನಿನಗೆ ಬರಬಹುದು, ಆದರೆ ದೇವರ ಮಗು ಕೂಗಿ ಹೇಳಬೇಕು ನನ್ನ ದೇವರು ನನ್ನ ಜೊತೆಯಲ್ಲಿದ್ದಾನೆ. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്, എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. ನನ್ನ ದೇವರು ನನ್ನ ಜೊತೆಯಲ್ಲಿದ್ದಾನೆ, ನನ್ನ ದೇವರು ಜೊತೆಯಲ್ಲಿದ್ದಾನೆ. ഓ നിന്റെ കൂടെ നിന്റെ ദൈവം നിൽക്കാൻ പോകുകയോ? ನಿನ್ನ ಜೊತೆಯಲ್ಲಿ ದೇವರು ನಿಲ್ಲದಿಕ್ಕಿದ್ದಾನೆ. നീ ആരാധിക്കുന്നു നിന്റെ ദൈവം നിന്റെ കൂടെ നിൽക്കാൻ പോകുകയോ? ನೀನು ಆರಾಧಿಸುವ ದೇವರ ಜೊತೆ ನಿನ್ನ ಜೊತೆ ನಿಲ್ಲುವನಾಗಿದ್ದಾನೆ. നിന്റെ പ്രതികൂലത്തിൽ അവൻ നിന്റെ കൂടെ നിൽക്കാൻ പോകുകയോ? ನಿನ್ನ ಪ್ರತಿಕೂಲ ಮಧ್ಯದಲ್ಲಿ ನಿನ್ನ ಜೊತೆ ನಿಲ್ಲಲಿಕ್ಕಿದ್ದಾನೆ. നിന്റെ കുടുംബത്തിന്റെ കൂടെ നിൽക്കാൻ പോകുകയോ? ನಿನ್ನ ಕುಟುಂಬದೊಂದಿಗೆ ನಿಲ್ಲಲಿಕ್ಕಿದ್ದಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ദാവീദ് പറയുന്നു കൂരിൽ താഴ്വരെ കൂടി നടന്നാലും ഞാൻ പേടിക്കത്തില്ല, കാരണം എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. ದಾವೀದನು ಹೇಳ್ತಾನೆ ಕಾರ್ಗತ್ತಲ ಕಣಿವೆಯಲ್ಲಿ ನಡೆದರೂ ನಾನು ಭಯ ಪಡೋದಿಲ್ಲ, ನನ್ನ ದೇವರು ನನ್ನ ಜೊತೆ ಆಗಿದ್ದಾನೆ. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പറയണമെങ്കിൽ എന്റെ ആത്മാവ് നിറഞ്ഞിരിക്കണം. ನನ್ನ ದೇವರು ನನ್ನ ಜೊತೆಯಲ್ಲಿದ್ದಾನೆ ಎಂಬುದನ್ನು ನಾನು ಹೇಳಬೇಕಂದರೆ ನಾನು ಆತ್ಮನಲ್ಲಿ ತುಂಬಿದವನಾಗಿರಬೇಕು. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ കാണണമെങ്കിൽ എന്റെ ആത്മാവ് നിറഞ്ഞിരിക്കണം. ನನ್ನ ದೇವರು ನನ್ನ ಜೊತೆಯಲ್ಲಿದ್ದಾನೆ ಎಂಬುದನ್ನು ಕಾಣಬೇಕಂದರೆ ನನ್ನ ಆತ್ಮನಲ್ಲಿ ನಾನು ತುಂಬಿದವನಾಗಿದ್ದರೆ ಮಾತ್ರ. എന്തിനെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് നിറയുന്നത് നീ ആരാധിക്കുന്ന ദൈവം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടെന്ന് വെളിപ്പെടുത്തി തരാം. ನೀನು ಯಾವಾಗಲೂ ದೇವರನ್ನ ಆರಾಧಿಸುವುದು ಯಾಕೆ ಅಂದರೆ ನಿನ್ನ ಆತ್ಮನಲ್ಲಿ ಆರಾಧಿಸುವ ದೇವರು ನಿನ್ನ ಜೊತೆಯಲ್ಲಿ ಇರುವುದು ಎಂಬುದು ಹೇಳೋದಕ್ಕೆ. ആത്മാവിൽ നിറയുന്ന ചിലർ കാണാൻ പോകുകയോ? നിന്റെ കൂടെ നടക്കുന്ന ദൈവത്തെ കാണാൻ പോകുകയോ? ಆತ್ಮನಲ್ಲಿ ತುಂಬುವಂತ ನೀನು ದೇವರು ನಿನ್ನ ಜೊತೆ ನಡೆಯುವುದನ್ನು ನಿನ್ನ ಆತ್ಮನಲ್ಲಿ ಕಾಣಲಿಕ್ಕಿದೆಯಾ? പ്രതികൂലത്തിൽ നിന്റെ കൂടെ വരുന്ന ദൈവത്തെ കാണാൻ പോകുകയോ? ಪ್ರತಿಕೂಲದ ಮಧ್ಯದಲ್ಲಿ ನಿನ್ನ ಜೊತೆಯಲ್ಲಿ ಬರುವ ದೇವರು ನಿನ್ನ ಕಾಣಲಿಕ್ಕಿದೆಯಾ? രോഗത്തിൽ നിന്റെ കൂടെ വരുന്ന ദൈവത്തെ കാണാൻ പോകുകയോ? ರೋಗದ ಸಮಯದಲ್ಲಿ ನಿನ್ನ ಜೊತೆಯಲ್ಲಿ ಬರುವ ದೇವರು ನಿನ್ನ ಕಾಣಲಿಕ್ಕಿದೆಯಾ? ദൈവത്തെ കാണാനൊന്ന് ആത്മാവിൽ നിറഞ്ഞേ. ದೇವರನ್ನು ಕಾಣುವುದಕ್ಕಾಗಿ ಆತ್ಮನಲ್ಲಿ ತುಂಬರೆ. നിന്റെ കൂടെ നിൽക്കുന്ന ദൈവത്തെ എപ്പോഴും എപ്പോഴും നിന്റെ മുൻപിൽ ഉണ്ടെന്ന് നിന്നെ അറിയിച്ചു തരുന്നത് പരിശുദ്ധാത്മാവോ. ನಿನ್ನ ಜೊತೆಯಲ್ಲಿ ದೇವರು ಇದ್ದಾನೆ ಎಂಬುದನ್ನು ಯಾವಾಗಲೂ ನಿನಗೆ ತಿಳಿಸಿಕೊಳ್ಳುವಂತದ್ದು ಅದು ಪರಿಶುದ್ಧಾತ್ಮನಾಗಿದೆ. ആരൊക്കെ ആത്മാവിൽ നിറയുന്നു ആ ജനത്തെ നോക്കി ദൈവാത്മാവ് അറിയുന്നു നിന്റെ കൂടെ വരുന്ന ഒരു ദൈവത്തെ നീ കാണാൻ പോയോ? ಯಾರೆಲ್ಲ ಆತ್ಮನಲ್ಲಿ ತುಂಬಲ್ಪಡುತ್ತಿದೆ ಆ ಜನರನ್ನು ನೋಡಿ ದೇವರು ಹೇಳ್ತಿದ್ದಾನೆ ನಿನ್ನ ಜೊತೆ ದೇವರು ಬರಲಿಕ್ಕಿದ್ದಾನೆ. വെറുതെ അല്ല നീ ആത്മാവിൽ നിറയുന്നത്. ನೀನು ಸುಮ್ಮನೆ ಎಲ್ಲ ಆತ್ಮನಲ್ಲಿ ತುಂಬುವಂತದ್ದು. നിന്റെ ദൈവം നിന്റെ കൂടെ നടക്കുന്നത് നീ കാണാൻ വേണ്ടിട്ടോ. ನಿನ್ನ ಜೊತೆಯಲ್ಲಿ ದೇವರು ನಡೆಯುವುದನ್ನು ನೀನು ಕಾಣುವುದಕ್ಕಾಗಿ. കൂരിരുട്ടിലും അവൻ നിന്നെ കൈവിടപ്പില്ലെന്ന് അറിയിക്കാൻ വേണ്ടിട്ടോ. ಕಾರ್ಗತ್ತಲ ಕಣಿವೆಯಲ್ಲಿ ನೀನು ಕೈ ಬಿಡುವುದಿಲ್ಲ ಎಂಬುದನ್ನು ತಿಳಿಸುವುದಕ್ಕಾಗಿ. ഏത് മരുഭൂമിയിൽ നീ ഒറ്റയ്ക്കല്ലെന്ന് നിന്നോട് പറയാൻ വേണ്ടിട്ടോ. ಯಾವ ಮರುಭೂಮಿಯಲ್ಲಿ ನೀನು ಒಟ್ಟಿಗನಲ್ಲ ಎಂಬುದನ್ನು ಹೇಳೋದಕ್ಕಾಗಿ. നിന്റെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ നീ ആത്മനിറവിൽ കാണാൻ പോകുകയോ? ನಿನ್ನ ജೊತೆಯಲ್ಲಿ ನಡೆಯುವಂತ ದೇವರನ್ನ ಆತ್ಮನ ತುಂಬುವಿಕೆಯಲ್ಲಿ ನೀನು ಕಾಣಲಿಕ್ಕಿದೆಯಾ? ഒറ്റപ്പെട്ട മേഖലകളിൽ നീ തകർന്നു പോകേണ്ട കാര്യമില്ല. ആത്മാവിൽ നിറഞ്ഞ നിന്റെ കൂടെ വരുന്ന ഒരു ദൈവത്തെ കാണാൻ കഴിയോ? ನೀನು ಒಬ್ಬಟ್ಟಿಗೆದಾಗಿ ನಡೆಯುವಾಗ ನಿನ್ನ ನಾಡು ನಾಶವಾಗಿ ಹೋಗುವುದಿಲ್ಲ. ನಿನ್ನ ಜೊತೆಯಲ್ಲಿ ನಡೆಯುವಂತ ದೇವರನ್ನು ನಿನ್ನ ಆತ್ಮದಲ್ಲಿ ಕಾಣುತ್ತಲಿಕ್ಕಿದೆಯಾ? ദാവീദ് പറയുന്നു എന്റെ കൂടെ ഒരുവനുണ്ട്. ದಾವೀದನು ಹೇಳ್ತಿದ್ದಾನೆ ನನ್ನ ಜೊತೆಯಲ್ಲಿ ಒಬ್ಬನಿದ್ದಾನೆ. എന്റെ കൂടെ എന്റെ ദൈവമുണ്ട്. ನನ್ನ ಜೊತೆಯಲ್ಲಿ ದೇವರಿದ್ದಾನೆ. എന്റെ കൂടെ എന്റെ യേശു ഉണ്ട്. ನನ್ನ ಜೊತೆಯಲ್ಲಿ ಯೇಸು ಇದ್ದಾನೆ. എന്റെ അപ്പനും അമ്മയും എന്നെ കൈവിട്ടു, പക്ഷെ അവൻ എന്നെ കൈവിട്ടിട്ടില്ല. ನನ್ನ ತಂದೆ ತಾಯಿ ನನ್ನನ್ನು ಕೈ ಬಿಟ್ಟರು, ಆತ ನನ್ನ ಕೈ ಬಿಡಲಿಲ್ಲ. ദാവീദിന് തിരിച്ച
തിരിച്ചറിഞ്ഞത് അവൻ ആത്മാവിൽ നിറയാൻ തുടങ്ങിയപ്പോഴാ. ದಾವೀದನನ್ನು ತಿಳಿದುಕೊಂಡಿದ್ದು ಅವನು ಯಾವಾಗ ಆತ್ಮನಲ್ಲಿ ತುಂಬಿದನಾವಾಗಲೇ. നീ പരിശുദ്ധാത്മാവിൽ നിറയുന്നത് അവൻ നിന്റെ കൂടെ ഉണ്ടെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ನೀನು ಪರಿಶುದ್ಧಾತ್ಮನಲ್ಲಿ ತುಂಬುವಂತದ್ದು ದೇವರು ನಿನ್ನ ಜೊತೆಯಲ್ಲಿದ್ದಾನೆ ಎಂಬುದನ್ನು ಪ್ರಕಟಪಡಿಸುವುದಕ್ಕಾಗಿ. ഇന്ന് പകൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്റെ കർത്താവിന്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് എപ്പോഴും വെളിപ്പെട്ട് കിട്ടണം. ಎಷ್ಟು ಜನರಿಗೆ ಬಯಕೆ ಇದೆ, ನನ್ನ ಕರ್ತನು ನನ್ನ ಜೊತೆಯಲ್ಲಿ ಇದ್ದಾನೆ ಎಂಬುದನ್ನ ಯಾವಾಗಲೂ ನನಗೆ ಪ್ರಕಟವಾಗಿ ನನಗೆ ಗೊತ್ತಾಗಬೇಕು, ನನ್ನ ಜೊತೆಯಲ್ಲಿ ಯೇಸು ಇದ್ದಾನೆ ಎಂಬುದನ್ನ. ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ആത്മാവിൽ നിറയുക. ಅದಕ್ಕಿರುವಂತ ಒಂದೇ ಮಾರ್ಗ, ಆತ್ಮನಲ್ಲಿ ತುಂಬಿಕೋ, ಆತ್ಮನಲ್ಲಿ ಬಲ ಹೊಂದು, പരിശുദ്ധാത്മാവിൽ നിറയുക, ಪವಿತ್ರಾತ್ಮನಲ್ಲಿ ತುಂಬಿಕೋ, നിന്റെ പാനപാത്രം നിറഞ്ഞു കവിയുക, ನಿನ್ನ ಪಾನಪಾತ್ರ ತುಂಬಿ ತುಳ್ಕಲು, നിന്റെ ആത്മ മനുഷ്യൻ ബലപ്പെടുക, ನಿನ್ನ ಆತ್ಮ ಮನುಷ್ಯ ಬಲಪಡಲು. ദാവീദിന്റെ തലമേൽ ഒഴിച്ച നിമിഷം മുതൽ ദാവീദ് ആത്മാവിൽ നിറയാൻ തുടങ്ങി. ಆ ದಾವೀದನ ಮೇಲೆ ಅಭಿಷೇಕ ತೈಲ ಹಾಕಿದ ಅದೇ ಸಂದರ್ಭದಿಂದ ಅವನು ಆತ್ಮನಲ್ಲಿ ತುಂಬುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದನು. അഭിഷേക തൈലം ദാവീദിന്റെ മേൽ വീഴാൻ കാരണം, ಅಭಿಷೇಕ ತೈಲ ದಾವೀದನ ಮೇಲೆ ಬೀಳುವುದಕ್ಕೆ ಕಾರಣ, ദാവീദിനെ എല്ലാവരും ഒറ്റപ്പെടുത്തി. ದಾವೀದನನ್ನ ಎಲ್ಲರೂ ಸೇರಿ ಒಂಟಿಯನ್ನಾಗಿ ಮಾಡಿದರು. അപ്പനും അമ്മയും ഒറ്റപ്പെടുത്തി. ತಂದೆ ತಾಯಿ ಅವನನ್ನು ಒಂಟಿಯಾಗಿ ಮಾಡಿದ್ರು. ജീവിത സാഹചര്യങ്ങൾ അവനെ ഒറ്റപ്പെടുത്തി. ಜೀವಿತದ ಪರಿಸ್ಥಿತಿಗಳು ಅವನನ್ನು ಒಂಟಿಯಾಗಿ ಮಾಡಿದ್ದು. ആമേ സകലരും ദാവീദിനെ ഒറ്റപ്പെടുത്തി. ಎಲ್ಲರೂ ಅವನನ್ನು ಒಂಟಿಯಾಗಿ ಮಾಡಿದರು. ഒറ്റപ്പെടുത്തിയ മണ്ഡലത്തിൽ അവന്റെ കൂടെ നിൽക്കാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ಒಂಟಿಯಾಗಿ ಮಾಡಿದಂತ ಎಲ್ಲಾ ಪರಿಸ್ಥಿತಿಗಳಲ್ಲಿ ಅವನ ಜೊತೆ ನಿಲ್ಲಲಿಕ್ಕೆ ಒಬ್ಬನಿದ್ದನು, കർത്താവായ യേശു മാത്രം. ಕರ್ತನಾದ ಯೇಸು ಮಾತ್ರ. ഇന്ന് പകൽ ഏതെങ്കിലും മേഖലയിൽ ഒറ്റപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ കൂടെ നിൽക്കാൻ യേശു ഉണ്ട്. ಈ ಹಗಲು ನನ್ನನ್ನ ಕೇಳುವಂತ ಯಾರಾದರೂ ಒಂಟಿಯಾಗಿ ಇರುವಂತ ನಿನ್ನ ಜೊತೆ ನಿಲ್ಲೋದಕ್ಕೆ ಯೇಸುವಿದ್ದಾನೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ദാവീദ് പറഞ്ഞു, എന്റെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചെങ്കിൽ യഹോവ എന്നെ ചേർത്തുകൊണ്ടു. ದಾವೀದ ಹೇಳ್ತದೆ, ನನ್ನ ತಂದೆ ತಾಯಿ ನನ್ನ ತೊರೆದರೇನು, ನನ್ನ ದೇವರು ನನ್ನ ಕೈ ಸೇರಿಸಿಕೊಂಡನು. ആമേ ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന ദൈവത്തെ ഞാൻ വാഴ്ത്തും. ಕೀರ್ತನೆಯಲ್ಲಿ ದಾವೀದ ಹೇಳುವಂತ ಒಂದು ವಾಕ್ಯ ಇದೆ, ನನಗೆ ಬುದ್ಧಿಯನ್ನ ಹೇಳಿ, ನನಗೆ ಬುದ್ಧಿಯನ್ನ ಜ್ಞಾನವನ್ನ ಕೊಟ್ಟಂತ ದೇವರು ನನಗೆ ಗೊತ್ತಿದೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ദാവീദിന് എന്താ ദൈവം ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത്? ದಾವೀದನಿಗೆ ಏನ್ ಬುದ್ಧಿಯನ್ನ ಹೇಳಿಕೊಟ್ಟಿದ್ದು ದೇವರು? ആത്മാവിൽ നിറയുക, ಆತ್ಮನಲ್ಲಿ ತುಂಬು, നിന്റെ പാനപാത്രം നിറയുക, ನಿನ್ನ ಪಾನಪಾತ್ರ ತುಂಬಿ ತುಳುಕಲೆ, അഭിഷേകത്തിൽ നിറയുക. ಅಭಿಷೇಕದಲ್ಲಿ ತುಂಬಲೆ. ദാവീദിന്റെ സഹോദരങ്ങൾക്ക് പട്ടാളക്കാര് ബുദ്ധി ഉപദേശിച്ചപ്പോ ദാവീദിന്റെ സഹോദരങ്ങൾ പട്ടാളക്കാരായി മാറി. ನೋಡಿ, ದಾವೀದನ ಸಹೋದರರಿಗೆ ಊರು ಜನರು ಬುದ್ಧಿಯ ಜ್ಞಾನವನ್ನು ಹೇಳಿಕೊಟ್ಟಾಗ ಅವರು ಸೈನಿಕರಾಗಿ ಮಾರ್ಪಟ್ಟರು. എന്നാൽ ദാവീദിന് ദൈവം ബുദ്ധി ഉപദേശിച്ചപ്പോൾ ദാവീദ് രാജാവായി മാറി. ಆದ್ರೆ ದೇವರು ದಾವೀದಿಗೆ ಜ್ಞಾನವನ್ನು ಹೇಳಿಕೊಟ್ಟಾಗ ಅವನು ರಾಜನಾಗಿ ಮಾರ್ಪಟ್ಟನು. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, എനിക്ക് ബുദ്ധി ഉപദേശിച്ച യഹോവയെ ഞാൻ വാഴ്ത്തും. ಆದ್ರಿಂದ ದಾವೀದ ಹೇಳ್ತಾನೆ, ನನಗೆ ಬುದ್ಧಿಯನ್ನ ಉಪದೇಶಿಸಿದಂತ ದೇವರನ್ನ ನಾನು ಕೊಂಡಾಡುತ್ತೇನೆ. ലോകത്തിന്റെ ജ്ഞാനം പോലെയല്ല ദൈവത്തിന്റെ ജ്ഞാനം. ಲೋಕದ ಜ್ಞಾನದ ಹಾಗೆ ಅಲ್ಲ ದೈವಿಕ ಜ್ಞಾನ. ലോകത്തിലെ അറിവ് പോലെയല്ല ദൈവത്തിന്റെ അറിവ്. ಲೋಕದ ತಿಳುವಳಿಕೆ ಪ್ರಕಾರ ಅಲ್ಲ ದೇವರ ತಿಳುವಳಿಕೆ ಇರುವಂತದ್ದು. ലോകത്തിന്റെ വിചാരത്തെ പോലെയല്ല ദൈവത്തിന്റെ വിചാരം. ಲೋಕದ ಕಾರ್ಯಗಳ ರೀತಿಯಲ್ಲಿ ಅಲ್ಲ ದೇವರ ಕಾರ್ಯಗಳು. അടുത്തിരിക്കുന്നവരെ കരം കൊടുത്ത് പറഞ്ഞ, ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു വിചാരം ഉണ്ടെന്ന് പറഞ്ഞു. ಪಕ್ಕದಲ್ಲವರಿಗೆ ಕೈ ಕೊಟ್ಟು ಹೇಳ್ರಿ, ದೇವರಿಗೆ ನಿಮ್ಮ ಕುರಿತಾದ ಆಲೋಚನೆಗಳಿದೆ. ദൈവത്തിന് നിങ്ങൾ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞ്, സന്തോഷത്തോടെ പറഞ്ഞ്, ആത്മ നിറവിലെന്ന് പറഞ്ഞ്, നിങ്ങൾ അടുത്തിരിക്കുന്നവരുടെ കരം കൊടുക്കുമ്പോൾ ഒരു ആത്മശക്തി വ്യാപരിക്കട്ടെ. ಪಕ್ಕದಲ್ಲವರವನಿಗೆ ಮುಖವನ್ನು ನೋಡಿ ಸಂತೋಷದಿಂದ ನೀವು ಕೈ ಕೊಟ್ಟು ಹೇಳ್ರಿ, ನೀವು ಕೈ ಕೊಡುವಾಗಲೇ ಆತ್ಮಶಕ್ತಿ ಎಲ್ಲರಲ್ಲಿ ಆವರಿಸಲಿ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കരം കൊടുത്ത് പറ, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു വിചാരമുണ്ട്. ಮತ್ತೊಂದು ಕೈ ಕೊಟ್ಟು ಹೇಳ್ರಿ, ದೇವರಿಗೆ ನಿನ್ನ ಕುರಿತಾಗಿ ಯೋಚನೆ ಇದೆ. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, നിന്റെ വിചാരമല്ല എന്റെ വിചാരം, നിന്റെ വഴിയല്ല എന്റെ വഴി. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ നിന്റെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങളെക്കാൾ ഉയരത്തിലാകുന്നു. ದೇವರ ವಾಕ್ಯ ಹೇಳುತ್ತದೆ, ನಿನ್ನ ಆಲೋಚನೆ ಅಲ್ಲ ನನ್ನ ಆಲೋಚನೆ, ನಿನ್ನ ಮಾರ್ಗವಲ್ಲ ನನ್ನ ಮಾರ್ಗ. ಆಕಾಶ ಎಷ್ಟು ಉನ್ನತವಾಗಿದೆಯೋ ಅಷ್ಟೇ ಉನ್ನತವಾಗಿದೆ ನನ್ನ ಉದ್ದೇಶಗಳು. നീ വിചാരിക്കുന്നതിനേക്കാൾ അധികമായി നിന്നെ ആത്മാവിൽ നിറയ്ക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ನೀನು ಬಯಸುವುದಕ್ಕಿಂತಲೂ ಹೆಚ್ಚಾಗಿ ನಿನ್ನ ಆತ್ಮವನ್ನು ತುಂಬಿಸುವುದಕ್ಕೆ ದೇವರಿಗೆ ಉದ್ದೇಶ ಇದೆ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ಎಷ್ಟು ಜನ ನಂಬುತ್ತೀರಿ? അവൻ നിന്നെ ആത്മാവിൽ നിറയ്ക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ನಿನ್ನ ಆತ್ಮವನ್ನು ತುಂಬಿಸುವುದಕ್ಕೆ ದೇವರಿಗೆ ಚಿತ್ತ ಇದೆ. ഉഡാബാല റബലഗഡഗദലഗ ദുരിഗഡഗസിയാന അർദ്ധമാന വൈഡമനഗഡഗസിയാദരാധന ലീവൽ കമനഗഡഗസി അന്തൽ പ്രമാന വൈഡനാദിയാന. എന്റെ വിചാരങ്ങൾ, ನನ್ನ ಆಲೋಚನೆಗಳು മുട്ടോളം നിറയണമെന്നായിരിക്കും.
ಅದು ಮೊಣಕಾಲುವರೆಗೆ ತುಂಬಬೇಕೆಂಬುದಾಗಿರಬಹುದು. ദൈവത്തിന്റെ വിചാരം നീ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു നിറവ് നിന്റെ മേൽ പകരാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ಆದರೆ ದೇವರ ಆಲೋಚನೆ ನೀನು ಈಜುವಂತ ಅನುಭವಕ್ಕೆ ತಲುಪಬೇಕೆಂಬುದು ದೇವರ ಆಲೋಚನೆ ನಿನ್ನ ಮೇಲೆ ಇದೆ. ദൈവത്തിന് അതിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ಅದಕ್ಕಾಗಿ ದೇವರ ಚಿತ್ತ ನಿನ್ನ ಮೇಲೆ ಇದೆ. അവന്റെ വിചാരങ്ങളല്ല നിന്റെ വിചാരങ്ങൾ, ಅವನ ಆಲೋಚನೆ ಅಲ್ಲ ನಿನ್ನ ಆಲೋಚನೆಗಳು, നിന്റെ വിചാരങ്ങളല്ല അവന്റെ വിചാരം നിന്റെ വിചാരങ്ങളെക്കാളും വലുതാണ്. ನಿನ್ನ ಆಲೋಚನೆ ಪ್ರಕಾರವಲ್ಲ, ಆತನ ಆಲೋಚನೆ ನಿನ್ನ ಆಲೋಚನೆಗಿಂತ ದೊಡ್ಡದಾಗಿದೆ. ഞാനിത് പറയുമ്പോൾ തന്നെ ചിലരെ ദൈവാത്മാവ് നിറയ്ക്കുകയാണ്. ನಾನು ಇದನ್ನು ಹೇಳುತ್ತಿರುವಾಗಲೇ ದೇವರ ಆತ್ಮನು ಕೆಲವರು ತುಂಬಿಸುತ್ತಿದ್ದಾನೆ. ദൈവത്തിന്റെ ആത്മാവ് ചിലരെ നിറയ്ക്കുകയാണ്. ದೇವರ ಆತ್ಮನು ಕೆಲವರು ತುಂಬಿಸುತ್ತಿದ್ದಾನೆ. ആഗ്രഹിക്കുന്നവരെ അവൻ നിറയ്ക്കുകയാണ്. ಬಯಸುವವರನ್ನ ದೇವರು ತುಂಬಿಸುವವನಾಗಿದ್ದಾನೆ. ആമേൻ. ആഗ്രഹിക്കുന്നവരെ കർത്താവ് നിറയ്ക്കുകയാണ്. ಬಯಸುವವರನ್ನ ದೇವರು ತುಂಬಿಸುವವನಾಗಿದ್ದಾನೆ. ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് വെളിപ്പെടുത്താൻ ദൈവാത്മാവ് ചിലരെ നിറയ്ക്കുകയാണ്. ನಾನು ನಿನ್ನ ಜೊತೆಯಲ್ಲಿದ್ದಾನೆ ಎಂಬುದನ್ನು ತಿಳಿಸುವುದಕ್ಕಾಗಿ ದೇವರ ಆತ್ಮನು ತುಂಬಿಸುತ್ತಿದ್ದಾನೆ. സാഹചര്യത്തിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കുമെന്ന് അവൻ വെളിപ്പെടുത്താൻ നിന്നെ ആത്മാവിൽ നിറയ്ക്കുകയാണ്. ಯಾವ ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ನನ್ನ ಜೊತೆಯಲ್ಲಿ ನಾನು ನಿನ್ನ ಇಡ್ತಾನೆ ಎಂಬುದನ್ನು ತಿಳಿಸುವುದಕ್ಕಾಗಿ ನಿನ್ನ ಆತ್ಮನು ತುಂಬಿಸುತ್ತಿದ್ದಾನೆ. പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. ಪರಿಶುದ್ಧಾತ್ಮನಿಗೆ ಒಪ್ಪಿಸಿಕೊಡ್ರಿ. പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. ಪರಿಶುದ್ಧಾತ್ಮನಿಗೆ ಒಪ್ಪಿಸಿಕೊಡ್ರಿ. ദൈവത്തിന്റെ ആത്മാവിന് വിട്ടുകൊടുക്കുക. ದೇವರ ಆತ್ಮನಿಗೆ ಒಪ್ಪಿಸಿಕೊಡ್ರಿ. അവൻ നിന്നെ ആള് മാറ്റുന്നവനാണ്. ಆತನು ನಿಮ್ಮ ವ್ಯಕ್ತಿಯನ್ನು ಬದಲಾಯಿಸುವವನಾಗಿದ್ದಾನೆ. അവൻ നിന്നെ നിറയ്ക്കുന്നവനാണ്. ಅವನು ನಿನ್ನ ತುಂಬಿಸುವವನಾಗಿದ್ದಾನೆ. ദൈവം തൊടുകയാ. ದೇವರು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. കർത്താവിനകത്ത് ചലിക്കുകയാ. ಆತ್ಮನು ಚಲಿಸುತ್ತಿದ್ದಾನೆ. അന്ധകാരങ്ങൾ അഴിഞ്ഞു മാറുന്നു. ಅಂಧಕಾರ ಕ್ರಿಯೆಗಳು ಮುರಿದು ಹೋಗ್ತಿದೆ. ഇരുട്ടിന്റെ പദ്ധതികൾ ഇന്ന് മകൾ പൊളിയുകയോ. ನಿನಗೆ ವಿರೋಧವಾಗಿರುವ ಪದ್ಧತಿಗಳು ಮುರಿಯಲ್ಪಡುತ್ತಿದೆ. ഓ നിന്റെ ആത്മാവിൽ അവൻ അഭിഷേകം കൊണ്ട് നിറയ്ക്കുകയോ. ಆತನ ಆತ್ಮನಲ್ಲಿ ಅಭಿಷೇಕ ಮಾಡ್ತಿದ್ದಾನೆ. നിന്റെ വാഗ്ദത്തങ്ങളെ നിറവേറ്റോ. ನಿನ್ನ ವಾಗ್ದಾನವನ್ನು ನೆರವೇರಿಸ್ತಿದ್ದಾನೆ. ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്നു. ದೇವರ ಆತ್ಮನು ಚಲಿಸುತ್ತಿದ್ದಾನೆ. വിശ്വസിക്കുന്നവരെ കരമടിച്ചു മകൾ ആത്മാവിൽ സ്തുതിച്ച് ನಂಬುವವರ ಕರಗಳ ತಟ್ಟಿ ದೇವರನ್ನು ಸ್ತುತಿಸಿರಿ. നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കുകയോ. ನಿನ್ನ ದೇವರು ನಿನ್ನ ಜೊತೆಯಲ್ಲಿ ಇದ್ದಾನೆ ಎಂಬುದನ್ನ ಆತನು നിന്റെ ತಿಳಿಸಿಕೊಟ್ಟಿದ್ದಾನೆ. ദൈവം കൈവിടത്തില്ലെന്ന് തെളിയിക്കുകയോ. ನಿನ್ನ ದೇವರನ್ನು ಕೈ ಬಿಡುವುದಿಲ್ಲ ಎಂಬುದನ್ನು ತಿಳಿಸಿಕೊಟ್ಟಿದ್ದಾನೆ. പ്രതികൂലത്തിലും ഞാൻ നിന്റെ കൂടെ വരാമെന്ന് വിളിച്ചു പറയുകയോ. ಪ್ರತಿಕೂಲಗಳ ಮಧ್ಯದಲ್ಲಿ ನಾನು ಜೊತೆ ಬರುತ್ತೇನೆ ಎಂಬುದಾಗಿ ದೇವರು ತಿಳಿಸಿದ್ದಾನೆ. വാഗ്ദത്തത്തിലേക്ക് കടക്കുന്നത് വരെ അവൻ നിന്റെ കൂടെ ചലിക്കും. ಆ ವಾಗ್ದಾನದಲ್ಲಿ ಪ್ರವೇಶಿಸುವವರೆಗೆ ಆತ್ಮನು ಚಲಿಸ್ತಾನೆ. ആമേൻ. നിന്റെ നിത്യത വരെ അവൻ നിന്നെ കൊണ്ടുപോകുന്ന ഒരു അഭിഷേകം. ನಿನ್ನನ್ನು ನಿತ್ಯದವರೆಗೆ ಕೊಂಡೊಯ್ಯುವ ಅಭಿಷೇಕ. ഈ ലോകത്തിൽ നിനക്ക് വരേണ്ട വാഗ്ദത്തങ്ങളെ അവൻ നിന്റെ കരത്തിൽ നൽകുന്ന പകലാണ്. ಈ ಲೋಕದಲ್ಲಿ ದೇವರು ಕೊಡಬೇಕಾದ ವಾಗ್ದಾನವನ್ನು ನಿನ್ನ ಕರಗಳಲ್ಲಿ ಕೊಡುವ ಆಗಲಾಗಿದೆ. നിന്റെ കൂടെ ഞാൻ ഉണ്ടെന്ന് കർത്താവ് വീണ്ടും തെളിയിക്കുകയോ. ನಿನ್ನ ಜೊತೆಯಲ್ಲಿ ನಾನು ಇದ್ದೇನೆ ಎಂಬುದನ್ನು ಕರ್ತನು ಮತ್ತೊಂದು ಆವೃತ್ತಿ ತೋರಿಸುತ್ತಿದ್ದಾನೆ. കൂടെ ഉണ്ടെന്ന് ദൈവം വീണ്ടും തെളിയിക്കുകയോ. ನಿನ್ನ ಜೊತೆಯಲ್ಲಿ ದೇವರು ಇದ್ದಾನೆ ಎಂಬುದನ್ನು ತಿಳಿಸಿಕೊಡ್ತಿದ್ದಾನೆ. നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് വീണ്ടും തെളിയിക്കുകയോ. ನಿನ್ನ ಜೊತೆಯಲ್ಲಿ ದೇವರು ಇದ್ದಾನೆ ಎಂಬುದನ್ನು ಮತ್ತೊಂದು ಆವೃತ್ತಿ ತಿಳಿಸಿಕೊಡ್ತಿದ್ದಾನೆ. നീ എത്രത്തോളം നിറയാൻ ആഗ്രഹിക്കുന്നു അത്രത്തോളം നിറയ്ക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ನೀನು ಎಷ್ಟರ ಮಟ್ಟಿಗೆ ತುಂಬಲಿಕ್ಕೆ ಬಯಸುತ್ತೀಯೋ ಅಷ್ಟರ ಮಟ್ಟಿಗೆ ನಿನ್ನ ತುಂಬಿಸೋದಕ್ಕೆ ದೇವರಿಗೆ ಪದ್ಧತಿ ಇದೆ. കാരണം ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് അവന് തെളിയിക്കണം. ಕಾರಣ ನಿನ್ನ ಜೊತೆ ದೇವರಿದ್ದಾನೆ ಎಂಬುದನ್ನು ನಿನಗೆ ತಿಳಿಸಿಕೊಡಬೇಕು. ലൈവിൽ കേൾക്കുന്ന ദൈവം ഇതിലെ നിന്റെ കൂടെ ദൈവമുണ്ട്. ಲೈವ್ ಆಗಿ ಕಾಣುವಂತ ದೇವರ ಮಗುವೆ ನಿನ್ನ ಜೊತೆಯಲ್ಲಿ ದೇವರಿದ್ದಾನೆ. ആമേൻ. അത് തെളിയിക്കാൻ നിന്റെ മേൽ ഒരു അഭിഷേകം ചലിക്കുന്നു. ಅದನ್ನ ತಿಳಿಸ್ಕೊಳ್ಳೋದಕ್ಕೆ ಯಾವುದು ಅಭಿಷೇಕ ಚಲಿಸ್ತಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പൈശാചിക മണ്ഡലങ്ങൾ ഒരുപോലെ പറയും നിന്റെ വാഗ്ദത്തം നിനക്ക് ആമേ പ്രാപിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ಸೈತಾನ ಮಂಡಲ ಒಟ್ಟಾಗಿ ಹೇಳುತ್ತದೆ ನಿನ್ನ ವಾಗ್ದಾನ ಹೊಂದುವುದಕ್ಕೆ ನಾನು ಅನುಮತಿಸುವುದಿಲ್ಲ ಎಂಬುದನ್ನ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇന്ന് പകൽ ആ വാഗ്ദത്തങ്ങളെ തടയുന്നതിന് ആത്മാവിൽ നമ്മൾ ഒരുമിച്ച് പൊളിക്കുകയോ. ಇವತ್ತು ಆಗಲು ಆತ್ಮ ವಾಗ್ದಾನವನ್ನ ತಡೆಯುವ ಕಾರ್ಯವನ್ನ ಆತ್ಮನಲ್ಲಿ ನಾವು ಮುರಿದಾಗ್ತಾ ಇದ್ದೇವೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇസ്രായേൽ ജനം വാഗ്ദത്തങ്ങളിലേക്ക് നടന്നു കയറുകയോ. ಇಸ್ರಾಯೇಲ್ ಜನರು ವಾಗ್ದಾನಗಳಲ್ಲಿ ನಡೆದು ಪ್ರವೇಶಿಸುತ್ತಿದ್ದಾರೆ. വാഗ്ദത്തത്തിലേക്ക് നടന്നു കയറാൻ ആത്മസാന്നിധ്യത്തിന് വേണ്ടി ഓടുക. ವಾಗ್ದಾನಗಳಲ್ಲಿ ನಡೆದು ಪ್ರವೇಶಿಸುವುದಕ್ಕಾಗಿ ಆತ್ಮ ಸಾನ್ನಿಧ್ಯಕ್ಕಾಗಿ ನೀವು ಬಯಸಿರಿ. ആത്മസാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങുമ്പോൾ മതിമറന്ന് ആരാധിക്കുന്ന അതിനെ സ്വീകരിക്കുന്ന ജനത്തോടൊരു ദൂത് പറയാം. ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಲ್ಲಿ ಬರುವಾಗ ಅದನ್ನ ನೀವು ನಿಮ್ಮ ಸ್ಥಳವನ್ನ ಮರೆತು ನೀವು ಆರಾಧಿಸುವಂತ ನಿಮಗೆ ಒಂದು ಸಂದೇಶ ಹೇಳ್ತೇನೆ. ആമേൻ. നീ ആത്മാവിൽ ഓടി ആത്മസാന്നിധ്യത്തിൽ നിറയാൻ ഓടുമ്പോൾ നിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് നീ നടന്നു കയറുകയോ. ಆತ್ಮ ಸಾನ್ನಿಧ್ಯಕ್ಕಾಗಿ ನೀನು ಓಡುವಾಗ ನಿನ್ನ ವಾಗ್ದಾನದಲ್ಲಿ ನೀನು ನಡೆದು ಪ್ರವೇಶಿಸಿಯಾಗ ആത്മസാന്നിധ്യത്തിൽ ഓടുന്നവന് മാത്രമേ നിത്യതയുടെ വാഗ്ദത്തത്തിലേക്ക് നടന്നു കയറാൻ പറ്റത്തുള്ളൂ. ಆತ್ಮ ಸಾನ್ನಿಧ್ಯಕ್ಕಾಗಿ ಓಡುವವನಿಗೆ ಮಾತ್ರ ನಿತ್ಯತೆಯ ವಾಗ್ದಾನದಲ್ಲಿ ನಡೆದು ಸೇರುವುದಕ್ಕೆ ಸಾಧ್ಯ.
ಸಾಧ್ಯ. ആത്മ സാന്നിധ്യത്തിൽ ഓടുന്നവന് മാത്രമേ കനാൻ ദേശം അവകാശമാക്കാൻ കഴിയത്തുള്ളൂ. ಆತ್ಮ ಸಾನ್ನಿಧ್ಯಕ್ಕಾಗಿ ಓಡುವವನಿಗೆ ಮಾತ್ರ ಕನಾನ್ ದೇಶವನ್ನ ಸ್ವಾಧೀನ ಮಾಡ್ಲಿಕ್ಕೆ ಆಗುವಂತದ್ದು. ഇന്നു പകൽ അതിനു വേണ്ടി നിന്റെ കാലുകളെ ദൈവം ബലപ്പെടുത്തുകയാ. ಇವತ್ತು ಅದಕ್ಕಾಗಿ ನಿನ್ನ ಕಾಲುಗಳನ್ನು ದೇವರಾತ್ಮ ಬಲಪಡಿಸುತ್ತಿದ್ದಾನೆ. എന്റെ കാലുകളെ കലമാൻ പേടയ്ക്ക് തുല്യമാക്കി മാറ്റുന്നു. ಆ ದಾವೀದ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಜಿಂಕೆ ಕಾಲುಗಳ ಹಾಗೆ ನನ್ನನ್ನು ದೇವರು ಬಲಪಡಿಸುತ್ತಿದ್ದಾರೆ. ഇന്നു പകൽ നിന്നെ സ്റ്റക്കാക്കുന്ന മണ്ഡലങ്ങളെ പൊട്ടിച്ചു നിന്നെ ഓടിക്കുകയാ. ನಿನ್ನನ್ನು ತಡೆದು ನಿಲ್ಲುವಂತ ಕಾರ್ಯವನ್ನ ಮುರಿದಾಕಿ ನೀನು ಓಡುತ್ತಾ ಇದೆಯಾ? ഇസ്രായേലിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് നടന്നു നീങ്ങുമ്പോ, ಇಸ್ರಾಯೇಲರ ವಾಗ್ದಾನಕ್ಕಾಗಿ ನಡೆದು ಪ್ರವೇಶಿಸುವಾಗ, മോശയുടെ മുൻപിൽ ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ തടസ്സമായി ചെങ്കടൽ എഴുന്നേറ്റു. ಮೋಶೆಯ ಮುಂದೆ ಇಸ್ರಾಯೇಲ್ ಜನರ ತಡೆಯಾಗಿ ಕೆಂಪು ಸಮುದ್ರ ಅಡ್ಡ ಬಂತು. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോ, ವಿಮೋಚನ ಕಾಂಡ 3ನೇ ಅಧ್ಯಾಯ 5ನೇ ವಾಕ್ಯ ಓದುವಾಗ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം, ವಿಮೋಚನ ಕಾಂಡ 3ನೇ ಅಧ್ಯಾಯ 5ನೇ ವಾಕ್ಯ, ನೀನು ಹತ್ತಿರ ಬರಬೇಡ, ನಿನ್ನ ಕಾಲಿನ ಕೆರವನ್ನ ತೆಗೆದುಹಾಕು, ನಿನ್ನ ನಿಂತಿರುವ ಸ್ಥಳವು ಪರಿಶುದ್ಧ ಭೂಮಿ ಎಂದು ಹೇಳಿದನು. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ വിടുവിക്കുന്നതിന് മുൻപ്, ಇಸ್ರಾಯೇಲ್ ಜನರನ್ನ ಬಿಡುಗಡೆ ಮಾಡುವುದಕ್ಕಿಂತ ವಿಮೋಚಿಸುವುದಕ್ಕಿಂತ ಮೊದಲು വിടുതലിന് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചപ്പോ അവൻ ശക്തനായ മോശ ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ നിന്നവനാണ്. ನೋಡಿ, ಅದಕ್ಕಾಗಿ ಬಿಡುಗಡೆಗಾಗಿ ಎಬ್ಬಿಸಿದಂತ ಮೋಶೆಯನ್ನ ದೇವರ ಸಾನ್ನಿಧ್ಯ ಮುಂದೆ ಎದ್ದು ನಿಲ್ಲಿಸಿದ್ದಾನೆ. 40 വർഷം ആമേൻ തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഒരു 80 വർഷം മോശയുടെ മുമ്പിൽ നഷ്ടപ്പെട്ടു. 40 80 ವರ್ಷ ಅವನ ಜೀವಿತದಲ್ಲಿ ನಷ್ಟವಾಗಿ ಹೋಯಿತು. ആമേൻ ಆಮೆನ್. 80 വർഷത്തിനു ശേഷം ഹോറേബിൽ ദൈവത്തിന്റെ തീ ഇറങ്ങി വന്നു. 80 ವರ್ಷದ ನಂತರವಾಗಿ ಹೋರೇಬಿನ ಬೆಟ್ಟದಲ್ಲಿ ದೇವರ ಬೆಂಕಿ ಇಳಿದು ಬಂತು. ആമേൻ. ദൈവത്തിന്റെ തീ ആമേൻ മോശയുടെ മുൻപിൽ വെളിപ്പെടാൻ തുടങ്ങി. ದೇವರ ಬೆಂಕಿ ಮೋಶೆಯ ಮುಂದೆ ಪ್ರಕಟವಾಗಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸಿತು. 80 വർഷം വരെ ബന്ധിച്ച തടഞ്ഞ തടസ്സങ്ങൾ ആ ഒരൊറ്റ ദിവസം കൊണ്ട് പൊട്ടിമാറി. 80 ವರ್ಷದಿಂದ ತಡೆ ಮಾಡಿದಂತ ಬಂಧನ ಒಂದೇ ದಿನದಲ್ಲಿ ಆ ಹೋರೇಬಿನಲ್ಲಿ ಅದು ಮುರಿಯಲ್ಪಡಿತು. ഇന്നു പകൽ ഇതിനകത്തൊരു തീ ഇറങ്ങുന്ന ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം. വർഷങ്ങളായി നിന്നെ ബന്ധിച്ച ബന്ധനങ്ങൾ ഇന്നു പകൽ പൊട്ടിമാറുകയാണ്. ಇವತ್ತು ಬೆಳಿಗ್ಗೆ ಹಗಲು ನಾನು ಹೇಳುತ್ತೇನೆ, ಇಲ್ಲಿ ಬೆಂಕಿ ಇಳಿಯುವಾಗ ವರ್ಷಗಳಿಂದ ನಿನ್ನನ್ನು ಬಂಧಿಸಿದಂತ ಕಾರ್ಯಗಳನ್ನ ಆ ಬೆಂಕಿ ನಿನ್ನನ್ನು ಮುರಿದು ನಿನ್ನನ್ನು ಬಿಡುಗಡೆ ಮಾಡ್ತಾ ಇದೆ. എന്റെ ജീവിതം എന്തിനെന്ന് ഗത്യന്തരമില്ലാതെ അലയ്ക്കുന്ന പിശാചിന്റെ പദ്ധതികൾ ഇന്നു പകൽ ദൈവത്തിന്റെ തീയുടെ മുൻപിൽ അഴിഞ്ഞു മാറുകയോ. ನನ್ನ ಜೀವಿತದಿಂದ ಏನು ಪ್ರಯೋಜನ ಎಂಬುದಾಗಿ ಸೈತಾನನನ್ನ ಹಾಗೆ ಆಲೋಚಿಸುವಾಗ ನಿನ್ನ ಕಾರ್ಯಗಳನ್ನು ದೇವರಾತ್ಮನ ಮುರಿತಿದ್ದಾಳೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. തീ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. ಬೆಂಕಿ ಪರಿಶುದ್ಧಾತ್ಮನನ್ನ ಸೂಚಿಸುತ್ತದೆ. ഇന്നു പകലും ദൈവത്തിന്റെ തീ നിയോഗമുള്ള ചിലതിന്റെ മുന്നിൽ വെളിപ്പെടാൻ പോകുകയാണ്. ಇವತ್ತು ಹಗಲು ಕೂಡ ದೇವರ ಬೆಂಕಿ ನಿಯೋಗವುಳ್ಳವರ ಮೇಲೆ ಇಳಿಯುತ್ತದೆ. ഇന്നു പകലും നിന്റെ വാഗ്ദത്തം 40 80 വർഷമായി വാഗ്ദത്തത്തിലേക്ക് ഒരു സ്റ്റെപ്പ് വെക്കാൻ അനുവദിക്കാതെ നിന്ന മണ്ഡലത്തിന്റെ നടുവിൽ ഒരു തീ വെളിപ്പെടുകയാണ്. 40 80 ವರ್ಷ ವಾಗ್ದಾನವು ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ನೆರವೇರದ ಹಾಗೆ ಆ ಪ್ರಕಟವಾದಂತ ಕಾರ್ಯದ ಮೇಲೆ ಒಂದು ಬೆಂಕಿ ಇವತ್ತು ಹಗಲು ಇಳಿಯುತ್ತಿದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം ഹോരേബിൽ തീയിൽ മുൾപ്പടപ്പിൽ അവന് പ്രത്യക്ഷനായി. ಸರ್ವಶಕ್ತನಾದ ದೇವರು ಹೊರಬಿನಲ್ಲಿ ಬೆಂಕಿ ಹಾಗೆ ಮುಳ್ಳಿನ ಪೊದೆಯಲ್ಲಿ ಪ್ರಕಟವಾದನು. ഇനി നീ അലയാൻ ദൈവം അനുവദിക്കത്തില്ല. ಇನ್ನು ನೀನು ಅಲೆಯುವುದಕ್ಕೆ ದೇವರು ನಿನಗೆ ಅನುಮತಿಸುವುದಿಲ್ಲ. അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്താ ചെയ്യേണ്ടത് നീ ഭാരപ്പെട്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ ഉത്തരമായ ഒരു തീ ഇറങ്ങുകയോ. ಮುಂದಿನ ಹೆಜ್ಜೆ ನಾನು ಏನ್ ಮಾಡ್ಬೇಕೆಂಬುದಾಗಿ ನೀನು ಭಾರದಲ್ಲಿರುವಾಗ ಅದಕ್ಕೆ ಮುಂದಿನ ಹೆಜ್ಜೆಯಾಗಿ ದೇವರು ನಿನಗಾಗಿ ಇಳಿದು ಬರುವನಾಗಿದ್ದಾನೆ. ഒരു അഭിഷേകത്തിന്റെ തീ നിനകത്ത് വീഴുന്നത് നിന്റെ മേലൊരു നിയോഗം വീഴുന്നതാണ്. ಇಲ್ಲಿ ಅಭಿಷೇಕದ ಬೆಂಕಿಯಲ್ಲಿ ಬೀಳುವಾಗ ನಿನ್ನ ಮೇಲೆ ಒಂದು ನಿಯೋಗ ಬೀಳುತ್ತಿದೆ. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചേ. ನಂಬುವರ ಆತ್ಮನಲ್ಲಿ ದೇವರನ್ನು ಸ್ತುತಿಸಿರಿ. എത്ര പേർ തിരിച്ചറിയുന്നു എന്റെ മുൻപിൽ ഒരു ആത്മശക്തി വെളിപ്പെടാൻ പോകുകയോ. ಎಷ್ಟು ಜನ ಅದನ್ನ ಅರ್ಥ ಮಾಡಿಕೊಳ್ತಿದ್ದೀರಿ? ದೇವರ ಆತ್ಮನ ಶಕ್ತಿ ಇಳಿತಿದೆ ಎಂಬುದನ್ನ. അടുത്തൊരു നിയോഗത്തിലേക്ക് കയറാൻ എന്റെ മേൽ ഒരു ആത്മശക്തി വെളിപ്പെടുകയോ. ಮುಂದಿನ ಒಂದು ನಿಯೋಗಕ್ಕೆ ನಾನು ತಲುಪುವುದಕ್ಕಾಗಿ ಒಂದು ಆತ್ಮಶಕ್ತಿ ಚಲಿಸುತ್ತಿದೆ. അടുത്തൊരു പദ്ധതിയിലേക്ക് ദൈവത്തിന്റെ ആത്മാവെന്നെ കയറ്റുകയോ. ಮುಂದಿನ ಒಂದು ಯೋಜನೆಗಾಗಿ ದೇವರು ನನ್ನನ್ನು ತರುತ್ತಿದ್ದಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. മുന്നോട്ട് പോകാൻ കഴിയാതെ നിന്ന് മോശയുടെ മുൻപിൽ
ദൈവത്തിന്റെ തീ ഇറങ്ങി വന്നു. ಮುಂದಕ್ಕೆ ಹೋಗ್ಲಿಕ್ಕೆ ಆಗದೇ ಇದ್ದಂತ ಮೋಶೆಯ ಮುಂದೆ ದೇವರ ಬೆಂಕಿ ಇಳಿದು ಬಂತು. കാരണം ദൈവത്തിന് സ്വന്തം ജനത്തെ മുന്നോട്ട് നയിക്കണം. ಕಾರಣ ಸ್ವಂತ ಜನರನ್ನ ಮೋಶೆಗೆ ಮುಂದೆಗೆ ನಡೆಸಬೇಕು. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരുന്നത് നിന്നെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ്. ಇವತ್ತು ಹಗಲು ಆತ್ಮ ನಿನ್ನ ಮೇಲೆ ಇಳಿದು ಬರುವಂತದ್ದು ನಿನ್ನನ್ನ ಮುಂದಕ್ಕೆ ನಡೆಸುವುದಕ್ಕೋಸ್ಕರ. പ്രാർത്ഥനയിൽ നിന്നെ വീണ്ടും മുന്നോട്ട് നയിക്കും. ನಿನ್ನ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಮುಂದೆ ಮತ್ತೆ ನಡೆಸುತ್ತದೆ. നിന്റെ ആരാധനയിൽ വീണ്ടും നിന്നെ മുന്നോട്ട് നയിക്കും. ನಿನ್ನ ಆರಾಧನೆ ಮತ್ತೆ ಮುಂದಕ್ಕೆ ನಡೆಸುತ್ತದೆ. നിന്റെ ദൈവത്തിന്റെ സ്നേഹ ബന്ധത്തിൽ നിന്നെ മുന്നോട്ട് നയിക്കും. ದೇವರ ಪ್ರೀತಿಯಲ್ಲಿ ಮುಂದಕ್ಕೆ ನಿನ್ನ ನಡೆಸುತ್ತದೆ. നിന്നെ ലക്ഷ്യം തെറ്റി നയിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ പൊട്ടിച്ച് ആത്മാവ് നിന്നെ മുന്നോട്ട് നയിക്കാൻ പോകുകയോ. ನಿನ್ನ ಗುರಿಯನ್ನ ಮುರಿದು ಹಾಕಿಕೊಂಡು ನಿನ್ನನ್ನು ಮಾಡುವ ದುಷ್ಟರ ಕ್ರಿಯೆಗಳ ಮುರಿದು ಹಾಕಿಕೊಂಡು ಆತ್ಮ ನಿನ್ನ ಮುಂದೆ ನಡೆಸ್ತಾನೆ. അതിനുവേണ്ടി ഒരു തീ ചിലതിന്റെ മേൽ ഇറങ്ങി വരുന്നു. ಅದಕ್ಕಾಗಿ ಅದು ಬೆಂಕಿ ಇಳಿದು ಬರ್ತಿದೆ. അടുത്ത ലെവലിൽ പ്രാർത്ഥനയിൽ മുന്നോട്ട് കയറാൻ പോകുകയോ. ಮುಂದಿನ ಒಂದು ಹೆಜ್ಜೆಯಾಗಿ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ನೀನು ಪ್ರವೇಶಿಸಲಿಕ್ಕಿದೆಯಾ. വാഗ്ദത്തത്തിൽ മുന്നോട്ട് കയറാൻ പോകുകയോ. ವಾಗ್ದಾನದಲ್ಲಿ ಮುಂದೆ ನೀನು ಪ್ರವೇಶಿಸಲಿಕ್ಕಿದೆಯಾ. അഭിഷേകത്തിൽ മുന്നോട്ട് കയറാൻ പോകുകയോ. ಅಭಿಷೇಕದಲ್ಲಿ ಮುಂದಿನ ಹೆಜ್ಜೆ ಇಡಲಿಕ್ಕಿದೆಯಾ. ഏലിയാവ് ആഹാബ് രഥത്തിന്റെ മുൻപേ ഓടിയതുപോലെ ಎಲೆಯಲು ರಥದ ಮುಂದೆ ಓಡಿದ ಹಾಗೆ ഇന്ന് പകൽ ചിലർ ആത്മശക്തിയാൽ ഓടാൻ പോകുകയോ. ಇವತ್ತು ಕೆಲವರು ಆತ್ಮಶಕ್ತಿಯಿಂದ ಕೆಲವರು ಓಡಲಿಕ್ಕಿದ್ದಾರೆ. നീ ഒന്നിനെ ഭയപ്പെടത്തില്ല. ನೀನು ಯಾವುದನ್ನು ಭಯ ಪಡುವುದಿಲ್ಲ. ഇന്ന് പകൽ നിന്നെ മുന്നോട്ട് ഓട്ടിക്കുന്ന ഒരു ദൈവശക്തി. ಇವತ್ತು ನಿನ್ನನ್ನು ಮುಂದಕ್ಕೆ ಓಡಿಸುವ ದೇವರ ಶಕ್ತಿ. ഓ രാബാലാബാരാദാല മാന വൈഡ രഗദലഗഡഗസിയാന. നിന്റെ മുൻപിൽ വഴി ഒന്നുമില്ലെങ്കിലും ഈ ആത്മശക്തി വഴി വെട്ടി നിന്നെ മുന്നോട്ട് ഓടാൻ സഹായിക്കും. ನಿನ್ನ ಮುಂದೆ ಯಾವ ದಾರಿ ಇಲ್ಲದಿದ್ರು ನಿನಗೋಸ್ಕರ ಮಾರ್ಗವನ್ನು ಸಿದ್ಧ ಮಾಡಿಸಿ ನಿನ್ನ ಮುಂದಕ್ಕೆ ಓಡಿಸುವವನಾಗಿದ್ದಾನೆ. വഴി അടഞ്ഞവരോട് ആത്മാ വിളിച്ചു പറയുന്ന ഒരു പുതുവഴി തുറക്കുകയോ. ಆ ದಾರಿ ಮುಚ್ಚಲ್ಪಟ್ಟವರಿಗೆ ದೇವರಾತ್ಮ ಹೇಳ್ತದೆ ನಿನಗೋಸ್ಕರ ಹೊಸ ಬಾಗಿಲು ತೆರೆಯಲ್ಪಟ್ಟ ಮಾರ್ಗ ತೆರೀತಿದೆ. അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്തവരോട് ആത്മാ പറയുന്നു നീ അടുത്ത സ്റ്റെപ്പ് ധൈര്യമായി വയ്യ. ಮುಂದಿನ ಹೆಜ್ಜೆ ನೀಡೋದಕ್ಕಾಗದೆ ಅಂತ ನಿನಗೆ ದೇವರಾತ್ಮ ಹೇಳ್ತಿದ್ದಾನೆ. പുതുവഴി ಧೈರ್ಯವಾಗಿ തുറക്കുന്നു. ಮುಂದಕ್ಕೆ ಹೆಜ್ಜೆ ಇಡೋದಕ್ಕೆ പുതുവഴി തുറക്കുന്നു. ಹೊಸ ದಾರಿ ತೆರೆಯಲ್ಪಡುತ್ತಿದೆ. പുതുവഴി തുറക്കുന്നു. ಹೊಸ ದಾರಿ ತೆರೆಯಲ್ಪಡುತ್ತಿದೆ. അഭിഷേകം വീഴുന്നു. ನಿನ್ನ ಮೇಲೆ ಅಭಿಷೇಕ ಬೀಳುತ್ತಿದೆ. നിന്റെ ഭവനത്തിന് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, ನಿನ್ನ ಕುಟುಂಬಕ್ಕಾಗಿ, ಮನೆಗಾಗಿ, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ನಿನ್ನ ಸೇವೆಗಾಗಿ പുതുവഴി തുറക്കുന്നു. ಹೊಸ ಮಾರ್ಗ ತೆರೆಯಲ್ಪಡುತ್ತಿದೆ. ഓ ഏത് ലോകം വഴി അടച്ചാലും, ಲೋಕವು ಎಲ್ಲ ದಾರಿ ಮುಚ್ಚಲ್ಪಟ್ಟರು, ഏത് ശത്രു വഴി അടച്ചാലും, ಯಾವ ಸೈತಾನಿನ ದಾರಿ ಮುಚ್ಚಿದರು, എന്ത് മകൻ അഭിഷേകം നിന്റെ മേൽ ചലിക്കുന്നുണ്ടെങ്കിൽ, ಇವತ್ತು ನಿನ್ನ ಅಭಿಷೇಕ ನಿನಗಾಗಿ ಚಲಿಸುತ್ತಿದ್ದಾರೆ. തീ നിന്റെ മുമ്പിൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ, ಒಂದು ಬೆಂಕಿ ನಿನಗಾಗಿ ಪ್ರಕಟವಾಗ್ತಿದ್ದಾರೆ. വിളിച്ചു പറയോ. ಕೂಗಿ ಹೇಳೋದಕ್ಕೆ ആമേൻ. നിനക്ക് പുതുവഴി തുറക്കപ്പെടും. ನಿನಗಾಗಿ ಹೊಸ ಮಾರ್ಗ ತೆರೆಯಲ್ಪಡುತ್ತದೆ. സ്റ്റക്കാക്കാൻ ആർക്കും കഴിയത്തില്ല. ನಿನ್ನನ್ನು ತಡೆದು ನಿಲ್ಲಿಸೋದಕ್ಕೆ ಯಾರು ಸಾಧ್ಯವಿಲ್ಲ. സ്റ്റക്കാക്കാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല. ನಿನ್ನ ತಡೆದು ನಿಲ್ಲಿಸೋದಕ್ಕೆ ಯಾವ ಸೈತಾನಿಗೆ ಆಗುದಿಲ್ಲ. ദൈവശക്തി ചലിക്കുന്നു. ದೇವರ ಶಕ್ತಿಯಲ್ಲಿ ಇಳಿತಿದೆ. ഓ രാബാല രാബാനാദ റീബാബാര ഹത്വമനാദ അടഗമനാദല വൈഡമനാദല വൈഡമനാദക രഗദമനാദല അർത്ഥമനാദല വൈഡമനാദക രാതുരിയംദൽ പ്രബനഗനാദല ഉടഗമനഗടക ദരഗദുരിബിരി ഗടകശൈഡമനാദല വാര. ആത്മാവ് ചലിക്കട്ടെ. ಆತ್ಮನ ಚಲಿಸಲೇ. ഓരാ തൊടുകയാ. ദൈവാത്മാവ് തൊടുകയാ. ದೇವರ ಆತ್ಮನ ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. അടുത്തൊരു നിയോഗത്തിന് വേണ്ടി മോശ ചലിക്കാൻ തുടങ്ങി. ಮುಂದಿನ ಒಂದು ಯೋಜನೆಗಾಗಿ ದೇವರ ಆತ್ಮನ ಮೋಶೆಗಾಗಿ ಚಲಿಸುತ್ತಿದ್ದನು. അടുത്തൊരു നിയോഗത്തിന് വേണ്ടി മോശ ചലിക്കാൻ തുടങ്ങി. ಮುಂದಿನ ಒಂದು ಯೋಜನೆಗಾಗಿ ಮೋಶೆ ಚಲಿಸುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದನು. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിന്റെ അടിമനുഖത്തുനിന്ന് ദൈവം പൊട്ടിച്ചു പുറത്തു കൊണ്ടുവന്നു. ಇಸ್ರಾಯೇಲ್ ಜನರಿಗೋಸ್ಕರ ಐಗುಪ್ತದ ದಾಸತ್ವದಿಂದ ಬಿಡುಗಡೆ ಮಾಡಿ ಹೊರಗೆ ತಂದನು. നിനക്കറിയാമോ 430 വർഷം ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചില്ല. ನಿಮಗೆ ಗೊತ್ತಿದೆಯಾ 430 ವರ್ಷ ಇಸ್ರಾಯೇಲ್ ಜನರ ಜೊತೆ ದೇವರು ಮಾತನಾಡಲಿಲ್ಲ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാത്ത 430 വർഷം. ದೇವರ ಶಬ್ದವನ್ನ ಕೇಳಿಸಿಕೊಳ್ಳದೆ ಇರುವಂತ 430 ವರ್ಷ. എനിക്കും നിങ്ങൾക്കും ഒരു ദിവസം പോലും ദൈവ ശബ്ദം കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. ನನಗೂ ನಿನಗೂ ಒಂದು ದಿನವೂ ಕೂಡ ದೇವರ ಶಬ್ದವನ್ನ ಕೇಳಿಸದೆ ಇರಕ್ಕಾಗುದಿಲ್ಲ. ഒരിക്കലെങ്കിലും ദൈവ ശബ്ദം കേട്ടിട്ടുള്ളവന് വീണ്ടും വീണ്ടും അത് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. ಒಂದು ಸಾರಿ ಆದ್ರೂ ದೇವರ ಶಬ್ದವನ್ನ ಕೇಳಿಸಿದವರು ಮತ್ತೆ ಮತ್ತೆ ಅದನ್ನು ಕೇಳದೆ ಇರಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ദൈവ ശബ്ദം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്നവരെ കരം ഉയർത്തുന്ന കർത്താവിനെ സ്തുതിച്ചേ. ದೇವರ ಶಬ್ದವನ್ನ ಪದೇ ಪದೇ ಮತ್ತೆ ಕೇಳಬೇಕೆಂಬುದಾಗಿ ಬಯಸುವಂತವರು ಕರಗಳ ಎತ್ತಿ ದೇವರನ್ನ ಸ್ತುತಿಸಿರಿ. വായിച്ചാലും വായിച്ചാലും മതി വരത്തില്ല. ಓದಿದ್ರು ಸಾಲದು.
എത്ര പ്രസംഗിച്ചാലും പ്രസംഗിച്ചാലും മതി വരപ്പില്ല. ಎಷ್ಟು ಪ್ರಸಂಗ ಮಾಡಿದ್ರು ಸಾಕಾಗುವುದಿಲ್ಲ. എത്ര നിറഞ്ഞാലും നിറഞ്ഞാലും മതി വരപ്പില്ല. ಎಷ್ಟು ತುಂಬಿದ್ರು ಸಾಲುವುದಿಲ್ಲ. ഈ ശബ്ദം എത്ര കേട്ടാലും കേട്ടാലും ഇനിയും കേൾക്കാൻ ഒരാഗ്രഹം. ಈ ಶಬ್ದವನ್ನು ಎಷ್ಟೇ ಕೇಳಿಸಿಕೊಂಡ್ರು ಮತ್ತೆ ಮತ್ತೆ ಕೇಳುವ ಒಂದು ಬಯಕೆ. ഇന്ന് പകലും ദൈവാത്മാ വിളിച്ചു പറയുന്നു, ഈ- ആമേൻ. ദൈവ ശബ്ദം കേൾക്കാത്ത മണ്ഡലത്തിൽ ദൈവ ശബ്ദം ചലിക്കാൻ പോകുകയോ. ಇವತ್ತು ದೇವರ ಆತ್ಮದಲ್ಲಿ ಕೂಗಿ ಹೇಳುತ್ತೇನೆ, ಇದುವರೆಗೆ ದೇವರ ಆತ್ಮದ ಶಬ್ದ ಕೇಳಿಸದಿರುವಂತಹ ಕ್ರಿಯ ಮಂಡಲದಲ್ಲಿ ದೇವರ ಶಬ್ದ ಚಲಿಸಲಿಕ್ಕಿದೆ. ഓ രബല രബൽ കടഗദല ഗടഗദന ഗദന അൽമന വൈഡ പ്രഭപരാദല ഗടഗസിയാനരാന. ദൈവ ശബ്ദം നീ കേൾക്കാൻ പോകുകയോ. ದೇವರ ಶಬ್ದವನ್ನು ನೀನು ಕೇಳಿಸಿಕೊಳ್ಳಲಿಕ್ಕಿದೀಯಾ? 430 വർഷം ദൈവ ശബ്ദം ഇസ്രായേൽ ജനം കേട്ടില്ല. 430 ವರ್ಷ ಇಸ್ರಾಯೇಲ್ ಜನರು ದೇವರ ಶಬ್ದ ಕೇಳಿಸಿಕೊಂಡಿಲ್ಲ. ഞാൻ അവിടെ നിർത്തി ഒരു ദൂത് പറയട്ടെ. ಅಲ್ಲಿ ನಿಂತ್ಕೊಂಡು ಒಂದು ಸಂದೇಶ ನಿಮಗೆ ಹೇಳ್ತೇನೆ. 430 വർഷം ദൈവ ശബ്ദം കേൾക്കാത്ത ജനം 430 വർഷം അടിമകളായിരുന്നു. ನೋಡಿ, 430 ವರ್ಷ ದೇವರ ಶಬ್ದವನ್ನು ಕೇಳಿಸದೇ ಇದ್ದಂತ ಇಸ್ರಾಯೇಲ್ ಜನರು 430 ವರ್ಷ ಅವರು ದಾಸರಾಗಿದ್ರು. ഇന്ന് പകൽ ഞാൻ പറയാം, ദൈവ ശബ്ദം കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ നീ അടിമത്വത്തിലേക്ക് പോകേണ്ടി വരും. ಇವತ್ತು ನಾನು ಹಗಲು ಹೇಳುತ್ತೇನೆ, ದೇವರ ಶಬ್ದವನ್ನ ನೀನು ಕೇಳಿಸ್ಕೊಳ್ಳಕ್ ಆಗದಿದ್ರೆ ನೀನು ಗುಲಾಮತನಕ್ಕೆ, ದಾಸತ್ವಕ್ಕೆ ನೀನು ಹೋಗ್ತೀಯಾ. വചനം പറയുന്നത് ഇസ്രായേൽ ജനത്തിന് ആരാധിക്കാൻ പോകാൻ പറ്റിയില്ല. ವಾಕ್ಯ ಹೇಳುತ್ತದೆ, ಇಸ್ರಾಯೇಲ್ ಜನರಿಗೆ ಆರಾಧನೆ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ಲಿಕ್ಕೆ ಆಗ್ಲಿಲ್ಲ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആരാധനയ്ക്ക് ആമേൻ നിനക്ക് മടിയുണ്ടെങ്കിൽ ദൈവ ശബ്ദം നീ കേൾക്കാൻ തയ്യാറാകട്ടെ. ಇವತ್ತು ನನ್ನನ್ನು ಕೇಳಿಸ್ಕೊಳ್ಳುವ ಯಾರಿಗಾದರೂ ಆರಾಧನೆ ಬರ್ಲಿಕ್ಕೆ ನಿಮಗೆ ಮನಸ್ಸಿಲ್ಲದಿದ್ದರೆ ದೇವರ ಶಬ್ದವನ್ನು ಕೇಳಿಸ್ಕೊಳ್ಳೋದಕ್ಕೆ ನೀನು ಸಿದ್ಧರಾಗು. ആരെങ്കിലും അടിമതുകത്തിനകത്ത് കിടക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവ ശബ്ദം നിന്നെ പുറപ്പെടുക്കാൻ പോകയോ. ಯಾರಾದರೂ ಗುಲಾಮತನದಲ್ಲಿ, ದಾಸತ್ವದಲ್ಲಿ ಇದ್ದರೆ ಇವತ್ತು ದೇವರ ಶಬ್ದ ನಿನ್ನನ್ನು ಹೊರಗೆ ತರುತ್ತದೆ. 430 വർഷം സ്വന്തം ജനം ദൈവ ശബ്ദം കേൾക്കാതെ ഫറവോന്റെ അടിമത്വത്തിൽ കിടക്കുകയാണ്. 430 ವರ್ಷ ದೇವರ ಶಬ್ದವನ್ನು ಕೇಳಿಸಿಕೊಳ್ಳದೆ ಫರೋಹನ ಆ ದಾಸತ್ವದಲ್ಲಿ ಇಸ್ರಾಯೇಲ್ ಜನರು ಬಿದ್ದಿದ್ದಾರೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. 430 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ദൈവ ശബ്ദം കേട്ടത് തീക്കകത്ത് നിന്നാണ്. ನೋಡಿ, 430 ವರ್ಷದ ನಂತರವಾಗಿ ಮೊದಲನೇ ಸಾರಿ ದೇವರ ಶಬ್ದವನ್ನ ಕೇಳಿದ್ದು ಬೆಂಕಿಯ ಮಧ್ಯದಲ್ಲಿ. ഇന്ന് പകൽ ഞാൻ പറയും, അത് പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരുന്നു. ನಾನು ಇವತ್ತು ಹೇಳಿದ್ದು ಪವಿತ್ರ ಆತ್ಮನ ತುಂಬುವಿಕೆಯಲ್ಲಾಗಿತ್ತು. ഇന്ന് പകലും പരിശുദ്ധാത്മാവ് ചിലതിന്റെ മേൽ നിറയുന്നത് അവന്റെ ശബ്ദം നിന്നെ കേൾപ്പിക്കാനാണ്. ಇವತ್ತು ಆದಾಗಲೂ ನೀನು ಪವಿತ್ರ ಆತ್ಮನ ತುಂಬಲ್ಪಡುವಂತದ್ದು ನೀನು ದೇವರ ಶಬ್ದವನ್ನ ಕೇಳಿಸಿಕೊಳ್ಳೋದಕ್ಕಾಗಿ. അവന്റെ ശബ്ദം നിന്നെ കേൾപ്പിക്കാനാണ്. ಆತನ ಶಬ್ದವನ್ನ ನೀನು ಕೇಳಿಸಿಕೊಳ್ಳೋದಕ್ಕಾಗಿ. അവന്റെ ശബ്ദം നീ കേട്ടാൽ നിന്റെ ബന്ധനങ്ങൾ പൊട്ടും. ಆತನ ಶಬ್ದವನ್ನ ನೀನು ಕೇಳಿಸಿಕೊಂಡ್ರೆ ನಿನ್ನ ಬಂಧನ ಮುರಿಯುತ್ತದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. 430 വർഷം ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതിരുന്നിട്ട് ആമേൻ മോശയുടെ മുൻപിൽ തീയിലിറങ്ങിയിട്ട് ദൈവം പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഇറങ്ങാൻ കാരണമുണ്ട്. 430 ವರ್ಷ ದೇವರ ಶಬ್ದವನ್ನ ಕೇಳಿಸದಂತ ಇಸ್ರಾಯೇಲ್ ಜನರ ವಿಷಯದಲ್ಲಿ ದೇವರು ಹೇಳುವಂತದ್ದು, ನಾನು ಇಳಿಲಿಕ್ಕೆ ಈಗ ಒಂದು ಕಾರಣ ಇದೆ. ആമേൻ. കർത്താവ് മോശയോട് പറയുന്നൊരു ദൂതുണ്ട്. ಕರ್ತರು ಮೋಶೆಗೆ ಹೇಳುವಂತ ಒಂದು ಸಂದೇಶ ಇದೆ. ഞാൻ അവരുടെ കഷ്ടത കണ്ടു. ನಾನು ಇಸ್ರಾಯೇಲ್ ಜನರ ಕಷ್ಟವನ್ನ ನೋಡದೆ അവരുടെ നിലവിളി എന്റെ ചെവിയിലെത്തിയിരിക്കുന്നു. ಅವರ ಕೂಗು ನನ್ನ ಕಿವಿಗೆ ಕೇಳಿದೆ. യെശയ്യാവിന്റെ പുസ്തകത്തിൽ വിളിച്ചു പറയുന്നു, ಯೆಶಾಯನ ಪ್ರವಾದನ ಪುಸ್ತಕ ಕೂಗಿ ಹೇಳುತ್ತದೆ, ഉറക്ക വിളിക്ക് അടങ്ങിയിരിക്കരുത്. ಜೋರಾಗಿ ಕೂಗು, ಸುಮ್ಮನೆ ಇರಬೇಡ. ആത്മാവിൽ നിറയാൻ അടങ്ങിയിരിക്കാതെ ആത്മാവിൽ നിറയാൻ ദാഹിക്കുന്നവരെ നോക്കി ആത്മാവ് ദൂത് വിളിച്ചു പറയുക. ಆತ್ಮನಲ್ಲಿ ತುಂಬುವುದಕ್ಕಾಗಿ ಸುಮ್ಮನೆ ಕುಳಿತುಕೊಳ್ಳಬೇಡ. ಆತ್ಮನಲ್ಲಿ ತುಂಬುವುದಕ್ಕಾಗಿ ನೀನು ಆ ಬಯಕೆ ಉಳ್ಳವರಿಗಾಗಿ ಆ ಸಂದೇಶ ಹೇಳುತ್ತಲೇ. അവന്റെ ശബ്ദം നിന്നെ കേൾപ്പിക്കാൻ അവൻ ഇറങ്ങി വരിക. ಆತನ ಶಬ್ದವನ್ನು ಕೇಳುವಂತೆ ಮಾಡುವಂತೆ ಆತನ ಇಳಿದು ಬರ್ತಿದ್ದಾನೆ. ഓ ദൈവ ശബ്ദം ഇതിനകത്ത് ചലിക്കുന്നു ഞാൻ കാണുന്നു. ದೇವರ ಶಬ್ದ ಇಲ್ಲಿ ಚಲಿಸುವುದನ್ನು ಕಾಣುತ್ತಿದ್ದೇನೆ. ആത്മാവിന്റെ നിറവ് ദൈവ ശബ്ദത്തെ വെളിപ്പെടുത്തിക്കൊണ്ടുവരും. ಆತ್ಮನ ತುಂಬುವಿಕೆ ದೇವರ ಶಬ್ದವನ್ನು ಕೇಳಿಸುವಂತೆ ಮಾಡುತ್ತದೆ. പരിശുദ്ധാത്മാവിന്റെ നിറവ് ദൈവ ശബ്ദത്തെ വെളിപ്പെടുത്തിക്കൊണ്ടുവരും. ದೇವರ ಆತ್ಮನ ತುಂಬುವಿಕೆ ದೇವರ ಶಬ್ದವನ್ನು ಕೇಳುವಂತೆ ಮಾಡುತ್ತದೆ. ദൈവ ശബ്ദം നിന്നെ അടിമ ചങ്ങലകളെ പൊട്ടിക്കും. ದೇವರ ಶಬ್ದವನ್ನು ನಿನ್ನ ಗುಲಾಮತನವನ್ನು ಮುರಿದಾಕ್ತದೆ. ദൈവ ശബ്ദം നിന്റെ ബന്ധനങ്ങളെ പൊട്ടിക്കും. ದೇವರ ಶಬ್ದ ನಿನ್ನ ಗುಲಾಮತನ ಬಂಧನವನ್ನು ಬಿಚ್ಚುತ್ತದೆ. വിശ്വസിക്കുന്നവർ ആത്മാവിന്റെ നിറവ് ഇന്ന് പകൽ ചലിക്കട്ടെ. ನಂಬುವವರು ಆತ್ಮನ ಚಲಿಸುವಿಕೆ ತುಂಬಲೇ. ഓ ലൈവിൽ കേൾക്കുന്ന ദൈവ വൈതലേ,
ಲೈವ್ ಆಗಿ ಕೇಳುವ ದೇವರ ಮಗುವೆ, നിന്റെ അടുത്തേക്ക് ഒരു ദൈവശബ്ദം ചലിക്കുകയോ, ನಿನ್ನ ಹತ್ತಿರ ದೇವರ ಶಬ್ದ ಚಲಿಸ್ತಿದೆ. നീ സ്റ്റക്കായിരിക്കുന്ന മണ്ഡലത്തിൽ ദൈവശബ്ദം ചലിക്കുകയോ, ನೀನು ನಿಂತು ಹೋದಂತ ಸ್ಥಳದಲ್ಲಿ ದೇವರ ಶಕ್ತಿ ಚಲಿಸ್ತಿದೆ. പലപ്പോഴും നീ നിലവിളിച്ചില്ലേ, ಅನೇಕ ಸಮಯದಲ್ಲಿ ಕೂಗಿದೆಯಲ್ವಾ, പലപ്പോഴും നീ നിലവിളിച്ചില്ലേ, ಅನೇಕ ಸಮಯದಲ್ಲಿ ಗೋಳಾಡಿದೆಯಲ್ಲ, നിന്റെ നിലവിളിയുടെ മറുപടി വരികയോ, ಕಣ್ಣೀರಿನ ಉತ್ತರ ಬರ್ತಿದೆ. തീയായി ഇറങ്ങി വരികയോ, ದೇವರಿಗೆ ಬೆಂಕಿಯಾಗಿ ಇಳಿದು ಬರ್ತಿದ್ದಾರೆ. ദൈവ ശബ്ദം ചലിക്കുന്നു, ದೇವರ ಶಬ್ದ ಚಲಿಸ್ತಿದೆ. ദൈവ ശബ്ദം ചലിക്കുന്നു. ದೇವರ ಶಬ್ದ ಚಲಿಸ್ತಿದೆ. ചില കുടുംബത്തിന് നേരെ ദൈവ ശബ്ദം ചലിക്കുന്നു. ಕೆಲವು ಕುಟುಂಬದ ಮೇಲೆ ದೇವರ ചില ಶಬ್ದ വ്യക്തികളുടെ ಚಲಿಸ್ತಿದೆ. നേരെ ദൈവ ശബ്ദം ചലിക്കുന്നു. ಕೆಲವರ ಮೇಲೆ ದೇವರ ಶಬ್ದ ಚಲಿಸ್ತಿದೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. ശാരാലമാന ഹദരഗഡഗസിയാന. ദൈവത്തിന്റെ ശബ്ദം കേട്ട മോശ മുഖാന്തരം ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്തേക്ക് നടന്നു കയറാൻ തുടങ്ങി. ದೇವರ ಶಬ್ದವನ್ನ ಕೇಳಿಸಿದ ಮೋಶೆಯ ಮೂಲಕ ಇಸ್ರಾಯೇಲ್ ಜನರು ವಾಗ್ದಾನ ದೇಶವನ್ನ ನಡೆದು ಪ್ರವೇಶಿಸಲಿಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. ദൈവ ശബ്ദം കേൾക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്നു പകൽ ചിലരുടെ മേൽ നിറഞ്ഞു വരികയാണ്. ದೇವರ ಶಬ್ದವನ್ನ ಕೇಳಿಸಿಕೊಳ್ಳೋದಕ್ಕೆ ಇವತ್ತು ಹಗಲು ಕೆಲವರನ್ನ ಆತ್ಮನಲ್ಲಿ ದೇವರು ತುಂಬಿಸುವವನಾಗಿದ್ದಾನೆ. ഒത്തിരി പേര് പ്രാർത്ഥിക്കാറുണ്ട്, ತುಂಬಾ ಜನ ಪ್ರಾರ್ಥಿಸುತ್ತಾರೆ, ദൈവമേ നിന്റെ ശബ്ദം എന്നെ കേൾപ്പിക്കണം, ದೇವರೇ ನಿನ್ನ ಶಬ್ದ ನಾನು ಕೇಳಬೇಕಪ್ಪ, ദൈവ ശബ്ദം എന്നെ കേൾപ്പിക്കണം. ದೇವರ ಶಬ್ದವನ್ನ ನಾನು ಕೇಳುವಂತೆ ಮಾಡಪ್ಪ. എത്ര പേരെങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്? ಎಷ್ಟು ಜನ ಹಾಗೆ ನೀವು ಪ್ರಾರ್ಥಿಸ್ತೀರಿ? എത്ര പേരെങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്? ಎಷ್ಟು ಜನ ಹಾಗೆ ಪ್ರಾರ್ಥಿಸ್ತೀರಾ? ദൈവമേ നിന്റെ ശബ്ദം എന്നെ കേൾപ്പിക്കണം. ದೇವರೇ ನನಗೆ ನಿನ್ನ ಶಬ್ದವನ್ನ ಕೇಳುವಂತೆ ಮಾಡ. കരഞ്ഞോണ്ട് പറയാറുണ്ട്, കർത്താവേ നീ എന്നോട് സംസാരിക്കണം. ಎಷ್ಟೋ ಜನರು ಕಣ್ಣೀರಿನಿಂದ ಕೇಳ್ಕೊಳ್ತಾರೆ, ದೇವರೇ ನೀನು ನನ್ನೊಂದಿಗೆ ಮಾತನಾಡು. കർത്താവേ എന്റെ ഭർത്താവിനോട് സംസാരിക്കണം. ಕರ್ತನೆ ನನ್ನ ಗಂಡನೊಂದಿಗೆ ನೀನು ಮಾತನಾಡು. കർത്താവേ എന്റെ ഭാര്യയോട് ನನ್ನ സംസാരിക്കണം. ಹೆಂಡತಿಯೊಂದಿಗೆ ಮಾತನಾಡು. ചില ഭർത്താക്കന്മാരോട് ദൈവം സംസാരിക്കാൻ പോവുക. ಕೆಲವರ ಗಂಡಂದಿರೊಂದಿಗೆ ದೇವರು ಮಾತನಾಡಲಿಕ್ಕಿದ್ದಾನೆ. പരിശുദ്ധാത്മാവനോട് പറയുന്നു, ಪರಿಶುದ್ಧಾತ್ಮ ನನಗೆ ಹೇಳ್ತಿದ್ದಾನೆ, നീ ഇന്ന് പകൽ തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ ദൈവാത്മാവനോട് ഇടപെട്ടിരിക്കും. ನೀನು ಇವತ್ತು ಹಿಂತಿರುಗಿ ಮನೆಗೆ ಹೋಗುವಾಗ ದೇವರ ಆತ್ಮನ ಆತನೊಂದಿಗೆ ಒಡನಾಡ ಮಾತಾಡ್ತಾನೆ. ഇന്ന് പകൽ ചില തലമുറകളോട് ദൈവം സംസാരിക്കാൻ പോവുക. ಕೆಲವು ತಲೆಮಾರುಗಳೊಂದಿಗೆ ದೇವರು ಮಾತನಾಡಲಿಕ್ಕಿದ್ದಾನೆ. ചില കുടുംബനാഥന്മാരോട് ദൈവം സംസാരിക്കാൻ പോവുക. ಕೆಲವು ಕುಟುಂಬದ ಯಜಮಾನರೊಂದಿಗೆ ದೇವರು ಮಾತನಾಡಲಿಕ್ಕಿದ್ದಾನೆ. ഇന്ന് പകൽ നിന്റെ രോഗക്കെട്ടുകളോട് ദൈവം സംസാരിക്കാൻ പോവുക. ಇದುವರೆಗೆ ಇದ್ದ ರೋಗ ಕಟ್ಟುಗಳ ಮೇಲೆ ದೇವರು ಮಾತನಾಡಲಿಕ್ಕಿದ್ದಾನೆ. ആമേൻ. നിന്റെ പ്രതികൂലങ്ങളോട് ദൈവം സംസാരിക്കാൻ പോവുക. ನಿನ್ನ ಪ್ರತಿಕೂಲಕ್ಕೆ ವಿರೋಧವಾಗಿ ದೇವರು ಮಾತನಾಡಲಿಕ್ಕಿದ್ದಾನೆ. ഫറവോനോട് സംസാരിക്കാൻ മിക്കനായ മോശെ തിരഞ്ഞെടുത്തെങ്കിൽ ಫರೋಹನೊಂದಿಗೆ ಮಾತನಾಡುವುದಕ್ಕಾಗಿ ತೊದಲು നിന്റെ പ്രതികൂലങ്ങളോട് സംസാരിക്കാൻ ദൈവം നിന്റെ നാവിനെ തൊടുകയോ, ಇವತ್ತು ಪ್ರತಿಕೂಲಕ್ಕೆ ವಿರೋಧವಾಗಿ ಮಾತನಾಡುವುದಕ್ಕಾಗಿ ನಿನ್ನ ನಾಲಿಗೆಯನ್ನು ದೇವರು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. നിന്നോട് സംസാരിക്കാൻ ഇന്ന് പകൽ ദൈവ ശബ്ദം ഇറങ്ങി വരികയോ, ನಿನ್ನೊಂದಿಗೆ ಮಾತನಾಡುವುದಕ್ಕೆ ದೇವರ ಶಬ್ದ ಇಳಿದು ಬರ್ತಿದೆ. എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ നീ എന്നോട് സംസാരിക്കണം. ಎಷ್ಟು ಜನ ಹೀಗೆ ಪ್ರಾರ್ಥಿಸಿದ್ದೀರಿ, ಕರ್ತನೆ ನನ್ನೊಂದಿಗೆ നിന്റെ ನೀನು ശബ്ദം ಮಾತನಾಡಬೇಕು, ഒന്ന് കേൾക്കണം. ನಿನ್ನ ಶಬ್ದನ ಕೇಳಿಸ್ಕೊಳ್ಬೇಕು. ഈ ഉലകത്തിൽ എനിക്ക് വേറൊന്നും വേണ്ട, നിന്റെ ശബ്ദം ഒന്ന് എനിക്ക് കേൾക്കണം. ಈ ಭೂಮಿಯಲ್ಲಿ ನನಗೆ ಬೇರೆ ಏನು ಬೇಡ, ನಿನ್ನ ಶಬ್ದನ ಕೇಳಿಸ್ಕೊಳ್ಬೇಕು. ഇന്ന് പകൽ ഈ ലൈവിൽ കാണുന്ന ചിലരോട് ദൈവാത്മ പറയുന്നത് ദൈവ ശബ്ദം കേൾക്കാൻ പോവുകയോ, ಇದುವರೆಗೂ ಲೈವ್ ಆಗಿ ಕೇಳುವಂತ ನಿಮಗೆ, ಇದುವರೆಗೆ ಕೇಳದಂತ ನಿಮಗೆ ದೇವರ ಶಬ್ದವನ್ನು ಕೇಳಿಸ್ಕೊಳ್ತೀಯಾ? ഇതിനകത്തിരുന്ന് പ്രാർത്ഥിച്ച ദൈവവേദനയിലെ നീ ദൈവ ശബ്ദം കേൾക്കാൻ പോവുകയോ, ಇದುವರೆಗೆ ಪ್ರಾರ್ಥಿಸಿದ ನೀನು ದೇವರ ಮಗುವೆ, ನೀನು ದೇವರ ಶಬ್ದವನ್ನು ಕೇಳಿಸ್ಕೊಳ್ತಿದ್ಯಾ? ദൈവത്തിന്റെ ശബ്ദം തീക്കകത്ത് വെളിപ്പെടാൻ തുടങ്ങി. ದೇವರ ಶಬ್ದವು ಬೆಂಕಿಯಲ್ಲಿ ಪ್ರಕಟವಾಗಿ ಪ್ರಾರಂಭಿಸಿತು. ദൈവത്തിന്റെ ശബ്ദം, ആമേൻ, ഹല്ലേലൂയ, ആത്മാ നിറവ് പ്രാപിക്കുന്ന, ആത്മാവിൽ നിറയുന്ന ദൈവവൈതലേ, നീ ദൈവ ശബ്ദം കേട്ടിരിക്കോ. ಆತ್ಮನಲ್ಲಿ ತುಂಬುವಂತ ದೇವರ ಮಗುವೆ, ನೀನು ದೇವರ ಶಬ್ದವನ್ನ ಖಂಡಿತವಾಗಿ ಕೇಳಿಸ್ಕೊಳ್ತೀಯಾ? ഒന്നും കൂടെ ഞാൻ പറയാം, നിന്നെ ആത്മാവിൽ നിറയ്ക്കുന്നത് അവന്റെ ശബ്ദം ഒന്ന് കേൾപ്പിക്കാനാണ്. ಮತ್ತೊಂದು ಆವೃತ್ತಿ ನಾನು ನಿಮಗೆ ಹೇಳುತ್ತೇನೆ, ನಿಮ್ಮನ್ನ ಆತ್ಮನಲ್ಲಿ ತುಂಬಿಸುವಂತದ್ದು ನೀವು ಆತನ ಶಬ್ದವನ್ನ ಕೇಳಿಸ್ಕೊಳ್ಳೋದಕ್ಕೆ. ഒന്നും കൂടെ ഞാൻ കയറി പറയാം, ಇನ್ನೊಂದು ಆವೃತ್ತಿ ನಾನು ಮತ್ತೆ ಹೇಳ್ತೇನೆ, ആത്മാവിന്റെ നിറവിൽ മാത്രമേ ദൈവ ശബ്ദം കേൾക്കാൻ കഴിയത്തുള്ളൂ. ಆತ್ಮನಲ್ಲಿ ತುಂಬಿಕೊಂಡ್ರೆ ಮಾತ್ರ ನೀನು ದೇವರ ಶಬ್ದವನ್ನ ಕೇಳಿಸ್ಕೊಳ್ಳಕ್ಕಾಗುವಂತದ್ದು. ശബ്ദം കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ആത്മാവിൽ നിറയാൻ തുടങ്ങി അത് ദൈവ ശബ്ദം കേൾക്കാൻ തുടങ്ങും. ಆತ್ಮನ ಶಬ್ದವನ್ನ ಕೇಳಬೇಕೆಂಬುದಾಗಿ ಬಯಸುವಂತ ದೇವರ ಮಗುವೆ, ನೀನು ಆತ್ಮನಲ್ಲಿ ತುಂಬುವುದಕ್ಕೆ ನೀನು ಸಿದ್ಧನಾಗಬೇಕು. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, ഹല്ലേലൂയ.
Hallelujah. വചനം പറയൂ, ദൈവ ശബ്ദം കേട്ട മോശ മുഖാന്തരം ഇസ്രായേൽ ജനം വാഗ്ദത്തത്തിലേക്ക് നടന്നു നീങ്ങാൻ തുടങ്ങി. ವಾಕ್ಯ ಹೇಳುತ್ತದೆ, ದೇವರ ಶಬ್ದ ಕೇಳಿದ ಮೋಶೆಯ ಮೂಲಕವಾಗಿ ಇಸ್ರಾಯೇಲ್ ಜನರು ವಾಗ್ದಾನ ದೇಶವನ್ನು ನಡೆದು ಪ್ರವೇಶಿಸಿದ್ರು ಎಂಬುದಾಗಿ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ചെങ്കടലിന്റെ മുമ്പിൽ അവരെത്തി. ಆ ವಿಮೋಚನ ಕಂಡ 14ನೇ ಅಧ್ಯಾಯ ಪುಸ್ತಕಕ್ಕೆ ಬರುವಾಗ ಇಸ್ರಾಯೇಲ್ ಜನರು ಕೆಂಪು ಸಮುದ್ರ ಬಳಿಗೆ ಬಂದರು. നമുക്കറിയാം, ചെങ്കടലിന് മുമ്പിൽ നിൽക്കുമ്പോൾ സകലതും സ്റ്റക്കായി പോയി. ಕೆಂಪು ಸಮುದ್ರದ ಮುಂದೆ ನಿಂತಿರುವಾಗ ಎಲ್ಲವೂ ತಡೆಯಾಗಿ ನಿಂತು ಹೋಯಿತು. മുന്നോട്ടുള്ള വഴി അടഞ്ഞു. ಮುಂದಕ್ಕಿರುವಂತ ದಾರಿ ಮುಚ್ಚಲ್ಪಡ್ತು. പുറകിൽ ഫറവോന് സൈന്യം വരുന്നു. ಹಿಂದೆ ಫರೋಹ ಸೈನ್ಯ ಬರ್ತಾ ಇದೆ. രണ്ട് സൈഡ് ഉയർന്ന മലകളാണ്. ಅಕ್ಕಪಕ್ಕದಲ್ಲಿ ಕಡಿದಾದ ಬೆಟ್ಟಗಳು. എല്ലാ വഴിയും അടഞ്ഞു. ಎಲ್ಲ ಮಾರ್ಗಗಳು ಮುಚ್ಚಲ್ಪಡ್ತು. മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്നില്ല. ಮುಂದಕ್ಕೆ ಒಂದು ಹೆಜ್ಜೆ ಇಡೋದಕ್ಕೆ ಆಗ್ತಾ ಇಲ್ಲ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് മുന്നേറുമ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വെളിപ്പെടാറുണ്ട്. ಅನೇಕ ಸಂದರ್ಭದಲ್ಲಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಮುಂದುವರಿಯುವಾಗ ಇಂಥ ಅವಸ್ಥೆಗಳು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬರುತ್ತದೆ. പലപ്പോഴും നമ്മൾ ആത്മാവിൽ നിറഞ്ഞു മുന്നേറുമ്പോൾ ആമേൻ ഒരു സ്റ്റെപ്പ് പോലും പ്രാർത്ഥനയ്ക്കും ആത്മാവിൽ നിറയാനും മുന്നോട്ട് വിടാതെ തടയുന്ന ഇങ്ങനെ സന്ദർഭങ്ങൾ വെളിപ്പെടാറുണ്ട്. ಅನೇಕ ಸಂದರ್ಭದಲ್ಲಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಮುಂದುವರಿತಿರುವಾಗ ಮುಂದಕ್ಕೆ ಒಂದು ಹೆಜ್ಜೆ ಇಡಕ್ಕಾಗದಂತ ರೀತಿಯಲ್ಲಿ ಈ ರೀತಿಯಾದಂತ ಅವಸ್ಥೆ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಎದುರಾಗಬಹುದು. ഇസ്രായേൽ ജനം സ്റ്റക്കായി നിന്നു. ಇಸ್ರಾಯೇಲ್ ಜನರು ಅವರು ಸ್ಟಕ್ ಆಗಿ ನಿಂತು ಬಿಟ್ರು. ആമേൻ വചനം വിളിച്ചു പറയുന്നു, ವಾಕ್ಯ ಕೂಗಿ ಹೇಳ್ತಾ ಇದೆ, ഒരു ശബ്ദം ഇസ്രായേൽ ജനം കേട്ടു. ಒಂದು ಶಬ್ದವನ್ನ ಇಸ್ರಾಯೇಲ್ ಜನರು ಕೇಳಿಸ್ಕೊಂಡ್ರು. ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, ಇಸ್ರಾಯೇಲ್ ಜನರೊಂದಿಗೆ ದೇವರು ಹೇಳಿದನು. മോശയോട് ദൈവം പറഞ്ഞു, ಮೋಶೆಯೊಂದಿಗೆ ದೇವರು ಹೇಳಿದನು, മുന്നോട്ട് പോകാൻ ഇസ്രായേൽ മക്കളോട് പറയുക. ಮುಂದಕ್ಕೆ ಹೋಗೋದಕ್ಕೆ ಇಸ್ರಾಯೇಲ್ ಜನರಿಗೆ ಹೇಳು. ദൈവ ശബ്ദം പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നെ മുന്നോട്ട് പോകാൻ കേൾക്കുന്ന ഒരു ദൈവ ശബ്ദം കേൾക്കാൻ പോകുകയോ. ದೇವರ ಪ್ರತಿಕೂಲಗಳ ಮುಂದೆ ನಿನ್ನೆ ಮುಂದೆ ಹೋಗ್ಲಿಕ್ಕಾಗಿ ನೀನೊಂದು ದೇವರ ಶಬ್ದವನ್ನ ನೀನು ಕೇಳಿಸ್ಕೊಳ್ಳೋದಕ್ಕಿದೆಯಾ? 14-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണാൻ കഴിയും. വായിച്ചേ 14-ാം അധ്യായം 15-ാം വാക്യം. 14ನೇ ಅಧ್ಯಾಯ 15ನೇ ವಾಕ್ಯವನ್ನು ಓದಿಕೊಳ್ಳೋಣ. ವಿಮೋಚನ ಕಾಂಡ ಪುಸ್ತಕ. ದೇವರು ಅವನಿಗೆ, ಆಗ ಯೆಹೋವನು ಮೋಶೆಗೆ ಹೇಳಿದನೆಂದರೆ, ನೀನು ನನಗೆ ಮೊರೆ ಇಡುವುದೇನು? ಮುಂದಕ್ಕೆ ಹೊರಡಬೇಕೆಂದು ಇಸ್ರಾಯೇಲ್ ಜನರಿಗೆ ಹೇಳು. വചനം പറയുന്നു, അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, ಆಗ ಯೆಹೋವನು ಮೋಶೆಗೆ ಹೇಳಿದನೆಂದರೆ, നീ എന്നോട് നിലവിളിക്കുന്നതെന്ന് മുന്നോട്ട് പോകാൻ ഇസ്രായേൽ മക്കളോട് പറയുക. ನೀನು ನನಗೆ ಮೊರೆ ಇಡುವುದೇನೋ? ಮುಂದಕ್ಕೆ ಹೊರಡಬೇಕೆಂದು ಇಸ್ರಾಯೇಲರಿಗೆ ಹೇಳು. 14-ാം അധ്യായം 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. 14ನೇ ಅಧ್ಯಾಯ 14ನೇ ವಾಕ್ಯ ಓದುವಾಗ ನಾವು ಕಾಣುತ್ತೇವೆ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ಯೆಹೋವನು ನಿಮಗಾಗಿ ಯುದ್ಧ ಮಾಡುವನು, ನೀವಂತೂ ಸುಮ್ಮನೆ ಇರ್ರಿ ಎಂದು ಹೇಳಿದನು. പ്രതികൂലങ്ങളെ നോക്കി നമ്മൾ ഒത്തിരി ആവലാതിപ്പെടുമ്പോൾ കർത്താവ് പറയുന്നു, നീ മിണ്ടാതിരുന്ന് ആത്മാവിൽ അവന്റെ ശബ്ദം കേൾക്കാൻ തയ്യാറാകുക. ಪ್ರತಿಕೂಲಗಳ ಮುದ್ದೆ ನಾವು ಬಹಳವಾಗಿ ಪ್ರಯಾಸ ಪಡುವಾಗ, ಗೊಂದಲ ಪಡುವಾಗ ದೇವರ ಆತ್ಮರು ಹೇಳುವಂತದ್ದು, ಪ್ರತಿಕೂಲ ಮುಂದದಲ್ಲಿ ನೀನು ಸುಮ್ಮನೆ ಕೂತು ಆತನ ಶಬ್ದವನ್ನು ಕೇಳಿಸಿಕೊಳ್ಳೋದಕ್ಕೆ ನೀನು ಸಿದ್ಧನಾಗು. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്, ಶಕ್ತಿಯಾಗಿ ದೇವರನ್ನ ಸ್ತುತಿಸಿ. ആത്മ നിറവിൽ ദൈവ ശബ്ദം ചിലർ കേൾക്കാൻ പോകുകയാണ്. ಆತ್ಮನ ತುಂಬುವಿಕೆಯಲ್ಲಿ ದೇವರು ಕೆಲವು ಶಬ್ದವನ್ನು ಕೆಲವರು ಕೇಳಿಸಿಕೊಳ್ತಾರೆ. ശബ്ദം കേൾക്കുന്നവന്റെ മുൻപിൽ വഴി അടച്ച ചെങ്കടലുകൾ രണ്ടായി മാറാൻ പോകുകയാണ്. ಆತ್ಮನ ತುಂಬುವಿಕೆಯಲ್ಲಿ ದೇವರ ಶಬ್ದವನ್ನು ಕೇಳಿಸಿಕೊಂಡವನಿಗೆ ಕೆಂಪು ಸಮುದ್ರ ಅವನಿಗಾಗಿ ಎರಡಾಗಿ ವಿಭಾಗಗೊಳ್ಳುತ್ತದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. വചനം പറയുന്നു, മോശയോട് ദൈവം പറയുന്നു, വഴി നീട്ടുക. ಆ ವಾಕ್ಯ ಹೇಳುತ್ತದೆ, ಮೋಶೆಯೊಂದಿಗೆ ನೀನು ಕೋಲನ್ನ ಚಾಚು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. വചനം പറയുന്നു, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. 14-ാം അധ്യായം 20-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 14ನೇ ಅಧ್ಯಾಯ 20ನೇ ವಾಕ್ಯ ಓದುವ. 21-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 21ನೇ ವಾಕ್ಯ ಓದುವಾಗ, ಮೋಶೆ ಸಮುದ್ರದ ಮೇಲೆ ಕೈ ಚಾಚಿದಾಗ ಯೆಹೋವನು ಆ ರಾತ್ರಿಯೆಲ್ಲ ಮೂಡಣ ದಿಕ್ಕಿನಿಂದ ಬಲವಾದ ಬಿರುಗಾಳಿಯನ್ನು ಬೀಸುವಂತೆ ಮಾಡಿ ಸಮುದ್ರ ನೀರನ್ನು ಒಂದು ಕಡೆಗೆ ನೂಕಿ ಅದರ ತಳದಲ್ಲಿ ಒಣ ನೆಲ ಕಾಣಿಸುವಂತೆ ಮಾಡಿದನು. വചനം പറയുന്നു, മോശ വടി നീട്ടി രാത്രി മുഴുവനും ഒരു കാറ്റടിക്കാൻ തുടങ്ങി. ವಾಕ್ಯ ಹೇಳುತ್ತದೆ, ಮೋಶೆ ಕೈ ಚಾಚಿದನು, ರಾತ್ರಿಯೆಲ್ಲ ബലവാദ ബിരുഗാളി ബീസിത്തു. ഞാൻ പറയും, പ്രതികൂലത്തിന്റെ മുൻപിൽ ഒരു ദൈവ പൈതൽ നിന്നാൽ അതിന്റെ നടുവിൽ വീശുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ കാറ്റ്. ನೋಡಿ, ನಾನು ಹೇಳುತ್ತೇನೆ, ಒಂದು ಪ್ರತಿಕೂಲಗಳ ಮಧ್ಯದಲ್ಲಿ ದೇವ ಜನರು ನಿಲ್ಲುವಾಗ ಅದಕ್ಕೆ ವಿರೋಧವಾಗಿ ಬೀಸುವಂತದಾಗಿದೆ ದೇವರ ಆತ್ಮನ ಗಾಳಿ. ദൈവ ശബ്ദം കേൾക്കാൻ തയ്യാറായ ദൈവത്തിന്റെ മുമ്പിൽ ഏതു ചെങ്കടൽ നിന്നാലും പരിശുദ്ധാത്മാവിന്റെ കാറ്റ് അതിന്റെ മേൽ അടിച്ചിരിക്കും. ಆ ದೇವರ ಶಬ್ದವನ್ನು ಕೇಳಿಸಿಕೊಳ್ಳುವಂತ ದೇವರ ಮುಂದೆ ಮಕ್ಕಳ ಮುಂದೆ ನಿನ್ನ ಮುಂದೆ ಇರುವಂತ ಕೆಂಪು ಸಮುದ್ರ ವಿಭಾಗಿಸುವ ಹಾಗೆ ದೇವರ ಬೆಂಕಿ ಗಾಳಿ ಇಳಿದು ಬರುತ್ತದೆ. ഇന്ന് പകലും ചിലരുടെ മുൻപിൽ നിന്ന് ചില ചെങ്കടകളെ മാറ്റാൻ ഒരു പരിശുദ്ധാത്മാവിന്റെ കാറ്റ് അടിച്ചിറങ്ങുകയാണ്. ಕೆಲವರ ಮುಂದೆ ಇರುವಂತ ಕೆಂಪು ಸಮುದ್ರವನ್ನ ನೀಗಿಸುವುದಕ್ಕೆ ಕೆಲವರ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನ ಗಾಳಿ ಬೀಸುತ್ತಿದೆ. ദൈവത്തിന്റെ
ശബ്ദം ചിലരെ കേൾപ്പിക്കാൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് ചലിക്കുകയാണ്. ದೇವರ ಶಬ್ದವನ್ನ ಕೇಳಿಸಿಕೊಳ್ಳೋದಕ್ಕಾಗಿ ಪವಿತ್ರಾತ್ಮನ ತುಂಬುವಿಕೆ ಚಲಿಸುತ್ತಿದೆ. വചനം പറയുന്നു അവന്റെ ശബ്ദത്തിന് വേണ്ടി ആമേൻ ചെവി ചായ്ക്കുക. ದೇವರ ವಾಕ್ಯ ಹೇಳುತ್ತದೆ ಆತನ ಶಬ್ದಕ್ಕಾಗಿ ಕಿವಿಗೊಡ್ರಿ. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നവണ് ശബ്ദം കേൾക്കണം? ಎಷ್ಟು ಜನ ಇವತ್ತು ಬಯಸ್ತೀರಾ ಶಬ್ದವನ್ನ ಕೇಳಿಸಿಕೊಳ್ಳೋದಕ್ಕೆ? വാഗ്ദത്തത്തിലേക്ക് നിനക്ക് മുന്നോട്ട് പോകണമോ? ವಾಗ್ದಾನಕ್ಕಾಗಿ ನೀ ಮುಂದೆ ಹೋಗಬೇಕಾ? വാഗ്ദത്തങ്ങളിലേക്ക് നിനക്ക് മുന്നോട്ട് പോകണമോ? ವಾಗ್ದಾನಕ್ಕಾಗಿ ನೀ ಮುಂದಕ್ಕೆ ಹೋಗಬೇಕಾ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവ ശബ്ദം കേൾക്കാൻ തയ്യാറാകണം. ಪವಿತ್ರಾತ್ಮನಲ್ಲಿ ತುಂಬಿ ದೇವರ ಶಬ್ದವನ್ನ ಕೇಳಿಸಕ್ಕೆ ಸಿದ್ಧನಾಗು. പരിശുദ്ധാത്മാവിൽ നിറയുന്നവന് മാത്രമേ ദൈവ ശബ്ദം കേൾക്കാൻ പറ്റത്തുള്ളൂ. ಪರಿಶುದ್ಧಾತ್ಮನಲ್ಲಿ ತುಂಬಿದವನಿಗೆ ಮಾತ್ರ ದೇವರ ಶಬ್ದವನ್ನ ಕೇಳಿಸಿಕೊಳ್ಳಕ್ಕಾಗುವಂತದ್ದು. ആത്മാവിൽ നിറയുന്നവന് മാത്രമേ ദൈവ ശബ്ദം കേൾക്കാൻ കഴിയത്തുള്ളൂ. ಆತ್ಮನಲ್ಲಿ ತುಂಬಿದವನಿಗೆ ಮಾತ್ರ ದೇವರ ಶಬ್ದವನ್ನ ಕೇಳಿಸಿಕೊಳ್ಳಕ್ಕಾಗುವಂತದ್ದು. ആത്മാവിൽ നിറയുന്നവരെ നോക്കി ഞാൻ ദൂത് പറയാം, നീ ദൈവ ശബ്ദം കേൾക്കാൻ പോകുകയാണ്. ಇವತ್ತು ಆತ್ಮನಲ್ಲಿ ತುಂಬುವವರಿಗಾಗಿ ನಾನು ಸಂದೇಶ ಹೇಳುತ್ತೇನೆ, ನೀನು ದೇವರ ಶಬ್ದವನ್ನ ಕೇಳಿಸಿಕೊಳ್ಳಕ್ಕಿದ್ದೀಯಾ? ഇന്ന് പകൽ ദൈവ ശബ്ദം നിന്റെ മുൻപിലെത്തിയാൽ ഏത് ചെങ്കടൽ നിനക്കെതിരെ തടസ്സമായി നിന്നാലും അതിനെ പൊട്ടിച്ചു കളയാൻ ദൈവം റെഡിയാണ്. ದೇವರ ಶಬ್ದವನ್ನ ಕೇಳಿಸಿದಂತ ನೀನು ನಿನ್ನ ಮುಂದೆ ಯಾವ ಕೆಂಪು ಸಮುದ್ರವೋ ತಡೆಯಾಗಿ ನಿಂತರೋ ಅದನ್ನು ವಿಭಾಗಿಸುವುದಕ್ಕೆ ನನ್ನ ದೇವರ ಶಕ್ತನಾಗಿದ್ದಾನೆ. അതിനുവേണ്ടി ഒരു ആത്മശക്തി ഇതിനകത്ത് ഇറങ്ങി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ಅದಕ್ಕಾಗಿ ಒಂದು ಆತ್ಮಶಕ್ತಿ ಇಳಿದು ಬರುವುದನ್ನು ನಾನು ಆತ್ಮದಲ್ಲಿ ಕಾಣುತ್ತಿದ್ದೇನೆ. ഒരു ദൈവ ശബ്ദം കേൾക്കേണ്ടതിന് ഒരു ആത്മ നിറവ് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ಒಂದು ದೇವರ ಶಬ್ದವನ್ನು ಕೇಳಿಸಿಕೊಳ್ಳೋದಕ್ಕೆ ಒಂದು ಆತ್ಮನ ತುಂಬುವಿಕೆಯನ್ನು ಬಯಸುವಂತವರು ಎಷ್ಟು ಜನ ಇದ್ದೀರಾ? കർത്താവിനെ സ്തുതിച്ചേ, ಆ ಕರಗಳನ್ನು ಎತ್ತಿ ದೇವರನ್ನು ಸ್ತುತಿಸಿರಿ, ശക്തിയോടെ സ്തുതിച്ചേ, ಶಕ್ತಿಯಾಗಿ ಸ್ತುತಿಸಿರಿ. ദൈവം അനുവദിച്ചാൽ ദൈവ ശബ്ദത്തെ കുറിച്ച് അടുത്ത സെക്ഷനിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ದೇವರು ಅನುಮತಿಸಿದ್ದಾರೆ ದೇವರ ಶಬ್ದದ ಕುರಿತಾಗಿ ಮುಂದಿನ ಸೆಕ್ಷನ್ ಮಾತನಾಡುತ್ತೇವೆ. ആത്മ നിറവ് പ്രാപിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ಆತ್ಮನ ತುಂಬುವಿಕೆಯನ್ನು ಬಯಸುವವರು ಎಷ್ಟು ಜನ ಇದ್ದೀರಾ? അവരെല്ലാം ദൈവസന്നിധിയിൽ ചാടി ഇടുന്നേറ്റാട്ട് ಅವರೆಲ್ಲರೂ ದೇವರ ಸನ್ಮುಖದಲ್ಲಿ ಬೇಗ ಎದ್ದು ನಿಂತು ತಿಳ್ಕೊಳ್ರಿ. ചിലരെ ദൈവ ശബ്ദം കേൾപ്പിക്കാൻ പോകുകയാണ്. ಕೆಲವರನ್ನು ದೇವರ ಶಬ್ದವನ್ನು ಕೇಳಿಸಿಕೊಳ್ಳಲಿದ್ದಾರೆ. പ്രാർത്ഥിച്ച ചിലരുണ്ട്. ಆ ಕಣ್ಣೀರಿಂದ ಪ್ರಾರ್ಥಿಸಿದಂತ ಕೆಲವರು ಇದ್ದೀರಿ. ശബ്ദം കേൾപ്പിക്കണമേ, ದೇವರ ಶಬ್ದವನ್ನು ಕೇಳಿಸುವಂತೆ ಮಾಡು, ശബ്ദം കേൾപ്പിക്കണമേ, ದೇವರ ಶಬ್ದವನ್ನು ಕೇಳುವಂತೆ ಮಾಡು. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവാത്മാവ് നിറയാൻ പോകുകയാണ്. ನಿನ್ನ ಪ್ರಾರ್ಥನೆಗೆ ಉತ್ತರವಾಗಿ ದೇವರಾತ್ಮ ಉತ್ತರವನ್ನು ಕೊಡುವನಾಗಿದ್ದಾನೆ. ദൈവാത്മാവ് നിറയാൻ ആഗ്രഹിക്കുന്നവർ ആ കരങ്ങളൊന്ന് ഉയർത്തിയ ದೇವರಾತ್ಮನಿಂದ ತುಂಬಲಿಕ್ಕೆ ಬಯಸುವವರ ಕರಗಳನ್ನು ಎತ್ತಿರಿ. ആ കരങ്ങൾ ഉയർത്തിയവർ ഓടി ഒന്ന് മുന്നോട്ട് വന്നേ. ಕರಗಳನ್ನು ಎತ್ತಿದವರು ಓಡಿ ಮುಂದಕ್ಕೆ ಬನ್ರಿ. ഒരു ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കാൻ ಒಂದು പോകുന്നു. ಆತ್ಮಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ ಆವರಿಸಲಿಕ್ಕಿದೆ. ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുന്നു. ಆತ್ಮನ ಶಕ್ತಿ ಇವತ್ತು ನಿನ್ನ ಮೇಲೆ ಆವರಿಸಲಿಕ್ಕಿದೆ. ആത്മാവിന്റെ ശക്തി എല്ലാ കണ്ണുകളും അടച്ച്, ಆತ್ಮನ ಶಕ್ತಿಗಾಗಿ ಎಲ್ಲರ ಕಣ್ಣುಗಳು ಮುಚ್ಚಲ್ಪಡಲಿ. എല്ലാ കണ്ണുകളും അടച്ച് ಎಲ್ಲ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿಕೊಂಡು എന്റെ ദൈവത്തിന് നിന്നോട് സംസാരിക്കണം. ಇವತ್ತು ನಿನಗೆ ನಿನ್ನೊಂದಿಗೆ ದೇವರ ಆತ್ಮನ ಮಾತನಾಡಬೇಕು. ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കണം. ದೇವರು ನಿನ್ನ ಜೊತೆಯಲ್ಲಿ ಇದ್ದಾನೆ ಎಂಬುದನ್ನ ದೇವರು ನಿನಗೆ ತಿಳಿಸ್ಕೊಡ್ಬೇಕು. അതിനുവേണ്ടി ആത്മാവിൽ നിറയ്ക്കാൻ പോകുകയാ. ಅದಕ್ಕಾಗಿ ದೇವರು ನಿನ್ನ ತುಂಬಿಸಲಿಕ್ಕಿದ್ದಾನೆ. അതിനുവേണ്ടി നീ ആത്മാവിൽ നിറയുകയാ. ಅದಕ್ಕಾಗಿ ನಿನ್ನ ಆತ್ಮದಲ್ಲಿ ತುಂಬುತ್ತಿದ್ದೀಯಾ? ദൈവ ശബ്ദം കേൾക്കുന്നു, ദൈവ ശബ്ദം കേൾക്കുന്നു, ദൈവ ശബ്ദം കേൾക്കുന്നു. വിശ്വസിക്കുന്നവർ ದೇವರ ಶಬ್ದವನ್ನ ಕೇಳಿಸ್ಕೊಳ್ತಾ ಇದ್ದೀರಾ? ದೇವರ ಶಬ್ದವನ್ನ ಕೇಳಿಸ್ಕೊಳ್ತಾ ಇದ್ದೀರಾ? ನಂಬುವಂತವರು ശക്തിയോടെ കരമടിച്ച് ಸರಿಯಾಗಿ ಕರಗಳ ತಟ್ಟಿಕೊಂಡು